അബ്ദുള്ള ബാസിലിനോട് പറയാനുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ പറയാനുള്ളത്, അബ്ദുള്ള ബാസിൽ എന്നോട് ഫോണിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അബ്ദുള്ള ബാസിൽ ഞാൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു എന്നാണ്. അപ്പോൾ അബ്ദുള്ള ബാസിൽ എന്താ സംഭവിച്ചു വെച്ചാൽ, അബ്ദുള്ള ബാസിൽ എന്നെ പോലെ വേറെ ആരെയോ അവിടെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതുതാനല്ലയോ ഇത് എന്ന് ആശങ്കപ്പെട്ടതാണ്. അബ്ദുള്ള ബാസിലിൻ്റെ കൂടെ പഠിച്ച, അല്ലെങ്കിൽ അബ്ദുള്ള ബാസ് ഹെഡ് മാസ്റ്റർ ആയ സ്കൂളിൽ LKGയിലോ LP സ്കൂളിലോ പഠിച്ച ആളല്ല ഞാൻ എന്ന് അബ്ദുള്ള ബാസിൽ മനസ്സിലാക്കുക. ഇത്രയും കാലം കൊണ്ട് മനസ്സിലാവാത്തവർക്കും ഇന്ന് മനസ്സിലാവും. അബ്ദുള്ള ബാസിൽ ഉയർ, ബാസിലിക്ക, കീ ജയ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന ആളുകൾക്ക് ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ ലൈവ് തുടങ്ങുന്നതിന് മുൻപ് ഒരു വീഡിയോ ഇത് ചെയ്തിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ തോട്ടത്തിലാണല്ലോ അബ്ദുള്ള ബാസിൽ നിൽക്കുന്നത്, തോട്ടത്തിലാണ്. അപ്പോൾ തോട്ടത്തിലേക്ക് അബ്ദുള്ള ബാസിൽ എത്തിയതിന് ശേഷം അബ്ദുള്ള ബാസിൽ തോട്ടത്തിൽ കിടന്ന് കാണിക്കുന്ന പരാക്രമങ്ങൾ അതെന്തൊക്കെയാണെന്നും അതിൻ്റെ മറുഭാഗം അബ്ദുള്ള ബാസിൽ കേൾപ്പിച്ചതിനപ്പുറം ഇപ്പുറം എന്തൊക്കെയാണ് എന്നും വിശദമായി കേൾപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് നിങ്ങൾ കുറച്ച് മുൻപേ കേട്ടത്. അപ്പോൾ ഈ ലൈവ് കാണുന്നവർ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈവ് കഴിഞ്ഞ ഉടനോ അല്ലെങ്കിൽ എത്രയും അധികം താമസിയാതെ തന്നെ ആ വീഡിയോ കൂടി കാണണം. അതിൻ്റെ ഒരു 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 പൊളിച്ചെഴുത്താണ്. അബ്ദുള്ള ബാസിൽ നാളിതുവരെ നുണ ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിരുന്നു. അപ്പോൾ നുണയുടെ പരിണാമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈവ് ചെയ്യുന്ന അതേ സമയത്ത് വേറെ ലൈവ് അവിടെ ഷെഡ്യൂൾ ചെയ്ത്. അതുകൊണ്ടൊന്നും അബ്ദുള്ള ബാസിലിന് തോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അബ്ദുള്ള ബാസിലിനോട് കൃത്യമായിട്ട് തുടക്കം മുതൽ പറയുന്നു, മുഹമ്മദിനെ ഏതെങ്കിലും ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി മുഹമ്മദിൻ്റെ വൃത്തികെട്ട കഥകൾ നാട്ടുകാരെ കേൾപ്പിച്ച് അത് നമ്മളുടെ വായ കൊണ്ട് പറയിപ്പിച്ച് എന്നിട്ട് മുഹമ്മദിനെ ആക്ഷേപിക്കുന്നേ അവഹേളിക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് ഈ തരം ഏർപ്പാടിന് വേണ്ടിയിട്ടാണ് അബ്ദുള്ള ബാസിലും കൂട്ടരും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അബ്ദുള്ള ബാസിലും കൂട്ടരും ആ തരികിട കാണിച്ചത് എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടി നമ്മളത് പറഞ്ഞു വേണം തുടങ്ങാൻ. എപ്പോഴും അബ്ദുള്ള ബാസിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി തുടങ്ങുമ്പോഴൊക്കെ അബ്ദുള്ള ബാസിൽ ഏതൊരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദിനെ മറ്റൊരു ചെളിക്കുണ്ടിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നത് എന്ന് ഓർത്തിട്ട് വേണം, അത് ചിന്തിച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം പണ്ട് കാലത്ത് നടന്ന ഒരു ക്ലബ് ഹൗസ് ചർച്ച തുടങ്ങുന്ന ഒരു രംഗം നമുക്കൊന്ന് കാണാം. ആരാണ് ആ ചർച്ച തുടങ്ങി വെക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വീഡിയോയിൽ നമുക്ക് ആ ഭാഗം ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, അബ്ദുള്ള ബാസിൽ ഈ വീഡിയോയിലും ഇതിനു മുൻപൊക്കെ പലപ്പോഴായിട്ട് നമ്മളോട് ചോദിക്കുന്ന, വളരെ പരിഹാസം നിറഞ്ഞ ഒരു ചോദ്യത്തോടെ ചോദിക്കുന്ന, ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചില ഹദീസിലുണ്ടെങ്കിലും നമ്മൾ സമ്മതിക്കൂല എന്ന് പറയുമ്പോൾ നമ്മളെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ നാളെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ തുടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു ഹിൻ്റായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ ഞാനൊരു 3 വർഷം മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2021 ജൂലൈയിൽ നടന്ന ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സ്പീക്കേഴ്സ് കോർണർ മലയാളം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മറ്റൊരു ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ കേട്ടല്ലോ. ഒന്നാമതായി പറയുന്നത്, കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഏതാണ് സൂക്തം? ടോമിക്ക് അറിയെങ്കിൽ അറിയാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ ശബ്ദത്തിന്റെ ഉടമയം തിരിച്ചറിയുമോ? അതേപോലെ തന്നെ കാഫിറുകളെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയണം എന്ന ഖുർആൻ വചനം ഏത് സൂറത്തിലാണ് എന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്ക് അറിയുമോ? അറിയില്ലെങ്കിൽ നമ്മുടെ അബ്ദുള്ള ബാസിൽ സാറ് അത് നമുക്ക് പറഞ്ഞു തരും. പക്ഷെ അബ്ദുള്ള ബാസിൽ പറയുന്നത് നിങ്ങൾക്കത് അറിയുമോ ഇല്ലേ എന്ന് നിങ്ങൾ പറയണം എന്നാണ്. അപ്പോൾ അബ്ദുള്ള ബാസിൽ പറഞ്ഞു ഇല്ല, നിങ്ങൾ എന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ പറഞ്ഞു ഇല്ല, എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള ബാസിൽ ആ വിഷയം നമുക്കൊന്ന് പറഞ്ഞു തരും. ഇപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, അപ്പൊ ഇവരെ സ്ഥിരം സാധനമാണ് സന്ദർഭത്തിലാന്നുള്ളത്. അതിന്റെ തൊട്ട് 3 ആയത്ത് മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, അദ്ദേഹം ക്ലബ് ഹൗസ് ചർച്ച തുടങ്ങിയിട്ട് ടോമി സെബാസ്റ്റ്യനോട് ചോദിച്ചത്, ടോമിയെ ഞാൻ വിചാരിക്കുന്നു, ടോമി സെബാസ്റ്റ്യനോട് ചോദിച്ചത് അത് ഏതാണ് ആയത്ത് നിങ്ങൾക്ക് അറിയോ, അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നാണ്.
പക്ഷെ ആ യുദ്ധ സന്ദർഭം അല്ലെങ്കിൽ ആ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയണം എന്ന ഖുർആൻ വചനം അത് അദ്ദേഹം വിശദീകരിക്കുന്ന വീഡിയോ 2024 എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് ശേഷമാണ് എന്നർത്ഥം. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണെങ്കിലും മുൻപാണെങ്കിലും കുഴപ്പമില്ല. 1400 കൊല്ലം മുൻപ് ഇറങ്ങിയ ഖുർആൻ വചനം തലമുറ കൈമാറി ന്യായീകരിച്ചും വെളുപ്പിച്ചും പുട്ടിയടിച്ചും വന്നുകൊണ്ടിരുന്ന ഖുർആൻ വചനം അന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് ഇപ്പം പറഞ്ഞു കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹം ഇപ്പം പറഞ്ഞത് എന്താ, ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്ന്. 2021 പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. 2021 എന്താ പറഞ്ഞത് നമുക്ക് കേൾക്കണ്ടേ? അതുകൂടി കേൾക്കാം. അതിനു മുൻപ് ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ഈ പറയുന്നത് കളവാണ് എന്നും ഇത് യുദ്ധ സന്ദർഭമല്ല എന്നും നമ്മൾ പറഞ്ഞു. ഏതാണ് യുദ്ധം എന്ന് നമ്മൾ ചോദിച്ചു. ആ ഭാഗം കൂടി കേട്ടോളൂ. സൂറത്തു തൗബയുടെ പശ്ചാത്തലം. ഏത് യുദ്ധം? മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് പിന്നെയും മക്കാരോട് മുഹമ്മദ് നബി നടത്തിയിട്ടുള്ള യുദ്ധം ഏത് യുദ്ധമാണ് എന്ന് വിശ്വാസികൾ ഒറ്റത്തവണ മൗലിയാരോട് ചോദിച്ചാൽ പിന്നെ യുദ്ധ സന്ദർഭം എന്ന് പറഞ്ഞ സൂറത്തു തൗബയിലേക്ക് വരില്ല. മക്കം ഫത്ഹ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വർഷം നടക്കുന്ന ഹജ്ജ്, ആ ഹജ്ജിന് ഹാജിമാരുടെ നേതാവായി പോയ അബൂബക്കർ മക്കം വിട്ട് മദീന വിട്ട് മക്കയിലേക്ക് ഹജ്ജിന് പോയി. അതിനുശേഷം അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ വചനം, ആ ഖുർആൻ വചനവും അതിന്റെ പ്രഖ്യാപനത്തിനുമായി മരുമകൻ അലിയെ പറഞ്ഞയക്കുന്ന മുഹമ്മദ്. എവിടെ യുദ്ധം? ഏത് യുദ്ധം? ഇങ്ങനെ നമ്മളൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ തന്നെ അബ്ദുള്ള അബ്ബാസിന് അക്കിടി പറ്റി. കാരണം കൃത്യമായിരുന്നു ചോദ്യം. മക്കം ഫത്ഹിന് ശേഷം ഏത് യുദ്ധം? ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ ഉത്തരമില്ല. അതുകൊണ്ട് സൂറത്തു തൗബയുടെ പശ്ചാത്തലം വിശദീകരിക്കുന്നിടത്ത് സൂറത്തു തൗബയുടെ പശ്ചാത്തലം വിശദീകരിച്ചപ്പോൾ അത് യുദ്ധ സന്ദർഭമാണ് എന്ന് പറഞ്ഞത് അത് മാറിപ്പോയതാണ്, മാനുഷികമായ ഒരു പിഴവ് പറ്റിയതാണ് എന്ന് പറഞ്ഞു. ഇവിടെ നിന്നാണ് അബ്ദുള്ള അബ്ബാസിൽ ഓട്ടം തുടങ്ങിയത് എന്ന്, വന്ന വഴി മറക്കരുത് എന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അബ്ദുള്ള അബ്ബാസിന്റെ ഓട്ടം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും കാണിക്കുന്നത്. അപ്പൊ അബ്ദുള്ള അബ്ബാസിൽ മലക്കം മറിഞ്ഞു. അബ്ദുള്ള അബ്ബാസ് പറഞ്ഞു മാനുഷികമായ എറർ സംഭവിച്ചതാണ് എന്ന്. കേട്ടോളൂ. അതില് പറഞ്ഞെന്താ വെച്ചാൽ ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞെടുത്ത് പിന്നെ നമ്മൾ വലിയ കളവ് നടക്കും. അവിടെ സംഭവിച്ചെന്താ ചോദിച്ചാൽ വളരെ കൃത്യമായി എന്താ സംഭവിച്ചെന്ന് നമുക്ക് 2 ആയത്തുകളിലാണ് ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന കാര്യം കാണാൻ സാധിക്കുന്നത്. ഒന്ന് സൂറത്തു തൗബയിലാണ്, അതേപോലെ തന്നെ രണ്ടാമത്തത് സൂറത്തുൽ ബഖറയിലുള്ള 191 ആയത്തിലാണ്. 2 സ്ഥലങ്ങളിൽ ഈ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ള പദപ്രയോഗമുണ്ട്. അതില് സൂറത്തുൽ ബഖറയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. തൊട്ടു മുമ്പുള്ള ആയത്തുകൾ വായിച്ചാൽ മനസ്സിലാകും. ഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലു, അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. തൊട്ടടുത്ത വാചകമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. വഖ്തുലു ഹൈസു സഖിഫ്തുമുഹും, അതായത് നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുക. ആ യുദ്ധകളത്തിൽ വെച്ച് നിങ്ങളെ കണ്ടെടുത്ത് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ശത്രുവിനെ കണ്ടാൽ കൊല്ലുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ അവർ നിങ്ങളെ പുറത്താക്കി എടുത്ത് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു എന്ന രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു യുദ്ധ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടെടുത്ത് വെച്ച് എതിരാളിയെ കൊല്ലുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പറയുന്നതിന് കൂടെ ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് സംഭവിച്ചൊരു അബദ്ധം എന്നുള്ളത് തന്നെ വേണം പറയാം. പിന്നെ സൂറത്ത് തൗബയിലും ഇതേ രൂപത്തിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ യുദ്ധം നിഷിദ്ധമാക്കിയപ്പെട്ട 4 മാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഇതും മിക്സ് ആയി പോയി. ഞാൻ പറഞ്ഞപ്പോൾ അത് മിക്സ് ആയി പോയി എന്നുള്ളതാണ്. അതൊരു അബദ്ധം തന്നെയാണ്, മാനസികമായി പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ്. സൂറത്തുൽ ബഖറയിലുള്ളത് ഈ പറഞ്ഞ പോലെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ സൂറത്ത് തൗബയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കരാറ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തൗബയിലുള്ള ആയത്ത്. കരാറ് ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തൗബയിലുള്ളത്. അതേപോലെ തന്നെ യുദ്ധക്കളത്തിൽ വെച്ചിട്ടുള്ളതാണ് ബഖറയിലുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ന്യായവാദവുമായിട്ട് അബ്ദുള്ള അബ്ബാസിൽ രംഗപ്രവേശം ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറുമ്പിൻ കൂട് തേടിപ്പോകുന്നതും തോട്ടത്തിൽ പോയി മുളയുന്നതും ഒക്കെ. അബ്ദുള്ള അബ്ബാസിൽ എങ്ങനെയാണ് തോട്ടത്തിലെത്തിയെന്ന് പറയാതെ നമുക്ക് തോട്ടത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്, ചുരുക്കി പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞു യുദ്ധ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിലാണെന്ന്. അത് നമ്മൾ ഏത് യുദ്ധം എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അത് യുദ്ധ സന്ദർഭമല്ല, അത് മാനുഷികമായ എറർ പറ്റിയതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് 291 സൂറത്തുൽ തൗബയിലും അങ്ങനെ ഒരു വചനം ഉണ്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഞാനത് പറഞ്ഞപ്പോൾ 2 കൂടി മിക്സ് ആയി പോയതാണ് എന്ന് പറഞ്ഞു. മാനുഷികമായ എറർ എന്ന് പറഞ്ഞു. മാനുഷികമായ എറർ അല്ലേ, സമ്മതിച്ചു കൊടുക്കാം.
പക്ഷെ ഇത് അബ്ദുൽ അബ്ബാസിന് മാത്രം സംഭവിക്കുന്ന മാനുഷികമായ എറർ അല്ല എന്നും ലോകത്തെല്ലായിടത്തുമുള്ള ദഅ്വ പ്രവർത്തകർ കാണിക്കുന്ന കള്ളക്കാപട്യമാണ് എന്നും നമ്മൾ തുറന്നു കാണിക്കുകയും തെളിവുകൾ നിരത്തുകയും അതിനും മുകളിൽ ഏതാണ് ആ കരാറ് എന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്തു. അത് നമ്മളെ ഷുക്കൂർ വരിക്കോടിന് ചോദിച്ച കരാറല്ല കേട്ടോ. സൂറത്തു തൗബയിലെ 5-ാം വചനം അവതരിക്കാൻ ഇടയാക്കിയ പശ്ചാത്തലം ഹുദൈബിയ സന്ധിക്ക് ശേഷം മക്കം ഫത്ഹിന് ശേഷം മക്കക്കാരുമായി ഉണ്ടാക്കിയ ഏത് കരാറിന്റെ ഏത് വ്യവസ്ഥ ലംഘിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സൂറത്തു തൗബയിൽ ഈ യുദ്ധസന്ദർഭം കരാർ ലംഘനമാക്കിയപ്പോൾ ഏത് കരാറ് എന്ന് നമ്മൾ ഇവിടെ ചോദിക്കുന്നു. പകരം യുദ്ധസന്ദർഭം കിടക്കുന്നത് 291 എന്ന് പറഞ്ഞപ്പോൾ 291 അവതരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് യുദ്ധക്കളത്തിലായിരുന്നു മുഹമ്മദും കൂട്ടരും ഉണ്ടായിരുന്നത് എന്ന ചോദ്യം. അപ്പോൾ ആദ്യം ഒരു നുണ, അത് പിടിക്കപ്പെട്ടപ്പോൾ മറ്റൊരു നുണ, അബദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കാൻ വേണ്ടി വന്നിട്ട് അതിന്റെ മുകളിൽ വേറെ ഒരു നുണ, ഇതെല്ലാം പൊളിഞ്ഞ് പാളീസായപ്പോഴാണ് അബ്ദുൽ അബ്ബാസിൽ ഉറുമ്പിൻ കൂട് വഴി തോട്ടത്തിലേക്ക് കയറിയത്. അന്ന് നമ്മൾ തെളിവുകളും കൂടി കണ്ടോളൂ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9:5 ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി അപ്പൊ ഇത് 9:5 സൂറത്തു തൗബയിലെ 5-ാം വചനമാണ് ആർ വി ബാബു ഉദ്ധരിക്കുന്നത്. ഇതേ വീഡിയോക്ക്, ഈ ഒരൊറ്റ വീഡിയോക്ക് ആർ വി ബാബു സംസാരിക്കുന്ന അതേ വേദിയിലിരുന്ന് അലിയാർ കാസിമി പറയുന്ന ഭാഗവും ആ വീഡിയോ കേൾപ്പിച്ചുകൊണ്ട് എം അക്ബർ പറയുന്ന ഭാഗവും കൂടി കേട്ടോളൂ. അബ്ദുൽ അബ്ബാസിനെ പറ്റിയ അബദ്ധം നമുക്കൊന്ന് കാണാം. ഈ നിലയിൽ അവരെ ഏറ്റുമുട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരോട് എന്നാലും പവിത്രമായ 4 മാസങ്ങളിൽ ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ആ 4 മാസം പിന്നിട്ടാൽ അത് ആ പവിത്രത ഞങ്ങൾക്ക് അപ്പോഴുമുണ്ട്. അദ്ദേഹം അംഗീകരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയല്ല. അദ്ദേഹം അംഗീകരിച്ച പിന്നെ അദ്ദേഹം BJP-യുടെ വക്താവാകുമോ? ആകാൻ പറ്റില്ല. അദ്ദേഹം ആരാകണമെന്ന് നമുക്കറിയാം. പോട്ടെ, അദ്ദേഹം അംഗീകരിക്കണ്ട. പക്ഷെ അത് കഴിഞ്ഞാൽ മാത്രം അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടുപുറകെ ഈ പറഞ്ഞത്, അവിടെ നിങ്ങൾ അതിരുവിടരുത്, അവർ അക്രമം നിർത്തിയാൽ ഫലാ ഉദ്വാന, ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിനെടുത്ത് തരാം, ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്ന്. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9 ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അലിയാർ കാസിമി പറയുന്നത് അങ്ങനെ ആ വായത്ത് കഴിഞ്ഞിട്ടാണ്, ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുക എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചയിലാണ് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഇത് എടുത്ത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കൺകെട്ട് കാണിച്ച് ആളുകളെ പറ്റിച്ച് മനുഷ്യരെ കബളിപ്പിച്ച് വഞ്ചിച്ച് ആത്മവഞ്ചന നടത്തി മുസ്ലിങ്ങളായ സാധാരണ വിശ്വാസികളെ പോലും കബളിപ്പിക്കുന്ന നിലപാടാണ് അലിയാർ കാസിമി അവിടെ സ്വീകരിച്ചത്. അവിടെ തൗബയിലെ 5-ാം വചനത്തിന് തൊട്ടടുത്ത വചനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓതിയത് സൂറത്തുൽ ബഖറയിലെ ചില വചനങ്ങളാണ്. 190, 192 ഒക്കെയാണ്. ഈ കാപട്യം അലിയാർ കാസിമിക്ക് മാത്രമുള്ളതാണോ? അബ്ദുൽ അബ്ബാസിന് അബദ്ധം സംഭവിച്ചതാണോ? ഒന്നുകൂടി കേട്ടോളി. ബാക്കി അടുത്തയാള്. ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9:5 ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി യുദ്ധ സന്ദർഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ വചനം തന്നെ നോക്കുക. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വചനം. ആ 191-ാമത്തെ വചനം പറയുന്നു, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഖ്റുജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങൾ തീർച്ചയായും അവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം, അതേപോലെ തന്നെ അവർ നിങ്ങളെ പുറത്താക്കിയതുപോലെ അവരെ നിങ്ങളും പുറത്താക്കണം, കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന ഖുർആനിലെ കൽപ്പനയുണ്ട്. ഇവിടെയും 9:5 എന്ന് കൃത്യമായി വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന വീഡിയോയ്ക്ക് മറുപടി പറയാൻ വേണ്ടി മൈക്കെടുത്തതിന് ശേഷം അലിയാർ കാസിമി അതേ വേദിയിൽ കളവ് പറയുന്നു, കാപട്യം കാണിക്കുന്നു. എം അക്ബർ മറ്റൊരു വേദിയിൽ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഈ ആർ വി ബാബുവിന്റെ ഭാഗം കേൾപ്പിച്ചതിന് ശേഷം 5-10 മിനിറ്റ് മറ്റെന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് അവസാനം ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് 9:5 മാറിപ്പോയി കണ്ടെത്തിയിടത്ത് വെച്ച് കൊല്ലണം എന്നത് മാത്രമാക്കി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക്
മനഃപൂർവ്വമായി 291 എടുത്തു പ്രയോഗിക്കുന്നു. ഇവിടെ അലിയാർ കാസിമിക്ക് പറ്റിയതും MM അക്ബറിന് പറ്റിയതും അബദ്ധമാണോ, കാപട്യമാണോ, കളവ് പറഞ്ഞതാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇത് വെച്ചിട്ട് വേണം അബ്ദുള്ള ബാസിലിന്റെ കാപട്യമാണോ, കളവ് പറഞ്ഞതാണോ, സൂറത്തു തൗബയിൽ കുരുങ്ങിയത് അബ്ദുള്ള ബാസിലാണോ, ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി സൂറത്തു തൗബയെ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി എന്നതിനാലാണോ അബ്ദുള്ള ബാസിൽ തോട്ടത്തിലോട്ട് ഓടിയത് എന്ന് വിശ്വാസികൾ ചിന്തിക്കാനാണ്. വിശ്വാസികൾ ചിന്തിക്കാൻ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് പോകുന്നത്. വിഷയത്തിലേക്ക് വരും. വിഷയത്തിലേക്ക് വന്നാൽ വിഷയത്തിന് വേഗം പോകൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിലർ കമന്റ് ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് എണ്ണി എന്തൊക്കെയാണ് എനിക്കെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആരോപണം, ഞാൻ നുണ പറഞ്ഞു എന്നും ഞാൻ വാക്ക് മാറ്റിയെന്നാണ്. കൂടുതലായിട്ട് നുണ പറഞ്ഞു എന്നല്ല, വാക്ക് മാറ്റി പറഞ്ഞു എന്നാണ്. അത് പൊളിച്ചിട്ടേ ഇന്ന് പോകുള്ളൂ. അതുകൊണ്ട് അധികം സമയമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് അബ്ദുള്ള ബാസിൽ തോട്ടത്തിലേക്ക് ഓടിയത്. ഇനി നമുക്ക് അബ്ദുള്ള ബാസിലിന് അബദ്ധം പറ്റിയ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ പോലും നമ്മൾ അബ്ദുള്ള ബാസിൽ അബദ്ധം പറ്റിയതാണ് എന്ന് വേണമെങ്കിൽ മാനുഷികമായിട്ടൊരു എറവറല്ലേ എന്ന് സമ്മതിച്ചു കൊടുക്കാം. അത് വേണേ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഒന്നാമതായി പറയുന്നത്, പക്ഷേ കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഏതാണ് ആ സൂക്തം? സൂറത്ത് തൗബയിലാണ് ആ ആയത്തുള്ളത്. ആ തൗബ എന്ന് പറയുന്ന സൂറത്ത് തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആ കരാർ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം ഇസ്ലാമിൽ യുദ്ധം വിലക്കപ്പെട്ട ഒരു മാസങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് യുദ്ധക്കളത്തിൽ കാഫിറുകളായിട്ടുള്ള, അതായത് തന്റെ എതിർഭാഗത്ത് വരുന്ന ആ ഒരു യുദ്ധത്തിൽ വരുന്നത് കാഫിറുകളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ കാഫിറുകളായ യുദ്ധമുഖത്ത് തന്റെ എതിർഭാഗത്തുള്ള ആളുകളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക. ഇനി ഇതാണ് ആ ആയത്ത്. ഇത് ഓർക്കണം, ഇത് 3 വർഷം മുൻപ് 2021 ജൂലൈയിൽ ക്ലബ് ഹൗസിൽ നടന്ന ഒരു പരിപാടി അവരുടെ ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ ടൈറ്റിൽ വേറെയാണ്. ടൈറ്റിൽ തന്നെ സംസാരിക്കണം എന്ന് നിലവിളിക്കണ്ട. അപ്പോൾ ഈ വീഡിയോയിൽ അബ്ദുള്ള ബാസിൽ പറയുന്നത് എന്താണെന്നറിയോ? കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നു കളയണം എന്ന ഖുർആൻ വചനം വിമർശന വിധേയമാക്കിയപ്പോൾ അതിന് മറുപടി പറയാൻ എഴുന്നേറ്റ് നിന്ന ബാസില് വിമർശകനോട് പറയാണ്, അതേതാ വചനം നിങ്ങൾക്ക് അറിയോ? അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞോളി. അപ്പൊ അബ്ദുള്ള ബാസിൽ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അത് സൂറത്തു തൗബയിലെ 5-ാം വചനമാണ്. എന്ന് മാത്രമല്ല, അത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്, യുദ്ധക്കളത്തിൽ ഇറങ്ങിയതാണ്. ഇതല്ലേ വിമർശകരുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട് പോഡ്കാസ്റ്റ് ചെയ്തിട്ട് അബ്ദുള്ള ബാസിൽ പറഞ്ഞത്? ഇത് നുണയാണ്. നിങ്ങൾ പോഡ്കാസ്റ്റിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞു, ഒന്നുകൂടി കേൾക്കും. മറുപടി പിന്നെയും കേൾപ്പിച്ച് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന പരിപാടിയല്ലേ ഇത്? 15 സെക്കൻഡ് അബ്ദുള്ള ബാസിൽ ചെയ്യുന്ന ആ കൺകെട്ട് പരിപാടിയല്ലേ ഇത്? അബ്ദുള്ള ബാസിലിന്റെ തൊലി ഉരിഞ്ഞു മുന്നിൽ നിർത്തുകയാണ്. അബ്ദുള്ള ബാസിലിന്റെ മുഖം മൂടി അൺമാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അൺമാസ്കിംഗ്, ഇങ്ങനെ അൺമാസ്ക് ചെയ്യുക. 10 സെക്കൻഡ് ഇവിടുന്ന് അടർത്തിയെടുത്തിട്ടല്ല, അപ്പുറത്തും ഇപ്പുറത്തും മിക്സ് ചെയ്ത് കേൾപ്പിച്ചിട്ടല്ല. പറഞ്ഞ വാചകത്തിൽ അബ്ദുള്ള ബാസിൽ എന്താണ് പോഡ്കാസ്റ്റിൽ വിമർശകരുടെ വർത്തമാനത്തിൽ അബ്ദുള്ള ബാസ് സൂറത്തു തൗബയിൽ യുദ്ധ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അബ്ദുള്ള ബാസിൽ പറഞ്ഞ എന്താ? സൂറത്ത് എന്താ പറയാ, കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക എന്ന ഖുർആൻ വചനം ഏതായത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് 2021 അബ്ദുള്ള ബാസിൽ പറഞ്ഞത് സൂറത്തു തൗബയാണ്, യുദ്ധ സന്ദർഭമാണ്, യുദ്ധക്കളത്തിലാണ്. ഇപ്പോഴോ? അപ്പൊ അത് പറയുന്നതിന്റെ കൂടെ ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് സംഭവിച്ചൊരു അബദ്ധം എന്നുള്ളത് തന്നെ വേണം പറയാം. സൂറത്ത് തൗബയിലും ഇതേ രൂപത്തിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ യുദ്ധം നിഷിദ്ധമാക്കിയപ്പെട്ട 4 മാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഇതും മിക്സ് ആയി പോയി. ഞാൻ പറഞ്ഞപ്പോൾ അത് മിക്സ് ആയി പോയി എന്നുള്ളതാണ്. അതൊരു അബദ്ധം തന്നെയാണ്, മാനസികമായി പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ്. സൂറത്തുൽ ബഖറയിലുള്ളത് ഈ പറഞ്ഞ പോലെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ സൂറത്ത് തൗബയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കരാറ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തൗബയിലുള്ള ആയത്ത്. കരാറ് ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തൗബയിലുള്ളത്. അതേപോലെ തന്നെ യുദ്ധക്കളത്തിൽ വെച്ചിട്ടുള്ളതാണ് ബഖറയിലുള്ളത്. ഏത് യുദ്ധം, ഏത് കരാറ് അബ്ദുള്ള ബാസിൽ പറയണം? അത് യുദ്ധ സന്ദർഭമായിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, കരാർ ലംഘനമാണെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇത് രണ്ടും ഏതാണ് എന്ന് പറയാൻ അബ്ദുള്ള ബാസിലിന് ബാധ്യതയുണ്ട്. ഞാൻ അബ്ദുള്ള ബാസിനെ വെല്ലുവിളിക്കുന്നു. സൂറത്തു തൗബയുടെ പശ്ചാത്തലം യുദ്ധ സന്ദർഭവുമല്ല, കരാർ ലംഘനവും അല്ല. പിന്നെയോ ഇസ്ലാമിന് ശക്തി കൈവന്നപ്പോൾ ഇസ്ലാം അതിനു മുൻപേ തന്നെ കീഴടക്കപ്പെട്ട പ്രദേശത്ത്
മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യർക്ക് അവിടെ വസിക്കാൻ അനുവാദം നിഷേധിച്ചുകൊണ്ടും അവരുടെ ആരാധനാലയവും അവരുടെ ആ പ്രദേശത്തിൻ്റെ ഭരണ നിയന്ത്രണവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അമുസ്ലിങ്ങളായ ആളുകൾക്ക് അവിടെ ജീവിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുകയും അവിടെ ജീവിക്കണമെങ്കിൽ മുസ്ലിം ആകണം എന്ന ഫാസിസം നടപ്പിലാക്കുകയും അവരുടെ ആരാധനാലയം പിടിച്ചെടുക്കുകയും അവർ വർഷങ്ങളായി പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളായി ആരാധന അർപ്പിച്ചു വന്നിരുന്ന ആരാധനാലയത്തിലേക്ക് പിന്നീട് അങ്ങോട്ട് ആളുകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് ഫാസിസത്തിന്റെ, ഇസ്ലാമിക ഫാസിസത്തിന്റെ കറുത്ത കൊടി കഅബയിൽ നാട്ടുന്ന പരിപാടിയായിരുന്നു സൂറത്തു തൗബയിലെ 5-ാം വചനം. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ പറ, ഏത് യുദ്ധ സന്ദർഭം, ഏത് കരാർ ലംഘനം? അബ്ദുള്ള ബാസിലിന് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അടി വെക്കാൻ കഴിയാത്ത അവസ്ഥയിലുണ്ടായി. അപ്പൊ ഞാൻ നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് മറുപരിപാടി തുടങ്ങാൻ ശ്രമിച്ചു. എന്നിട്ട് അബ്ദുള്ള ബാസിൽ ഉറുമ്പിൻ കൂട്ടിലെ ഹദീസ് എടുത്തുകൊണ്ടുവന്നു. അതായിരുന്നു ശരിക്കും നാക്കുപിഴ. ആ നാക്കുപിഴയെ 3 പേർ വട്ടത്തിലിരുന്ന് പരിഹസിച്ച് ചിരിച്ച് ആഘോഷിച്ചു. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും കിട്ടിയോ? അവിടെയും പിടിവള്ളിയില്ലാണ്ട് പോയി. അതിന് കൃത്യമായ മറുപടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് നബി ഇത്തിരി നാറിയാലും കുഴപ്പമില്ല, തൗബയിലെ നാറ്റത്തിൽ നിന്ന് ഒന്ന് ഇസ്ലാമിനെ രക്ഷിച്ചില്ലെങ്കിൽ, സ്വന്തം ശരീരത്തെ അവിടെ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ ശരിയാവൂല എന്ന് ബാസിലിന് തോന്നുകയും ബാസില് മുഹമ്മദിന്റെ മുത്ആ കല്യാണത്തിന്റെ മറ പിടിച്ച് മൈപ്പല നേരത്ത് അന്യ പെണ്ണിനെ തോട്ടത്തിലേക്ക് വില പറഞ്ഞുറപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ ചെന്ന് തേപ്പും കിട്ടി തിരിച്ചു വന്ന ഇളിഭ്യമായ കഥ ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അത് വിമർശകർ പറയുന്നതിന് മറുപടി പറഞ്ഞുതരാം എന്നും പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധ തോട്ടത്തിലോട്ട് കൊണ്ടുപോയത്. ആ തോട്ടത്തിലാണ് ഇപ്പോൾ അബ്ദുള്ള ബാസിലുള്ളത്. ആ തോട്ടത്തിൽ നിന്നുകൊണ്ട് അബ്ദുള്ള ബാസിൽ പറഞ്ഞ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള ബാസിൽ ഞാൻ കളവ് പറഞ്ഞു എന്നും അബ്ദുള്ള ബാസിൽ ഞാൻ പറഞ്ഞ വാദങ്ങൾ അബ്ദുള്ള ബാസിൽ ഓരോരോ നുണകൾ പിടിച്ചപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് മാറ്റി പറഞ്ഞു എന്നും അബ്ദുള്ള ബാസിൽ പറഞ്ഞോടെ തന്നെ നിൽക്കുകയാണ് എന്നും നുണ പറഞ്ഞ ഞാൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും അബ്ദുള്ള ബാസിൽ വീരസ്യം പറയുന്നു. അബ്ദുള്ള ബാസിലിനോട് ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചു, അബ്ദുള്ള ബാസിലെ ഞാൻ പറഞ്ഞു ഒരു നുണ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അബ്ദുള്ള ബാസിൽ ആംബിയർ ഇല്ല, ആർജവമില്ല. അബ്ദുള്ള ബാസിലെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചു. അബ്ദുള്ള ബാസിൽ MM അക്ബർ മലപ്പുറം സംവാദത്തിന് മുൻപ് കാണിച്ച തരികിട കാണിച്ചു, ആളുകളെ പറ്റിച്ചു. അത് വിശ്വസിച്ച് വെള്ളം തൊടാതെ വിഴുങ്ങിയിരിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലും വരും. അപ്പോ ഇത്ര നേരം കണ്ടതിൽ നിന്ന് സൂറത്തു തൗബയുടെ വിഷയത്തിൽ അബ്ദുള്ള ബാസിലിനെ പറ്റിയത് അബദ്ധമായിരുന്നോ, തരികിടയായിരുന്നോ, കളവും കാപട്യവുമായിരുന്നോ, ആത്മാർത്ഥതയില്ലായ്മയായിരുന്നോ, വിശ്വാസികളെയും ഇതര മതസ്ഥരെയും വഞ്ചിക്കലായിരുന്നോ എന്ന് ഓരോ വിശ്വാസിയും സ്വന്തത്തോട് ചോദിക്കുക. അബ്ദുള്ള ബാസിനോട് പോയി ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടത്തിലോട്ട് കയറും. സൂറത്തു തൗബയാണ്. തീരുമാനമാകണം. കേരളക്കരയിലാകെ നിങ്ങൾ പാടി നടന്നത് യുദ്ധ സന്ദർഭം, യുദ്ധക്കളം എന്നാണ്. അത് സംഘടനാ വ്യത്യാസമില്ലാത്ത എല്ലാ മൗലവിമാരും വാദിച്ചത് അത് തന്നെയാണ്. അവർ പറയണം ഏത് യുദ്ധം, ഏത് കരാർ. പറയാതെ അബ്ദുള്ള ബാസിലിന് ഒരു തോട്ടത്തിലും രക്ഷയില്ല. ഇപ്പോഴുള്ള ജൗനിന്റെ തോട്ടം, അവിടെ നിന്ന് അബ്ദുള്ള ബാസിലിനെ കുത്തി പുറത്തിടാനാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് തോട്ടത്തിലേക്ക് പോവാം. ഒന്നാമതായി പറയുന്നത് കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഏതാണ് സൂക്തം? സൂറത്ത് തൗബയിലാണ് ആ ആയത്തുള്ളത്. ആ തൗബ എന്ന് പറയുന്ന സൂറത്ത് തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആ കരാർ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇസ്ലാമിൽ യുദ്ധം വിലക്കപ്പെട്ട ഒരു മാസങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് യുദ്ധക്കളത്തിൽ കാഫിറുകളായിട്ടുള്ള, അതായത് തന്റെ എതിർഭാഗത്ത് വരുന്ന ആ ഒരു യുദ്ധത്തിൽ വരുന്നത് കാഫിറുകളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ കാഫിറുകളായ യുദ്ധമുഖത്ത് തന്റെ എതിർഭാഗത്തുള്ള ആളുകളെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക. ഇനി ഇതാണ് ആ ആയത്ത്. ഇപ്പൊ മനസ്സിലായല്ലോ അബ്ദുള്ള ബാസിലിനെ പറ്റിയത് അബദ്ധമായിരുന്നോ, കളവ് പറഞ്ഞതാണോ? അതാണ് നമ്മൾ ഇന്ന് വിഷയം. ഇനി ഈ നിങ്ങളിപ്പോൾ കേട്ട ക്ലബ് ഹൗസ് ചർച്ചയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഭാഗത്തു നിന്നുള്ള ഒരു പ്രസക്തമായ ഭാഗത്തിനുള്ള മറുപടി ഉണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും, എല്ലാം കൂടെ ഒന്ന് തീർക്കാൻ കഴിയില്ല. അപ്പം ഇന്ന് നമ്മൾ തോട്ടത്തിലേക്ക് മാത്രമായിട്ട് നിൽക്കുകയാണ്. തോട്ടം വിഷയത്തിൽ മുഹമ്മദിൻ്റെ ഈ ലീലാവിലാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വിമർശകർ ഉയർത്തുന്ന വിഷയങ്ങളിൽ അബ്ദുള്ള ബാസിൽ നുണകൾ ഓരോന്നും പൊളിച്ചടുക്കിയെന്നും ആ നുണകൾ പൊളിച്ചടുക്കിയപ്പോൾ വിമർശകർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ
എൻ്റെ വാദങ്ങൾ ഓരോന്നോരോന്നായി മാറ്റി പറഞ്ഞു എന്നുള്ള അബ്ദുള്ള ബാസിലിൻ്റെ ഓരോരോ നുണകളാണ് നമ്മൾ ഇന്നിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അബ്ദുള്ള ബാസിൽ പറഞ്ഞ 3 നുണകൾ, അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന 4-5 വാദങ്ങൾ, അതാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. തോട്ടം തീരുമാനമാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ അബ്ദുള്ള ബാസിൽ തുടങ്ങട്ടെ. ലോകത്തിന് മാതൃകയായിട്ടുള്ള മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂൽ ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി ഇവരുടെ യൂട്യൂബ് ചാനലുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാം വർഷങ്ങളായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നുണയായിരുന്നു നമ്മൾ പിടിച്ചത്. നമ്മൾ പറഞ്ഞു ഹദീസുകൾ ഓരോന്നായി എണ്ണമടക്കം, അല്ലെങ്കിൽ അതിന്റെ ഹദീസിന്റെ നമ്പർ അടക്കം പറഞ്ഞുകൊണ്ട് ഇന്ന ഹദീസുകളിൽ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഇത് ഏതോ ഒരു പെണ്ണല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്ത ഭാര്യയാണ് എന്ന് നമ്മൾ സമർത്ഥിച്ചു. അങ്ങനെ സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ പറ്റ ആളുകൾ പറഞ്ഞു അത് ഭാര്യ തന്നെയാണ്, അത് ഞങ്ങളും മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോയത് ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാണ്. ഇനി ഇവരിതിൽ ഒന്നും പറയാനില്ല. ഞാന് ഈന്തപ്പൻ തോട്ടത്തിലെ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇത് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മളത് പറയാതെ ഒന്നല്ല വിമർശനം നടത്തുന്നത്. താടിക്ക് പിടിച്ച് നെടുവീർപ്പിടുന്ന ബാസിലിഖാനെ നോക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ബാസിലിന്റെ അനുയായികളോട് ചോദിക്കുക, അബ്ദുള്ള ബാസിലെ നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലിയാകരുത്, നിങ്ങൾ എന്താണ് അർഹിക്കാത്ത വിജയം ആഘോഷിക്കുന്ന ഒരു മഠയനാവരുത്. നിങ്ങൾ വിജയം അഭിനയിച്ചാൽ നിങ്ങൾ വിജയമാകുമോ? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ച സംഭവമാണ്. ഈന്തപ്പനത്തോപ്പിലെ ആദ്യ രാത്രി എന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അബ്ദുള്ള ബാസിൽ എന്താ പറഞ്ഞത്? വിമർശകർ ഏതോ ഒരു പെണ്ണിനെ തോട്ടത്തേക്ക് കൊണ്ടുവന്നു എന്ന ഹദീസ് കള്ളമായി പറഞ്ഞപ്പോ, തെളിവ് സഹിതം അത് കളവാണ് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ ലിയാക്കത്ത് മാറ്റി പറഞ്ഞു. എന്താ മാറ്റി പറഞ്ഞത്? അത് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട്, അതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടാണ് വിമർശിക്കാറ്. അബ്ദുള്ള ബാസിൽ ഈ വിമർശകരുടെ വർത്തമാനം കഴിഞ്ഞ് ഞാൻ ഈ ഒരു സംഭവം ഈ അബ്ദുള്ള ബാസിൽ ഇത് നുണ പിടിച്ചു എന്ന ഈ പച്ച നുണ പറഞ്ഞതിന് ശേഷമാണോ അബ്ദുള്ള ബാസിലെ ഞാൻ ഈ വീഡിയോ ചെയ്തത്? 2 കാര്യങ്ങൾ ഇവിടെ പറയണം. ഒന്ന്, വിമർശകർ പറയുന്ന 52, 55 എന്ന ഹദീസ്, അതിൽ ഒരു കള്ളവും വെള്ളവും ചേർക്കാതെയാണ് വിമർശകർ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. ഏതോ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിക്ക് മുഹമ്മദ് ആരാണ് എന്ന് തിരിച്ചറിയുമായിരുന്നില്ല എന്നും മുഹമ്മദുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു എന്നും ഹദീസിലുണ്ട്. ആ ഹദീസ് വായിക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ രാത്രി തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു, മുഹമ്മദ് അവിടെ ചെല്ലുന്നു, അന്ന ശരീരം എനിക്ക് താന്ന് പറയുന്നു, അങ്ങാടി പയ്യന് ശരീരം തരാൻ പറ്റില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നിൽ നിന്ന് അല്ലാഹുവിൽ അഭയം തേടുന്നു എന്ന് പറയുന്നു, ഉടുപ്പ് കൊടുത്ത് പറഞ്ഞയക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, സമ്മാനങ്ങൾ കൊടുത്ത് പാരിതോഷികങ്ങൾ കൊടുത്ത് സന്തോഷമായി മുഹമ്മദ് ആ പെൺകുട്ടിയെ യാത്രയാക്കുന്നു. ഇതാണ് ഹദീസിലുള്ളത്. ആ ഹദീസിൽ അത് കളവാണ് എന്ന് സ്ഥാപിക്കാൻ വേറെ ഹദീസ് ഉണ്ട് എന്നാണ് അബ്ദുള്ള ബാസിലിന്റെ വാദം. അപ്പൊ അത് നമുക്ക് വിശദമായിട്ട് അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ അതിനിടയിൽ വലിയൊരു അവകാശവാദം വെച്ചത് ഞാൻ ഈ വീഡിയോ ചെയ്തതും ഈ അഭിപ്രായം പറഞ്ഞതും അബ്ദുള്ള ബാസിൽ ഈ നുണ പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ നുണ പിടിച്ചപ്പോഴാണ് എന്നാണ്. ശുദ്ധമായ കാപട്യമല്ലേ, നുണയല്ലേ അബ്ദുള്ള ബാസിൽ പറഞ്ഞത്? അബ്ദുള്ള ബാസിൽ ഈ വീഡിയോ ചെയ്യുന്നതും ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതും 2024 ഒരു 1.5 മാസമായിട്ടല്ലേ ഉള്ളൂ. ലിയാഖത്ത് അലി വീഡിയോ ചെയ്തത് എന്നാണ് എന്ന് കണ്ണുള്ളവർക്ക് ഈ സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, ആ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഉണ്ട്, അവിടെ നിങ്ങൾ പോയി നോക്കുക. 2022 ഞാൻ ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ നോക്കൂ, ഈന്തപ്പനത്തോപ്പിൽ ഒരാദ്യ രാത്രി. എന്ന് മാത്രമല്ല, അശ്ലീല ഹദീസുകൾക്ക് ആധുനിക പുട്ടി എന്ന് പറഞ്ഞിട്ട് ഹദീസ് വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് പുട്ടിയടിക്കാൻ വേണ്ടി ഇവരെഴുതി കൂട്ടിയുണ്ടാക്കിയ ഒരു പുസ്തകമുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന് പറഞ്ഞിട്ട്. ആ ഹദീസിലെ ഇത്തരം വൃത്തികെട്ട ഹദീസുകൾക്ക് ന്യായീകരണം ചമച്ചുകൊണ്ട് അവരെഴുതിയ പുസ്തകത്തെ പരിശോധിക്കുന്ന ഒരു പരമ്പര നമ്മൾ ചെയ്തിരുന്നു, അശ്ലീല ഹദീസുകൾക്ക് ആധുനിക പുട്ടി എന്ന പേരിൽ. അതിൽ അവരുന്നയിക്കുന്ന വാദഗതികൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് അതിൻ്റെ പരിഹാസ്യത ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പരിപാടിയായിരുന്നു അത്. ആ പരിപാടിയിൽ ഇവർ ഇതിന് തെളിവായി വെക്കുന്ന ഹദീസ്, തൊട്ടടുത്ത ഹദീസിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന വാദം, ആ വാദമൊക്കെ നമ്മൾ അതിന് മുൻപേ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഒരു ഹദീസിലുണ്ട് എന്നതുകൊണ്ട് ഈ 52, 55 ഹദീസിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യം വസ്തുതകൾ നിരത്തിക്കൊണ്ട് അതേ വീഡിയോയിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, ഹദീസിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നു എന്നുള്ള ഹദീസ് വേറെയുണ്ട്, ഹദീസിൽ അങ്ങനെ എഴുതിയ ഹദീസുകളുണ്ട്. പക്ഷെ അത് ഈ വിമർശിക്കപ്പെടുന്ന ഹദീസിനെ നിരാകരിക്കാനോ അത് കളവാണ് എന്ന് വരുത്താനോ ഉള്ള തെളിവാവുകയില്ല എന്ന് ആ വീഡിയോയിൽ 2 വർഷം മുമ്പ് ഞാൻ സമർത്ഥിച്ചു വെച്ച ഈ വിഷയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹദീസിലുണ്ട് എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കാരണം സഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസ് മാത്രം കാണാൻ നമുക്ക് നിങ്ങളുടെ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഇത് വെറും ഒരു അവകാശവാദമാണ്, ഒരു എന്താ പറയാ, വേവുന്ന പെരക്ക് ഊരുന്ന കഴുക്കോ ലാഭം എന്ന് നമ്മൾ പണ്ട് നാട്ടിൽ ചൊല്ലുണ്ട്. അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. ഇതൊക്കെ ഞാൻ കാരണമാണ് സംഭവിച്ചത് എന്ന ഒരു അല്പത്തരം അബ്ദുള്ള അബ്ബാസിൽ അവിടെ കാണിച്ചതാണ്. അത് പോട്ടെ, അതൊരു വലിയ വിഷയമാക്കണ്ട. നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം? അപ്പൊ ഒന്നാമത്തെ കഥ കഴിഞ്ഞു. രണ്ടാമത്തെ ആരോപണം, കല്യാണം കഴിഞ്ഞ് കൊണ്ടെന്നാണ് ഹദീസിലുണ്ട്. ഹദീസിലുണ്ട്, ഓക്കെ, ഹദീസിലുണ്ട് കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം, ഹദീസിലുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലെ, പോരാ. കല്യാണം കഴിഞ്ഞെന്ന് എവിടെയാ തെളിവ് എന്ന് ആരിഫ് ചോദിക്കിന് ആരിഫിന് മറുപടി പറയാം. ആരിഫിന് മറുപടി പറഞ്ഞു 5-2, 5-6, 5-2, 5-4 ഒക്കെ നമ്മൾ മറുപടി പറഞ്ഞു. പക്ഷെ പോരല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ ഹദീസ് ഉണ്ട് എന്നുള്ളതിന് നമ്മൾ തെളിവ് കൊടുത്തു. അതാണ് ഈ ആക്കത്തിന് കൊടുത്തത്, പറയുന്നില്ല. എവിടെയാ തെളിവ് എന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. അല്ല, ഇവിടെ 5-2, 5-5 എന്ന ഹദീസ് ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് ആ ഹദീസിൽ കല്യാണം കഴിഞ്ഞു എന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ ഹദീസിനെ സാധൂകരിക്കാൻ വേറെ ഹദീസ് ഉണ്ടോ? ഇതാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം പറയാം 5-2, 5-4 5-2, 5-6 അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 5-4, 5-2, 5-4 5-2, 5-6 വെച്ചിട്ട് 5-2, 5-5 എന്ന ഹദീസിനെ ന്യായീകരിക്കാൻ കഴിയുമോ? നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, കഴിയില്ല. എങ്കിലും അബ്ദുള്ള അബ്ബാസിൽ ഇവിടെ മുതൽ അങ്ങോട്ട് കുറെ പരിഹാസച്ചിരികളിലൂടെ, കുറെ ഉരുണ്ടുമറിച്ചലുകളിലൂടെ ജാള്യത മറക്കാൻ ശ്രമിക്കുന്ന രംഗമാണ്. അത് കേവലമായ പരിഹാസത്തിനപ്പുറത്തേക്ക് അതിനകത്ത് അബ്ദുള്ള അബ്ബാസിന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ കലാപരിപാടിയെ ന്യായീകരിക്കാൻ കഴിയുമോ? ഇല്ല. അത് ശരി, ഹദീസ് ഉണ്ട്, കല്യാണം കഴിച്ചു എന്നുള്ള ഹദീസ് ഉണ്ട്, തെളിവുണ്ട്. പക്ഷെ പറ്റൂല. പിന്നെന്താ? അത് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. വിവാഹമാണ് സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ വിവാഹമാണെന്ന് ഹദീസ് ഉണ്ട്, പക്ഷെ വിവാഹമാണെന്ന് സ്ഥാപിക്കാൻ പറ്റൂല. അത് ശരി, അത് വല്ലാത്തൊരു കാര്യമാണ്. പുതിയ പെർസ്പെക്റ്റീവ് ആണോ? ബാക്കി കേട്ട അത് വിവാഹമാണോ? അല്ല. അത് ശരി, വിവാഹമല്ല. അപ്പൊ വിവാഹമാണെന്ന് ഹദീസ് ഉണ്ട്, വിവാഹമാണോ? അല്ല. ഇനി സംശയം ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ട്. ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അപ്പൊ തെളിവുണ്ട്, ഹദീസിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെന്താ പ്രശ്നം? എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുള്ളതൊക്കെ ശരിയാവോ? അത് ശരി. അപ്പൊ ഹദീസിലുണ്ട്, ഹദീസിൽ ചിരിച്ചാ പോരല്ലോ അബ്ദുള്ള അബ്ബാസിലെ. ഹദീസിലുണ്ട്, ഹദീസിലുള്ളതൊക്കെ ശരിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഹദീസിലുണ്ട് എന്നത് കൊണ്ടൊരു കാര്യം സ്ഥാപിക്കപ്പെടുമോ? ചോദ്യമാണ് അബ്ദുള്ള അബ്ബാസിലെ. അതിന് കക്കയാണ് ഉത്തരം. ഹദീസിലുണ്ട് എന്നത് കൊണ്ടൊരു കാര്യം സ്ഥാപിക്കപ്പെടുമോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഇവിടെ കമന്റ് എഴുതുന്ന ആളുകൾ, തൊഴിലാളികൾ പറ. സഹീഹ് ബുഖാരിയിൽ ഒരു സംഭവം ഉണ്ട് എന്നതുകൊണ്ട് ആ കാര്യം സ്ഥിരീകരിക്കപ്പെടുമോ, സ്ഥാപിക്കപ്പെടുമോ, അതങ്ങനെ തന്നെ അർത്ഥമാക്കപ്പെടുമോ? പെടുവോ? ഇതല്ലേ ചോദ്യം. ഇത് ഒരു ഹദീസിൽ നിന്ന് എടുത്തുകൊണ്ടൊരു വിഷയം ഉദ്ധരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഉരുണ്ട് കളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലാതെ അകപ്പെട്ടു പോകുമ്പോൾ ഇവരെങ്ങനെയാണ് ഉരുളാനുള്ളത് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്നത്തെ ക്ലബ് ഹൗസ് വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എങ്ങനെയാണ് ഹദീസിലുള്ളതിനെ നിഷേധിക്കേണ്ടത് എന്നും ഹദീസിലുള്ള ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഒളിച്ചോടേണ്ടത് എന്നും ഹദീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരെന്തൊക്കെയാണ് കുതന്ത്രം കാണിക്കുന്നത് എന്നും ഇവരെടുത്ത് ഓൺലൈൻ സംവാദത്തിന് പോയാൽ എന്താ സംഭവിക്കുക എന്നും എല്ലാത്തിനുള്ള തെളിവാണ് ആ സാധനം. അത് നമുക്ക്
പിന്നീട് വിശദമായിട്ട് ചെയ്യാം. കാരണം അത് ഈ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഒരു ഹദീസ്, ഉസൂലുൽ ഹദീസിനെ കുറിച്ചാണ് അതിലെ തർക്കം. അത് നമുക്ക് പോകാം. ഉസൂൽ ഹദീസിലേക്ക് പോകുന്നതിന് മുൻപ് ഹദീസിനെ തള്ളാൻ ശ്രമിക്കുന്നത്, അങ്ങനെ ഗ്രന്ഥമില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്, അങ്ങനെ ഹദീസ് ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്, എന്നിട്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അറബിയിൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്, എന്നിട്ട് അതും കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ സനദിൽ എന്തോ പ്രശ്നമുണ്ട്, ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന അബ്ദുള്ള ബാസിലിന്റെയും കൂട്ടരുടെയും ഉരുണ്ടുമറിച്ചിലുകളും കാപട്യങ്ങളും തരികിടകളും ഒറ്റ ഹദീസിനെ മുൻനിർത്തി, ഹദീസിൽ സഹിഹായി വന്നിട്ടുള്ള ഒരു കാര്യത്തെ മുൻനിർത്തി, ഹദീസിൽ വാക്കർത്ഥവും ആശയവും ഒരുപോലെയുള്ള ഒരു ഹദീസിനെ മുൻനിർത്തി ഇവരോട് ചോദ്യം ചോദിച്ചാൽ ഇവരതിനു മുമ്പിൽ കുടുങ്ങിപ്പോയാൽ ഇവർ കാണിക്കുന്ന കാപട്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് വേറെ പരിശോധിക്കാം. അപ്പോൾ ഹദീസിലുള്ളത് കൊണ്ട് ഒരു കാര്യം സ്ഥിരപ്പെടുമോ? ഹദീസിലുണ്ട് എന്നതുകൊണ്ട് അതേ അർത്ഥത്തിൽ നിങ്ങൾ എല്ലാത്തിനും എടുക്കുവോ? അതിന് ഉത്തരം ഹക്കൊക്കെ എടുക്കുമെങ്കിൽ എടുക്കുന്നു പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. കമന്റിൽ എഴുതാൻ ആഗ്രഹമുള്ളവർക്ക്, ധൈര്യമുള്ളവർക്ക് എഴുതാം. സഹിഹായ ഹദീസിൽ, സഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടോ അതന്നെ ശരി, എഴുത്. ഒന്നുകൂടി കേട്ടോ. സഹീഹ് ബുഖാരിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എടുക്കുവോ? അപ്പൊ ഞാൻ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുണ്ട്. ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? അപ്പൊ തെളിവുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നെന്താ പ്രശ്നം? എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടോ? ഉണ്ട്. ഹദീസിലുള്ളതൊക്കെ ശരിയാവുമോ? അത് ശരി. അപ്പോ ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നുള്ളതിന് തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. നിങ്ങൾ ഹദീസ് കൊണ്ടെന്നാൽ ഞങ്ങളത് എടുക്കണം. ഞങ്ങൾ ഹദീസ് കൊണ്ടെന്നാൽ നിങ്ങളത് എടുക്കൂല. ഞങ്ങൾ കൊണ്ടുവന്ന ഹദീസിൽ ആ സംഭവം ഉണ്ടോ? ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ അതേ രീതിയിൽ എടുക്കൂല. അതിന് പകരം നിങ്ങൾ വേറൊരു ഹദീസ് കൊണ്ടുവന്ന് തരും. എന്നിട്ട് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ ആ ഹദീസാണ് എന്നും ആ ഹദീസ് തന്നെയാണ് ഈ ഹദീസ് എന്നും ഞങ്ങൾ സമ്മതിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ നുണ പറയുന്നവരാവും. 52, 55 ഇപ്പൊ എടുത്ത് പരിശോധിക്ക്. വിമർശകർ പറയുന്നത് ഹദീസിലില്ലേ? ഹദീസിലുണ്ട്. ഹദീസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സമ്മതിക്കാൻ പറ്റാത്തത്? ഹദീസിലുണ്ടെങ്കിൽ തെളിവ് കിട്ടിയാൽ പോരെന്നാ ചോദിക്കണേ. ഹദീസിലില്ലേ? ഒരു തോട്ടത്തിലേക്ക് ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നു, അടുത്തേക്ക് ചെന്നു, തൊടാനാഞ്ഞു. ആ പെൺകുട്ടി പേടിച്ചു, അവര് ദൈവത്തോട് അഭയം പ്രാപിച്ചു. അപ്പൊ മുഹമ്മദ് നബി കാര്യങ്ങൾ സലാമത്താക്കി പറഞ്ഞയച്ചു എന്ന് ഹദീസിലില്ലേ? ഹദീസിലുണ്ടെങ്കിൽ അതങ്ങോട്ട് സമ്മതിക്ക് ബാസിലെ. ഇപ്പുറത്ത് കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ സമ്മതിക്കാം. 52, 55 കല്യാണം കഴിഞ്ഞു എന്നില്ല എന്നും ആ ഹദീസിലുള്ളത് ശരീരദാനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെണ്ണിന്റെ അടുത്ത്, ഏതോ ഒരു പെണ്ണിന്റെ അടുത്ത് ചെന്നതാണ് എന്നും അബ്ദുള്ള ബാസിൽ സമ്മതിക്ക്. കാരണം എന്താ? അത് ഹദീസിലുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്ന ഹദീസോ 52, 56 കല്യാണം കഴിഞ്ഞു എന്നുണ്ട്, ഞാൻ സമ്മതിക്കും. പക്ഷെ 52, 56 കല്യാണം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് 52, 55 ഹദീസ് എങ്ങനെ ശരിയാവുക? അവിടെ പുതിയണ്ണിന്റെയും പുതിയ ആപ്പിളുടെയും പേരൊന്നാവണ്ടേ? വാപ്പാനെ കിട്ടണ്ടേ? കല്യാണം നടന്ന സന്ദർഭവും സാഹചര്യവും കിട്ടണ്ടേ? ഇതൊക്കെ പൊരുത്തപ്പെട്ടാലല്ലേ അത് താനല്ലയോ ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പൊതുവിൽ സംസാരിച്ചു തരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ പൊതുവായിട്ടുള്ള വാദങ്ങൾ? 2 കാര്യങ്ങളാണ്. ഒന്ന്, 52, 55 ഹദീസിലുള്ള വാദം നമ്മൾ അർത്ഥം വെക്കുന്നത് ശരിയല്ല, അങ്ങനെ ഹദീസിലില്ല. പകരം അത് കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടാണ് നീ എന്നെ എനിക്ക് സമർപ്പിക്കൂ എന്ന് പറയുന്നത്. അത് നമ്മൾ സമ്മതിക്കണം. അത് ആ ഹദീസിലുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ സമ്മതിക്കണം. കാരണം എന്താ? വേറൊരു ഹദീസിൽ കല്യാണം കഴിഞ്ഞു എന്നുണ്ട്. പൊന്നാര ചങ്ങയെ, വേറൊരു ഹദീസിൽ കല്യാണം ആലോചിച്ച് വന്നതാണെന്നില്ലേ? കല്യാണം ആലോചിച്ച് വന്നതാണ് എന്നുള്ള ഹദീസ് ഈ എല്ലാ ഹദീസിനേക്കാളും കേമമായ ഹദീസല്ലേ? അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്? അദ്ദേഹം പറയും, നമ്മളത് വിശദീകരിക്കും. ഒന്ന്, നമ്മൾ പണ്ടേ പറഞ്ഞു എന്ന് പറയുന്നതിനെയാണ് ഉരുട്ടുന്നത്. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. 2, കല്യാണം കഴിഞ്ഞു എന്ന് ഹദീസിലുണ്ട്, കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഇനി എങ്ങാനും കല്യാണം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ
ആ കല്യാണം കഴിഞ്ഞു എന്നൊരു വാദത്തിന് സമ്മതിച്ചാൽ പോലും അത് മുത്തുക കല്യാണമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ 3 വാദങ്ങളാണല്ലോ എനിക്ക് വന്ന പരിപാടിയാണ് ഇന്ന്. നിങ്ങൾ എന്തിനാ ഹദീസിലേക്ക് മാത്രം പോണേ? ഈ സംഭവം എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് തരാം. ഹദീസിനേക്കാളും മുകളിലാണല്ലോ ഖുർആന്, അതിൽ സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാദങ്ങൾ ഓരോന്നും എങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്നും എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും ഞാൻ പറഞ്ഞതിൻ്റെ തെളിവെന്താണ് എന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. 2 കാര്യങ്ങളാണ് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഹദീസും വിമർശകർ ഉന്നയിക്കുന്ന 52, 55 ജംഅ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതെന്തുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അല്ല നിങ്ങളോട് പറഞ്ഞാൽ പോരല്ലോ, ഇദ്ദേഹത്തിന്റെ കുറച്ചുകൂടി പരിഹാസം ഉണ്ട്. ആ പരിഹാസം കേട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോ നിങ്ങളാണ് പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം ഇങ്ങനെയാണ്, ഹദീസുകൾ പ്രകാരം മുഹമ്മദ് നബി ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആ ഹദീസുകളിൽ തന്നെ എന്തുണ്ട്, കല്യാണം കഴിച്ചു എന്നുണ്ട്. അപ്പോ ഇദ്ദേഹം പറയുന്നത് പച്ച നുണ. വിമർശകർ പറയുന്ന അതേ ഹദീസിൽ കല്യാണം കഴിച്ചു എന്നുണ്ടോ? എന്താണ് അബ്ദുള്ള ബാസിൽ പറയുന്നത്? ഒന്നുകൂടി കേട്ടോ. ഹദീസിലുള്ളതൊക്കെ ശരിയാവുമോ? ശരി. അപ്പോ ഹദീസിലുണ്ട്, ഹദീസിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഹദീസിലുള്ളതൊക്കെ ശരിയാ. പ്രിയപ്പെട്ട സുഹൃത്തെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു. അപ്പോ നിങ്ങളാണ് പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം ഇങ്ങനെയാണ്, ഹദീസുകൾ പ്രകാരം മുഹമ്മദ് നബി ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആ ഹദീസുകളിൽ തന്നെ എന്തുണ്ട്, കല്യാണം കഴിച്ചു എന്നുണ്ട്. അപ്പോ ഇദ്ദേഹം പറയുന്നത് ഹദീസ് ഉണ്ട്, പക്ഷെ അത് വിവാഹമല്ല. ഹദീസിൽ എന്താ ഉള്ളത്? വിവാഹം കഴിച്ചു എന്നുള്ളത്. പക്ഷെ അത് വിവാഹമല്ല. അപ്പൊ വിവാഹമാണ്, അല്ലെങ്കിൽ ആ ഹദീസ് തെളിയിക്കണം, അല്ലെങ്കിൽ ഹദീസ് സ്വീകരിക്കണം. ആരുടെ പിന്നെ ഇത് വേണം, ആരുടെ പിന്നെ അനുവാദം വേണം? ഈ ചങ്ങാതിയുടെ അനുവാദം വേണം. നിങ്ങൾ ആരാ? ഈ ഹദീസ് സ്വീകരിക്കണോ, ഈ ഹദീസ് സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? പോലെ ഷെയ്ഖ് അൽബാനി എങ്ങാനും ആണോ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉസൂലുൽ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരെ നമ്മൾ അവലംബിക്കാറുണ്ട്. ഒരു ഹദീസിന്റെ സുഹത്ത് മനസ്സിലാക്കാൻ, അതിൽ വല്ല ഇല്ലത്തുകളും അതിന്റെ സനദിൽ വല്ല ഇല്ലത്തുകളും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ പിന്നെ ഹദീസ് ഉസൂലുൽ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരെ അവലംബിക്കാറുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന് ഹദീസ് ഉണ്ട്, പക്ഷെ വിവാഹം കഴിച്ചെന്ന് ഹദീസ് ഉണ്ട്, പക്ഷെ വിവാഹമല്ല. ഞാൻ ആരും ഇത് പറയാൻ, ഇയാളോട് ആരോട് ചോദിച്ചു? ഇയാളുടെ അഭിപ്രായം ആരെടുക്കുന്നു? ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഇവിടെയുള്ള കീറ തുണിയുടെ വില പോലും ഞങ്ങൾ ആരും കൊടുക്കുന്നില്ല. ഞങ്ങൾ പറയും ഹദീസ് ഉണ്ട്, ഹദീസ് ഞങ്ങൾ കാണിച്ചു. ഇനി ഹദീസ് ഉണ്ട് എന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞങ്ങൾ കാണിച്ചത്. അതല്ലാതെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇനി ഹദീസ് ഉണ്ടെങ്കിലും ഇനി വിവാഹമല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുകയാണ്, മൂപ്പര് ഹദീസ് ഉണ്ടെങ്കിലും വിവാഹമാണെന്ന് സമ്മതിച്ചില്ലല്ലോ, മൂപ്പരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആകെ ഭയങ്കര ഡെസ്പാണ്, ഞങ്ങളൊക്കെ ഡിപ്രഷനില്ല. എന്താ? ഈ ചങ്ങാതി അത് വിവാഹമാണെന്ന് സമ്മതിച്ചിട്ടില്ല. വല്ലാത്തൊരു കഷ്ടമായി പോയി. ഹദീസൊക്കെ ഉണ്ട്, പക്ഷെ വിവാഹമാണെന്ന് ഇദ്ദേഹം സമ്മതിച്ചിട്ട് വേണമല്ലോ ഇപ്പൊ വിവാഹം. ഇദ്ദേഹം സമ്മതിച്ചിട്ട് വേണം ഇത് വിവാഹമാകാൻ. പോയി പണി നോക്കുക എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ്? സുഹൃത്തുക്കളെ, ഇത്ര മതി വിശ്വാസികൾക്ക് തൃപ്തി അടയാൻ. ഇവിടെ ഞാൻ പറഞ്ഞ വാദഗതികൾ ആ വീഡിയോയിൽ, ഇദ്ദേഹം കേൾപ്പിക്കുന്ന വീഡിയോയിൽ ഞാൻ കൃത്യമായി ഹദീസുകൾ കാണിച്ചും എന്തുകൊണ്ട് ഈ 52, 55 വിവാഹം കഴിച്ചു എന്ന 52, 56മായി പൊരുത്തപ്പെടുന്നില്ല എന്നതിന് രേഖകൾ വെച്ച്, ഹദീസുകൾ വെച്ച്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ് വെച്ച്, അബ്ദുള്ള ബാസിൽ ചിരകിയെടുക്കാൻ പോയ ഇബ്നു സഅദിന്റെ പുസ്തകം വെച്ച് കൃത്യമായ തെളിവ് കാണിച്ചിട്ടല്ലേ വിശദീകരിച്ചത്. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ആരാ? നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളാരാ? ബാസിൽ ആരാണ്? ബാസിൽ എങ്ങനെയാണ് ഇസ്ലാമിനെ വിശദീകരിക്കുന്നതെന്ന് സൂറത്തു തൗബയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതല്ലേ. സൂറത്തു തൗബയിൽ ശുദ്ധമായ ഞാൻ പറയുന്ന ഒരു വാചകത്തിന്റെ ഒരു 15 സെക്കൻഡ് അടർത്തിയെടുത്ത് പിന്നെയും കേൾപ്പിച്ച്, ഞാൻ പറയുന്ന ആശയം പൂർത്തീകരിക്കാതെ, അത് പൂർണ്ണമായി കേൾപ്പിക്കാതെ വിശ്വാസികളെ കബളിപ്പിച്ച് അതിന്റെ മുകളിൽ എന്നെ കുറച്ച് പരിഹസിച്ചാൽ വിശ്വാസികൾക്ക് കുളിര്. വാദഗതികളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ അബ്ദുള്ള ബാസില്? ഒരു തരിമ്പ്, ഒരു മില്ലിഗ്രാം തെളിവ് വെച്ചോ അബ്ദുള്ള ബാസിലിന്റെ വാദങ്ങൾക്ക്? ഞാൻ എൻ്റെ വാദങ്ങൾ തെളിവ് നിരത്തിയാ പറഞ്ഞത്. ഇനിയും അതേ തെളിവാണ് സംഗ്രഹിച്ച് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഹദീസും പോരാത്തോണ്ട്, നമ്മൾ ഹദീസ് പറഞ്ഞാൽ ശരിയാവാത്തോണ്ട് നിങ്ങൾക്ക് ഖുർആൻ വചനം കൂടെ തരും. മതിയാവോ നിങ്ങൾക്ക്? അപ്പൊ ഇത് കല്യാണമാണ് എന്ന് ഞാൻ സമ്മതിച്ചു, ഹദീസിലുണ്ട്, കല്യാണമെന്ന് സമ്മതിക്കുന്നില്ല. എന്താണ് ഇതിലെ തിരിമറി? കല്യാണം കഴിഞ്ഞു എന്നൊരു ഹദീസുണ്ട്,
52, 55 പറയുന്ന സംഭവവുമായി 52, 56 പറയുന്ന കല്യാണവുമായി യാതൊരു ബന്ധവുമില്ല. അതാണ് കാരണം. എന്തുകൊണ്ട്? ആ 3 ഹദീസും സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. ഇനി ഹദീസിൽ കാണിച്ച ആ ഒരു സംഭവം 52, 56 നടന്ന ആ കല്യാണം ഓർക്കുക, അത് 52, 55 വിഷയമല്ല. 52, 56 കല്യാണം തന്നെ കല്യാണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതെന്തുകൊണ്ട്? അതിന്റെ തെളിവ് എന്താ? അതിന്റെ തെളിവ് സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിലും ഏകോപിച്ചു വന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസ്. ആ ഹദീസ് അനുസരിച്ച് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ആ സംഭവം പോലും കല്യാണമാണ് എന്ന് നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല, സ്ഥിരീകരിക്കാൻ കഴിയില്ല. അത് കല്യാണമായിരുന്നു എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ് തോട്ടിലെറിയേണ്ടി വരും. ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ചുരണ്ടിയെടുത്ത കല്യാണം 52, 55 സ്യൂട്ടാവൂല, 52, 56 സ്യൂട്ടാവുള്ളൂ. 52, 56 സ്യൂട്ടായാൽ അതേ സംഭവത്തെ കുറിച്ചാണ് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ് വന്നിട്ടുള്ളത് സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും. അത് 52, 55 മേച്ചമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ? കല്യാണം കഴിഞ്ഞു എന്നൊരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് 52, 55 പറയപ്പെടുന്ന ഈ സംഭവത്തെ തോട്ടത്തിലെ കലാപരിപാടിയെ ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞു ഹദീസില്ലേ? ഉണ്ട്. അത് 52, 56 അതുകൊണ്ട് 52, 55 കല്യാണമാണെന്ന് നമ്മൾ സമ്മതിക്കോ? ഇല്ല. അത് സമ്മതിക്കാതിരിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അൽബാനി ആയതുകൊണ്ടാണോ? അല്ല. ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസ് ഒരു വിഷയത്തിൽ വന്നാൽ, ഏകോപിച്ച് സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും വന്നാൽ, അത് ചരിത്ര സംഭവങ്ങളുമായി ചേർന്ന് നിന്നാൽ, അത്തരം ഒരു ഹദീസ് അവിടെ ഉണ്ടായിരിക്കെ ഹദീസുകൾ പരിഗണിക്കുന്നതിൽ ഒന്നാമത്തെ പരിഗണന മുത്തഫഖുൻ അലൈഹിക്കാണ്. അപ്പൊ ഇനി പറയും ഒന്നാമത്തെ ഹദീസ് മുത്തഫഖുൻ അലൈഹിനേക്കാളും ഗ്രേഡ് കൂടിയ ഒരു ഹദീസ് ഉണ്ടെന്ന് പറയും. അതൊക്കെ പറഞ്ഞു വന്നോ? അതുണ്ട്, നമുക്കറിയാം. സാധാരണഗതിയിൽ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് 52, 56, 52, 55 ഒരു ഭാഗത്തും, സഹീഹ് മുസ്ലിമിലെ 53, 67 മുസ്ലിമിലെ 2007 ബുഖാരിയിലെ 53, 67 ഒരുമിച്ചും വന്നാൽ ഞാൻ സഹീഹ് മുസ്ലിമിൽ എടുക്കുള്ളൂ, മുത്തഫഖുൻ അലൈഹി എടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മുത്തഫഖുൻ അലൈഹിനെ 52, 55 ആയിട്ട് ജംഇ ചെയ്ത് കാണിച്ചു തരണം. നിങ്ങൾ സ്ക്രീനിൽ വെക്കണം അബ്ദുള്ള അബ്ബാസിലെ, എന്നിട്ടത് വിശദീകരിച്ചു കൊടുക്കണം. അല്ലാതെ ഹദീസ് നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരാവോ? ഹദീസിലുണ്ട് എന്നതുകൊണ്ട് എല്ലാം സ്വീകരിക്കോ? ഇല്ല. ഇഷ്ടം പോലെ തെളിവുണ്ട്. നാളത്തെ വിഷയത്തിൽ അല്ലെങ്കിൽ അബ്ദുള്ള അബ്ബാസിലെ ഹദീസ് തള്ളുകയും കൊള്ളുകയും, തരാതരം ഹദീസ് തള്ളുകയും കൊള്ളുകയും ചെയ്യുന്നതും, ഹദീസ് തള്ളാതിരിക്കാനുള്ള പരമാവധി ശ്രമവും ഉരുണ്ടുകളിയും നടത്തുന്നതും എങ്ങനെയെന്ന് മുഹമ്മദ് നബി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നും, മുഹമ്മദ് നബി ഓരോ തവണയും മലയുടെ മോളിൽ കയറുമ്പോൾ അവിടുന്ന് ചാടി മരിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു എന്നും, അപ്പോഴൊക്കെ തടയാൻ വേണ്ടി ജിബ്രീൽ വന്ന് തടഞ്ഞിരുന്നു എന്നും ഹദീസിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതിന് എങ്ങനെയാണ് ഹദീസിലുള്ളതിനെ തള്ളുന്നത് എന്ന്, അബ്ദുള്ള അബ്ബാസിലും സംഘവും തള്ളുന്നത് എന്ന്, അതിന് മണിക്കൂറുകൾ എടുത്ത് അവിടെ കാണിക്കുന്ന കാപട്യവും ഉരുണ്ടു മറിച്ചിലും എന്താണ് എന്ന് ഉസൂലുൽ ഹദീസ് പഠിപ്പിക്കാൻ വന്ന അബ്ദുള്ള അബ്ബാസിലിനെ ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ അവിടുന്ന് 15 സെക്കൻഡ് അല്ല, നിങ്ങൾ ആ ചർച്ച മുഴുവൻ, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് കാപട്യം കാണിക്കുന്നതെന്നും കളവ് കാണിക്കുന്നതെന്നും കോട്ടിമാട്ടുന്നതെന്നും ഉരുണ്ടുമറിയുന്നതെന്നും അവസാനം ഒരു മൂലയിൽ പോയി ജാമാവുമ്പോൾ ആ ഹദീസിന്റെ സ്വീകാര്യതയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നാളെ തന്നെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഷജീറിനുള്ളൊരു മറുപടി കൊടുക്കാം. ഇതുകൊണ്ടൊന്നും തീരൂല സുഹൃത്തുക്കളെ. അപ്പൊ പറഞ്ഞു എന്താ? കല്യാണം കഴിഞ്ഞു എന്ന് വന്ന ഹദീസിലെ ഉണ്ട്. അതുകൊണ്ട് 52, 55 സംഭവം കല്യാണമാണെന്ന് സമർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. സംശയമുള്ളവർ, ഞാൻ ഈ ലൈവിന് മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, ഏകദേശം 20 മിനിറ്റ്. അബ്ദുള്ള അബ്ബാസിലിന്റെ ഈ പരിഹാസ ചിരികൾക്ക് മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട്, ഹദീസുകൾ കാണിച്ചിട്ടുണ്ട്. ഹദീസുകൾ ഇവിടെ തരാം, ഖുർആൻ വചനങ്ങൾ അതിന് മുകളിൽ മേൻപൊടിയായിട്ട് വെച്ച് തരാം. നിങ്ങൾക്ക് വായ തുറക്കാൻ പറ്റൂല.
പിന്നെ എൻ്റെ വാദം എന്താ, ഇത് കല്യാണമാണ് എന്ന് ഇപ്പോൾ ഒരു ഹദീസിൽ ഉണ്ടല്ലോ, ആ ഹദീസ് കല്യാണമാണ് എന്ന് സമർത്ഥിക്കാനുള്ള തടസ്സം എന്താണ്? സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഏകോപിച്ചു വന്ന ഒരു ഹദീസ്. ഇനി ആ ഹദീസിനെ തൽക്കാലം ഒന്ന് പരിഗണിക്കാതെ ഇതിനെ 52, 56 നമ്മൾ സഹീഹ് മുസ്ലിമിലെ 53, 67 ജംഅ് ചെയ്താൽ അത് കല്യാണമാണ് എന്ന് അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് മുത്അ കല്യാണമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയും. മനസ്സിലാക്കണം, ഇത് രണ്ടും 2 വ്യക്തികളുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഈ 2 വ്യക്തികളെയും ജംഅ് ചെയ്യാൻ കഴിയില്ല, 2 പേരെ ജംഅ് ചെയ്യാൻ കഴിയില്ല. അവരൊക്കെ പല ഉരുളും ഹദീസിൽ നിന്ന് തെളിവ് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഹദീസിൽ തെളിവുള്ളത് രണ്ടും 2 സംഭവമായിട്ടാണ്. കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഹദീസിന് തന്നെ തടസ്സമാണ് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വന്ന ഹദീസ്. ഇനി ആ കല്യാണം കഴിഞ്ഞു വന്ന ഹദീസിനെ നമ്മൾ പരിഗണിച്ചാൽ അതിനെ അങ്ങ് ജംഅ് ചെയ്താൽ അത് മുത്അ കല്യാണമാണ്. അതിന്റെ തെളിവ് എവിടെയാ കിട്ടുക? അതിന്റെ തെളിവ് ഹദീസിൽ കിട്ടും. ഏത് ഹദീസിൽ കിട്ടും? കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ഹദീസിൽ കിട്ടും. മറ്റേ ഹദീസുമായിട്ട് ജംഇദയിലേക്ക് പോയാലും കിട്ടും. 52, 54, 52, 56 അത് കിട്ടും. എന്നിട്ടും നിങ്ങൾക്ക് മതിയാവുന്നില്ലെങ്കിൽ സൂറത്ത് ബഖറയിലെ 2 വചനങ്ങളിൽ നിന്നും നിസായിലെ 24 നിന്നും മുഹമ്മദ് ആ കല്യാണം കഴിഞ്ഞു എന്ന് പറയപ്പെട്ട സംഭവം അത് മുത്അ കല്യാണമായിരുന്നു എന്ന് കിട്ടും. ഇതല്ലേ എൻ്റെ വാദം. ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അബ്ദുള്ള അബ്ബാസിലെ നുണ പറയുന്നതും കോട്ടിമാട്ടുന്നതും തെളിവില്ലാതെ പരിഹാസച്ചിരിച്ചിരിക്കുന്നതും ആരാണ് എന്ന് അബ്ദുള്ള അബ്ബാസിലിന് അറിയാവുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ പരസ്യ സംവാദത്തിന് വരാൻ അബ്ദുള്ള അബ്ബാസിലിന് മുട്ടുപറക്കുന്നത്. അബ്ദുള്ള അബ്ബാസിൽ നിക്കറിൽ മുള്ളും ഈ വിഷയം സംസാരിക്കാൻ സ്റ്റേജിലേക്ക് വന്നാൽ. അത് അബ്ദുള്ള അബ്ബാസിലിന് അറിയാം. അതുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിലിന് സംവാദത്തിന് കഴിയാത്തത്. അതുകൊണ്ടാണ് സംവാദത്തിന് ഞാൻ വിളിച്ചു, അപ്പൊ അവർ വേദി ഒരുക്കി എന്ന നുണ പറയുന്നത്, നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിച്ച് ജീവിക്കുന്ന പരാത ജന്മങ്ങളാണ് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ UAE ടീമിനോടും അബ്ദുള്ള അബ്ബാസിലിനോടും അബ്ദുള്ള അബ്ബാസിൽ പറയുന്നത് വിഴുങ്ങി ഇവിടെ വന്ന് അസിമെട്രി നടത്തുന്നവരോടും പറയാനുള്ളത്? അബ്ദുള്ള അബ്ബാസിനെ വേദിയിലേക്ക് കൊണ്ടുവര്, പരസ്യ സംവാദത്തിന് കൊണ്ടുവര്. ജൗനിന്റെ തോട്ടം എടുക്കാം, മുഹമ്മദിന്റെ മുത്അ കല്യാണങ്ങൾ എടുക്കാം, മുഹമ്മദിന്റെ കല്യാണാലോചനകളുടെ കഥകൾ എടുക്കാം, മുഹമ്മദിന്റെ ലൈംഗികത എടുക്കാം. മുത്തുനബി എല്ലാവർക്കും മാതൃക, മുഹമ്മദിന്റെ ലൈംഗിക മാതൃക നമുക്ക് ജൗനിന്റെ തോട്ടത്തിൽ കുത്തിയിരുന്ന് ചർച്ച ചെയ്യാൻ ആർജവമുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ സംവാദത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്ക്. 10,000 പോരാന്നാണോ? 25,000 രൂപ ഇതാ ഇനാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 25,000 രൂപ. 5 ദിവസം ബാക്കിയുണ്ട്. അബ്ദുള്ള അബ്ബാസിലിന് തൻ്റെ ഇടമുള്ളവൻ ആൺകുട്ടിയാണെങ്കിൽ മറുപടി പറയാൻ കഴിയുമെങ്കിൽ, പറയുന്ന കാര്യത്തിൽ തരിമ്പും സത്യസന്ധതയുണ്ടെങ്കിൽ അബ്ദുള്ള അബ്ബാസിൽ ഈ ഓഫർ ഏറ്റെടുക്കണം. നമ്മൾ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. 10,000 പോരാന്നാ എന്നോട് ഒരാൾ പറഞ്ഞത്. 5 വല്ല് പറിച്ചാൽ 10,000 കിട്ടൂലേ? നിങ്ങളെന്താ 10,000 എന്ന് പറയുന്നതാ? 25,000 പിടിച്ചോ. മുഹമ്മദിന്റെ ലൈംഗിക മാതൃകകൾ, സദാചാര മാതൃകകൾ ജൗനിന്റെ തോട്ടത്തിൽ കുത്തിയിരുന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊന്നും എൻ്റെ ശീലമല്ല. പക്ഷെ ഒരു കാര്യം, അറിഞ്ഞുകൊണ്ട് നുണ പറയുന്നവനോട് ഒരിക്കലും സന്ധി ചെയ്യാൻ പറ്റില്ല, അവരോട് സൗമ്യമായി സംസാരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിലിനോട് ഞാൻ ഇത്രയും കർക്കശമായ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. അബ്ദുള്ള അബ്ബാസിൽ കാപട്യക്കാരനാണ്, കളവ് പറയുകയാണ്, നുണ പറയുകയാണ്, വിശ്വാസികളെ, സാധുക്കളായിട്ടുള്ള വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. അബ്ദുള്ള അബ്ബാസിൽ പറയുന്ന കാര്യങ്ങൾ സ്ഥാപിക്കാൻ അബ്ദുള്ള അബ്ബാസിന് ആർജവമില്ല, ധൈര്യമില്ല, തൻ്റെ ഇടമില്ല. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ അങ്ങേ ആഴത്തിൽ ചെന്നിട്ടാണ് അബ്ദുള്ള അബ്ബാസിനെ ഞാൻ വെല്ലുവിളിക്കുന്നത്. താങ്കളുടെ ആത്മാഭിമാനത്തിന്റെ ഏറ്റവും ആഴത്തിൽ ചെന്നിട്ട് അബ്ദുള്ള അബ്ബാസിനെ വെല്ലുവിളിക്കാം. ജൗനിന്റെ തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പോരാ. 25,000 ഉണ്ടോ? മറുപടി ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അബ്ദുള്ള അബ്ബാസിൽ വരികയാണെങ്കിൽ വരട്ടെ. 25-ാം തീയതി വരെ സമയമുണ്ട്. നമ്മൾ സമയം മുൻകൂട്ടി പറഞ്ഞ തന്നെ. മുഹമ്മദ് നബിയുടെ മാതൃകയും തോളിൽ പിടിച്ച് നടക്കുന്ന ഓരോ വിശ്വാസിക്കും, ഇസ്ലാമിസ്റ്റിനും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. അബ്ദുള്ള അബ്ബാസിലിന് ചങ്കുറപ്പുണ്ടോ? അബ്ദുള്ള അബ്ബാസിലിന്റെ തീരുമാനം അറിഞ്ഞിട്ടാണ് വേറെ ആളെ പരിഗണിക്കുക.
ഷുക്കൂറിനൊന്നും പറഞ്ഞേക്കാൻ നിൽക്കല്ലേട്ടാ, മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്. ഷുക്കൂറൊക്കെ വരികയാണെങ്കിൽ വെറുതെ പൈസ കൊടുത്തോളാം. പിന്നെ ഷുക്കൂറിന്റെ തലച്ചോറൊക്കെ കണ്ടു വരും. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവുന്നു. പിന്നെ ഇതൊക്കെ എന്തെങ്ങൾക്ക് മനസ്സിലാവണേ? അപ്പൊ ഇനി ഇതൊക്കെയാണ് നമ്മൾ ഇനി തെളിവ് വെച്ച് സ്ഥാപിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പരിഹാസം തുടരട്ടെ, അതുകൂടി കേൾക്കാം. ഇദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ വിവാഹം അല്ല അദ്ദേഹത്തിന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു കിതാബൊക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ കിതാബൊക്കെ എന്താ? തബക്കാത്ത്, നമ്മളൊക്കെ നേരത്തെ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു പിന്നെ ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. അപ്പൊ തബക്കാത്ത് ഉദ്ധരിക്കുകയാണ്. തബക്കാത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് വിവാഹമല്ല എന്നുള്ള ആ വാദത്തെ സ്ഥാപിക്കാൻ വേണ്ടി തബക്കാത്ത് ഉദ്ധരിക്കുകയാണ്. ആ ഉദ്ധരിക്കുന്നതിന്റെ തുടക്കം നിങ്ങൾ കൃത്യമായിട്ട് കാണണം. അതിന്റെ സ്ക്രീൻ അടക്കം വലുതായിട്ട് നിങ്ങൾ കാണണം. ആ ഭാഗത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പറയുന്നത് മുഹമ്മദ് നബി കല്യാണം കഴിച്ചു, പക്ഷെ കൺസ്യൂമേറ്റ് ചെയ്തില്ല. നേരത്തെ പിന്നെ ആ ഒരു പിന്നെ വാദം കിട്ടുന്നത് വിവാഹമല്ല, അതിനൊക്കെ തെളിവായിട്ട് വലിയ കിതാബൊക്കെ കൊണ്ടുവരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടന്നിട്ട് അവിടെ ഇവിടെ കുറെ നീലയും പച്ചൊക്കെ വരച്ചു വെച്ചിട്ട് ആ നമ്മൾ പറയാറുണ്ട് സാധാരണ അത്തഹിയാത്തിൽ വുദു മുറിഞ്ഞു പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വുദു മുറിഞ്ഞു പോവാന്നൊക്കെ പറയും. ഇത് അത്തഹിയാത്തിൽ, ഇത് തക്ബീറുൽ ഇഹ്റാമിൽ തന്നെ വുദു മുറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അത്തഹിയാത്തിൽ വുദു മുറിഞ്ഞോ? എനിക്ക് തബക്കാത്തുൽ കബീർ ഞാൻ അവിടെ വായിച്ചത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി തെളിവായിട്ട് കൊണ്ടുവന്നതാണോ? എനിക്ക് അത്തഹിയാത്തിൽ വുദു മുറിഞ്ഞോ? അബ്ദുള്ള അബ്ബാസിലെ അസിമെട്രി, നിന്റെ ചുറ്റും ഇരുന്നിട്ട് കുട്ടികൾ അസിമെട്രി പ്രിൻസിപ്പിളെ അനുസരിച്ച് റൂം മുഴുവൻ അപ്പീട്ടി വൃത്തിയാക്കിയിടത്തേക്ക് നീ സുജൂദ് ചെയ്തു. അസിമെട്രിയിൽ സുജൂദ് ചെയ്യുകയായിരുന്നു അബ്ദുള്ള അബ്ബാസിലെ, അല്ലാതെ എനിക്ക് അത്തഹിയാത്തിൽ വേറൊന്നും സംഭവിച്ചതല്ല. അത്തഹിയാത്തിൽ വുദു മുറിഞ്ഞോ അതോ അസിമെട്രിയിൽ സുജൂദ് ചെയ്ത ബാസിലോ? ആരാണ് നമ്മൾ ഇന്ന് തീരുമാനാക്കും. ഞാൻ എന്തിനാ തബക്കാത്ത് ഉദ്ധരിച്ചത്? ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. തബക്കാത്ത് ഉദ്ധരിച്ചത് വിവാഹം കഴിഞ്ഞു എന്ന് നിങ്ങൾ വാദിക്കുന്ന ആ സംഭവം അത് 52, 56 മാത്രമേ സ്യൂട്ട് ആവുള്ളൂ എന്ന് പറയാനും, അങ്ങനെ അതെടുത്താൽ പോലും അത് അബ്ദുള്ള അബ്ബാസിൽ മറ്റേ എന്താണ് വിമർശകരുടെ വർത്തമാനം എന്ന പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ് എന്നും അബ്ദുള്ള അബ്ബാസിൽ അന്ന് പറഞ്ഞത് കളവായിരുന്നു എന്നും സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. അപ്പൊ തബക്കാത്തുൽ കബീറിൽ ഞാൻ പറഞ്ഞ കല്യാണമല്ല എന്ന് വാദിക്കാൻ, കല്യാണമല്ല എന്ന് 52, 55 കല്യാണം കണക്ട് ആവൂല എന്ന് വാദിക്കാൻ ഒരു തബക്കാത്തുൽ കബീറിന്റെയും ആവശ്യമില്ല. പിന്നെയോ സഹീഹ് ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ഏകോപിച്ചു വന്ന അഭിപ്രായമുള്ള ഒറ്റ ഹദീസ് എടുത്താൽ മതി. ഒരേ ഒരു ഹദീസ് പോരെ. ഇനി തബക്കാത്തിലേക്ക് പോയാൽ അവിടെയും കല്യാണം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നും, അവിടെ ചെന്നാൽ മുഹമ്മദിന്റെ ചീഞ്ഞു നാറുന്ന, ഇതിനേക്കാളും ചീഞ്ഞു നാറുന്ന കഥകൾ ആ തബക്കാത്തുൽ കബീറിൽ ഉണ്ട് എന്നും നിങ്ങളെ കാണിക്കുകയാണ്. അവിടെയും ഇവിടെയും പച്ചയും മഞ്ഞയും വരച്ചു വെക്കുക എന്നത് അവിടെ മുഹമ്മദിന്റെ കാമകേളികൾ എഴുതി വെച്ച ലൈനുകൾക്ക് അടിവരയിട്ടതാണ്. എന്റെ വായിക്കാൻ. അപ്പൊ നിങ്ങളുടെ കല്യാണമായിരുന്നു എന്ന വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെ നിന്നാണോ കല്യാണം കിട്ടുക ആ ഹദീസ് നിങ്ങളുടെ മുന്നിൽ സമർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ ഗ്രന്ഥം എടുക്കുമ്പോഴുള്ള അപാകത നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എടുത്തത്. എന്നിട്ട് അത് ഞാൻ ആ ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞ ഭാഗങ്ങളൊന്നും കാണിക്കാതെ അതിന്റെ ടൈറ്റിൽ നോക്ക്, ഞാൻ പറയണത് നോക്ക് എന്ന് പറഞ്ഞിട്ട് 5 സെക്കൻഡ് 10 സെക്കൻഡ് ഇടക്കിടക്ക് ചോദിക്കാറുള്ളതാണ്. അബ്ദുള്ള ബാസിലിന് ഇല്ലാന്ന് അറിയാം, എന്നാലും ചോദിക്കുക, ഉളുപ്പുണ്ടോ ബാസിലെ? ഉളുപ്പ്? ആ തബക്കാത്തിൽ മുഹമ്മദിന്റെ വൃത്തികേടുകൾ എഴുതി വെച്ച എന്തോരം റിവായത്തുകളുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കല്യാണമാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്ന ഈ പെണ്ണ് അവരവിടെ നിന്ന് സലാമത്ത് തേടി പോയപ്പോ, അവര് അഭയം തേടിയിട്ട് അള്ളാഹുവിനോട് അഭയം തേടി മുഹമ്മദ് സമ്മാനം കൊടുത്ത് പറഞ്ഞയച്ചപ്പോ അവിടെ അതിന് ദൃസാക്ഷിയായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരിൽ ഒരാൾ മുഹമ്മദ് നബിയോട് ചെന്ന് ചോദിക്കുന്നില്ലേ, ഓള് പോയെങ്കിൽ പോട്ടെ, അവള് വേണ്ട, ഇവള് വേണ്ട, ഞാൻ എനക്ക് വേറൊരാളെ കൊണ്ടെത്തരാമെന്ന് പറഞ്ഞില്ലേ? ആരാന്ന് ചോദിച്ചില്ലേ? അതിന്റെ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ? എന്നാ പൊന്നാരളിയാ പോയി കൊണ്ടുവരേ എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതിനെ ആ പെങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചില്ലേ? തബക്കാത്തുൽ കബീറിൽ ഇല്ലേ? ഞാൻ വായിച്ചില്ലേ? നിങ്ങൾക്ക് എന്തായാലും മറുപടി ഇല്ലാത്തത്? ആ സ്ത്രീയെയും കൂട്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ
മുഹമ്മദിന്റെ മരണവാർത്ത അവരറിഞ്ഞു എന്ന് തബക്കാത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? അത് മുഹമ്മദ് ഖുർആനിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവല്ലേ? മുഹമ്മദിന് ഇനിമേൽ വേറെ ഭാര്യമാരില്ല, ഭാര്യമാരെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന ആയത്ത് ഓതിയിട്ട് ഇത് മുഹമ്മദിന്റെ ഇഷ്ടത്തിന് ഇറക്കിയതാണെങ്കിൽ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവരാറുള്ള ആയത്തിൽ മുഹമ്മദിനോട് ഇത് കൽപ്പിക്കപ്പെടുന്നത് സൂറത്ത് അഹ്സാബിലല്ലേ? സൂറത്ത് അഹ്സാബ് എന്ന് പറഞ്ഞാൽ ഖന്തക്കിന്റെ സമയമല്ലേ? ആ സമയത്ത് ഇനി വേറെ പെണ്ണിട്ടരുത് എന്ന് പറഞ്ഞ മുഹമ്മദ് മരിക്കിണീന്റെ തലേമാസം അല്ലെങ്കിൽ അതിന്റെ ഏതാനും അടുത്ത മാസങ്ങൾക്കൊന്നിൽ വേറെ ഒരു ആളുടെ പെങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചില്ലേ മുഹമ്മദ്? ആ സ്ത്രീയെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് മുഹമ്മദ് മരണപ്പെട്ടു പോയില്ലേ? ആ സംഭവം നടക്കുന്നത് ഈ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴല്ലേ? ഇത് കല്യാണമായിരുന്നു എങ്കിൽ അഹ്സാബിൽ പറഞ്ഞ ആ കല്യാണ നിരോധനത്തിന് ശേഷം മുഹമ്മദ് വേറെയും പെണ്ണെട്ടി എന്നാണോ? അള്ളാഹിനെ ധിക്കരിച്ച മഹാനാണോ മുഹമ്മദ്? നിങ്ങൾ എവിടേക്കാണ് മുഹമ്മദിനെ കൊണ്ടുപോകുന്നത്? ഏത് കുണ്ടിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ആ തബക്കാത്ത് അബ്ദുള്ള അബ്ബാസിന് വെച്ച ഒരു കെണിയായിരുന്നു എന്ന് അബ്ദുള്ള അബ്ബാസിന് മനസ്സിലായിട്ടില്ലേ? ആ തബക്കാത്തിൽ നിന്ന് മറ്റൊരു സംഭവം ഞാൻ വായിച്ചില്ലേ? മുഹമ്മദ് ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ ഒരു പെണ്ണ് പുറകൂടെ വന്നിട്ട് മുഹമ്മദിനെ തോളത്ത് തട്ടിയിട്ട് ഞാൻ ഇന്നണക്ക് തരാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാ എനിക്ക് വേണം എന്ന് മുഹമ്മദ് പറഞ്ഞില്ലേ? സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ പെണ്ണ് പുറത്തു പോയി ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തപ്പം ആ പെണ്ണിന് തോന്നി വേണ്ട, തിരിച്ചു വാങ്ങാം. അപ്പൊ ചെന്നിട്ട് പറഞ്ഞു എല്ലാം എൻ്റെ ശരീരം എനിക്ക് തന്നെ വേണം, ഞാൻ തന്ന ആ ഒരു സംഭവം തിരിച്ചെടുത്തിടൂ എന്ന് പറഞ്ഞു. എന്നാ കൊണ്ടേക്കോ എന്ന് പറഞ്ഞില്ലേ? തബക്കാത്തിലില്ലേ? വേറെ ഒരു പെണ്ണിനെ കുറിച്ച് മുഹമ്മദിന്റെ അടുത്ത് പരാമർശിക്കപ്പെട്ടപ്പോ ആ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി മുഹമ്മദ് ആളെ പറഞ്ഞയച്ചില്ലേ? ആ പെണ്ണ് തിരിച്ച് മുഹമ്മദിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ആ പെണ്ണ് മരണപ്പെട്ടതായിട്ട് തബക്കാത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? തബക്കാത്തുൽ കബീറ 52, 55 കല്യാണം അല്ലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ എടുത്തതാണോ തബക്കാത്തുൽ കബീർ? ആണോ? അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ നുണകൾ പൊളിക്കാൻ വേണ്ടി എടുത്തതല്ലേ തബക്കാത്തുൽ കബീർ? അതുകൊണ്ടല്ലേ ഞാൻ തബക്കാത്തിൽ നിന്ന് ഉദ്ധരിച്ച വാദങ്ങൾ, അതിൽ ഞാൻ കാണിച്ചതും അടിവരയിട്ടതും ഞാൻ പറഞ്ഞ വിശദീകരിച്ച സംഭവങ്ങളെക്കുറിച്ച് അത് പരാമർശിച്ചു കൊണ്ട് മറുപടി പറയാൻ അബ്ദുള്ള അബ്ബാസിലിന് കഴിയാത്തത്? ഇനി നിങ്ങൾക്ക് മുഹമ്മദിന്റെ കഥ അറിയോ? തബക്കാത്ത് വായിച്ചാൽ, തബക്കാത്തിനെ രേഖയാക്കിയാൽ, വീട്ടിൽ വളർത്തി വലുതാക്കിയ വളർത്തു പിതാവിന്റെ മകളോട് കൂടെ കളിച്ചു വളർന്ന പെങ്ങളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ച മഹാനല്ലേ മുഹമ്മദ്? തബക്കാത്തുൽ കബീറിൽ തെളിവില്ലേ? തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടില്ലേ? എന്ന് മുഹമ്മദിന് ഈ അസ്കത ഖദീജ മരിച്ചപ്പോൾ തുടങ്ങിയത് അല്ല. അതിനൊക്കെ മുൻപ് ഇസ്ലാമുമായി ബന്ധപ്പെട്ടും തൗഹീദുമായി ബന്ധപ്പെട്ടുമൊക്കെ വിശ്വാസികൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെയുള്ള ഒരു തർക്കവും പ്രശ്നവും ഖുറൈശികളുമായിട്ടില്ലാത്ത കാലം, അവിടെ പ്രശ്നം വരുമ്പോൾ മുഹമ്മദ് നബീനെയാണ് മധ്യസ്ഥം പറയാൻ വിളിച്ചിരുന്നത് എന്ന് തള്ളി നടക്കുന്ന കാലം, അൽ അമീൻ എന്നല്ലാതെ അവർ വിളിച്ചിരുന്നില്ല എന്ന് പറയുന്ന കാലം, മുഹമ്മദിനോളം സത്യസന്ധനായ ഒരാൾ ആ പ്രദേശത്തുണ്ടായിരുന്നില്ല, എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു മുഹമ്മദ് എന്ന് നിങ്ങൾ പറയുന്ന ജാഹിലിയ കാലത്ത് ഉപ്പും ചോറും കൊടുത്ത് പാപ്പയും ഉമ്മയില്ലാത്ത ഒരു കുട്ടീനെ പോറ്റി വളർത്തിയ അബൂ താലിബിനോട് ആ കൂടെ ജീവിച്ചു വളർന്നു വന്ന സ്വന്തം പെങ്ങളെ കല്യാണം ആലോചിച്ചില്ലേ അബ്ദുള്ള അബ്ബാസിലെ മുഹമ്മദ് നബി? വൃത്തികേട് എന്നല്ലേ എന്നെ പറയാ? നെറികേട് എന്നല്ലേ പറയാ? നന്ദികേട് എന്നല്ലേ പറയാ? ചോദിക്കാൻ പാടുണ്ടോ? നമുക്ക് തോന്നുമോ ചോദിക്കാൻ? ഒരേ വീട്ടിൽ വളർന്ന സ്വന്തം മൂത്താപ്പാന്റെ മോളെ കെട്ടിച്ചേരുമോ എന്ന് ചോദിച്ചതോ പോട്ടെ. മൂത്താപ്പാക്ക് മുഹമ്മദിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞിട്ടുള്ള തർക്കമൊന്നുമല്ലല്ലോ അന്ന് ജാഹിലിയയില്. മൂത്താപ്പ എന്താ പറഞ്ഞേ? മൂത്താപ്പ പറഞ്ഞു അതേ സമയത്ത് കല്യാണം ആലോചിച്ച് വന്ന വേറൊരാൾക്ക് ഉമ്മുഹാനി എന്ന് പറയുന്ന മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പൊ മുഹമ്മദ് കംപ്ലൈന്റ് ആയിട്ട് ചെന്നു, മാമ നിങ്ങൾ എന്ത് പണിയാ കാട്ടിയ മാമ, നിങ്ങൾ എന്താ മാമ എനിക്കോളെ കെട്ടിച്ചേരാന്ന മാമ? മുഹമ്മദ് ചോദിച്ചില്ലേ? തബക്കാത്തിലില്ലേ അബ്ദുള്ള അബ്ബാസിലെ? ഞാൻ ഉണ്ടാക്കി പറയുന്നതാണോ? നിങ്ങൾ പ്രദർശിപ്പിച്ച തബക്കാത്തിലില്ലേ? ഇല്ലെങ്കിൽ വാ ഞാൻ കാണിച്ചു തരാം. തബക്കാത്തിലെ കഥ അവിടെ കൊണ്ട് തീരുവോ? ഉമ്മുഹാനീനെ വേറെ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ മൂത്താപ്പ പറഞ്ഞു, കരഞ്ഞു നിലവിളിച്ച് വന്നപ്പോ മൂത്താപ്പ പറഞ്ഞു, പിന്നെ പൊന്നാര മുഹമ്മദേ, അതൊക്കെ നോബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചേരുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അബൂ താലിബിന്റെ മകൾ ഹാനിക്ക് കുഫുവത്തവനല്ല മുഹമ്മദ് എന്ന് അബൂ താലിബ് പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ടെന്നല്ലേ? തബഖാത്തിലില്ലേ? തഫ്സീറിലില്ലേ? സബബുൻ നുസൂലിലില്ലേ?
എന്നിട്ട് ഈ ഉമ്മുഹാനി ഇസ്ലാം സ്വീകരിച്ചപ്പോ, അവരുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോ, ഉമ്മുഹാനി മദീനയിലെത്തിയപ്പോൾ മുഹമ്മദ് വീണ്ടും കല്യാണം ആലോചിച്ചില്ലേ? മുഹമ്മദിനെ ഉമ്മുഹാനി തേച്ചു വിട്ടില്ലേ? തബക്കാത്തിലില്ലേ? അബ്ദുള്ള ബാസിലിന്റെ അനുയായികൾ എന്താ മിണ്ടാത്ത? ഞാൻ ഈ പറയണതൊക്കെ നുണയാണോ? ആണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ? ഇതൊക്കെ എനിക്ക് പറയാൻ താല്പര്യമുള്ള വിഷയമാണോ? അല്ല. ഉമ്മുഹാനിന്റെ കഥ ഇന്നറിയണതാണോ? അല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിന് ജാഹിലിയായിൽ ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന്. അന്ന് കുറെ മൊയ്ലിയരുട്ടികൾ എന്നെ കല്ലെടുത്തറിയാൻ വന്നു. മുഹമ്മദിന്റെ പ്രണയിയുടെ പേരായിരുന്നു ഉമ്മുഹാനി. വൺ സൈഡഡ് ആയിരുന്നു. ഉമ്മുഹാനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അബൂ താലിബിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മദീനയിലെത്തിയ ഉമ്മുഹാനിനെ കല്യാണം ആലോചിച്ചപ്പോൾ മുഹമ്മദിനെ ഉമ്മുഹാനി നൈസായിട്ട് പറഞ്ഞയച്ചു. മുഹമ്മദ്, എനിക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ എനിക്ക് കുട്ടികളും മക്കളുമായി, ഞാൻ വയസ്സായി, ഇന്ന വിട്ടാളാ എന്ന് പറഞ്ഞു. അവിടുന്ന് തേപ്പ് വാങ്ങിപ്പോയ മുഹമ്മദ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആയത്തിറക്കി. എന്താ ആയത്തിറക്കിയത്? 33:50 മുഹമ്മദ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ തബക്കാത്തെടുത്തിട്ട് ഒരു ഹദീസിനെ മറ്റേ ഹദീസ് കൊണ്ട് ഉന്തി തള്ളിയാലൊന്നും മുഹമ്മദ് വെളുക്കൂല. അപ്പൊ ആയത്തിറക്കി 33:50. നബിയേ, താങ്കൾ വിവാഹമൂല്യം കൊടുത്ത താങ്കളുടെ ഭാര്യമാരെ ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. പിന്നെ നിക്കാഹ് മഹറും കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഭാര്യമാരെ അള്ളാഹ് പ്രത്യേകം അനുവദിച്ചു കൊടുക്കണോ? വേണ്ട. അനുവാദമുണ്ട്. എന്തിന്? കല്യാണം കഴിക്കാണ്. 33:50 കല്യാണമാണ് എന്ന് വാദമുള്ളവർ എഴുത്. 33:50 കല്യാണമാണോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പെർമിഷനാണോ? ഉത്തരം അറിയാവുന്നവരെഴുത്. നിങ്ങളിങ്ങനെ ഇരുന്നാലെങ്ങനെ? ആ ആയത്തിൽ പറയാണ് ഉമ്മുഹാനി കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ എന്നല്ല, കൺസെന്റ് ചോദിച്ചു ചെന്നപ്പോ ഉമ്മുഹാനി ഒഴിവാക്കി വിട്ടപ്പോ അള്ളാന്റെ റസൂൽ ആയത്തിറക്കി. എന്താ ഇറക്കിയത്? അള്ളാന്റെ റസൂലെ, നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് നിങ്ങളെ ഭാര്യമാരെയൊക്കെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തി അടിമ സ്ത്രീകളെയും നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. ഈ രണ്ടും പറയുമ്പോൾ തന്നെ എന്തിനാന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് പറഞ്ഞു, അതിനിടയിൽ വേറെ കുത്തും കോമയൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കൂടെ, താങ്കളുടെ കൂടെ സ്വദേശം വിട്ട് ഹിജറ വന്ന താങ്കളുടെ എളാപ്പാന്റെ പുത്രിമാർ, മൂത്താപ്പാന്റെ പുത്രിമാർ, മൂത്തമ്മാന്റെ പുത്രിമാർ, മൂത്തമ്മാന്റെ പുത്രിമാർ, അമ്മാവിന്റെ പുത്രിമാർ, അമ്മാവന്റെ പുത്രിമാർ എല്ലാവരെയും നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അതും പോരാഞ്ഞിട്ടോ, ഏതെങ്കിലും സത്യവിശ്വാസിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യാൻ സമ്മതിച്ചു വന്നാൽ നബി അവരെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതും അനുവദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിട്ട് ഈ ആയത്തും പൊക്കി പിടിച്ച് മുഹമ്മദ് നബി വീണ്ടും ഉമ്മുഹാനിയെ സമീപിച്ചു. തബക്കാത്തിലില്ലേ അബ്ദുള്ള ബാസിലെ? ഇങ്ങോട്ടൊക്കെ ഉമ്മുഹാനിയെ, നിങ്ങളൊക്കെ എനിക്ക് അള്ളാഹ് അനുവദിച്ചു തന്നിരിക്കണു, അമ്മായിന്റെ കുട്ടികളെ എളാപ്പാന്റെ കുട്ടികളൊക്കെ എൻ്റെ ഭാര്യമാരെ പോലെ അനുവദിച്ചു തന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ ആയത്തും പൊക്കി പിടിച്ച് മുഹമ്മദ് ചെന്നില്ലേ ഉമ്മുഹാനിന്റെ അടുത്ത്? തബക്കാത്തിലില്ലേ? ഇല്ലേ? അപ്പൊ ഉമ്മുഹാനി ആയത്ത് മൊത്തത്തിലൊന്നിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ചെറിയ ഒരു അക്ഷരത്തുമ്പോ വാക്കിൽ പിടിച്ച് ഉമ്മുഹാനി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച തബക്കാത്തിലില്ലേ? അബ്ദുള്ള ബാസിലെ എവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയോ? കമന്റ് ബോക്സിലെ തൊഴിലാളികളൊക്കെ കാണാനില്ലല്ലോ. നിങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കാതെ കമന്റ് ബോക്സിൽ പിന്നെ വെളുപ്പിക്കാൻ വന്നവരൊക്കെ സജീവമായിട്ട് പങ്കെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ചോദിച്ചു വന്നത് ഈ ആയത്തുമ്പക്ക് പിടിച്ചിട്ട് ഉമ്മുഹാനിന്റെ അടുത്ത് മുഹമ്മദ് പോയില്ലേ? തബക്കാത്തിലില്ലേ? ഉമ്മുഹാനി പറഞ്ഞു, ഇതിലിപ്പോ എഴുതിയിട്ടുള്ളത് നബിയെ താങ്കളുടെ കൂടെ സ്വദേശം വെടിഞ്ഞു വന്നവർ എന്നാണല്ലോ. അപ്പൊ നബിന്റെ കൂടെ ഹിജറ വന്നവർ എന്നാണല്ലോ ആയത്തിലുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ നബിന്റെ കൂടെ അല്ല വന്നത്, ഞാൻ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് ഈ ആയത്ത് ഞമ്മക്ക് ബാധകമാകൂല എന്ന് പറഞ്ഞിട്ട് ഉമ്മുഹാനി വീണ്ടും തേച്ചില്ലേ? തബക്കാത്തിലില്ലേ? തബക്കാത്തുൽ കബീർ. ഞാൻ തബക്കാത്തുൽ കബീർ എന്തിനെടുത്താന്ന് അബ്ദുള്ള ബാസിൽ പറഞ്ഞു? നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഇത് വിവാഹം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അദ്ദേഹത്തിന്റെ വാദം തെളിയിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒന്നാമത്തെ തെളിവ് എന്ന് വെച്ചാൽ ആ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഹദീസുകളൊക്കെ വായിച്ചിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ എന്ത് ചെയ്തു, ചരിത്ര ഗ്രന്ഥത്തിലേക്ക് പോയി നിങ്ങളൊന്ന് പിന്നെ ശരിക്കും വായിച്ചു നോക്കണേ, ആ ചാപ്റ്ററിന്റെ പേര് വായിച്ചു നോക്കുക. ദ വുമൺ ദ പ്രൊഫറ്റ് മാരീഡ് വിതൗട്ട് കൺസമേഷൻ, ദ മാരേജ്, കല്യാണം. മനസ്സിലായോ? വിതൗട്ട് കൺസമേഷൻ മാരേജ് എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു പക്ഷെ പിന്നെ ശാരീരിക ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാത്ത സ്ത്രീകൾ, കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹമല്ല എന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ വേണ്ടി പിന്നെ കഷ്ടപ്പെട്ട് ആകെ ഏകദേശം 1 മണിക്കൂറോളം ഈ കിതാബ് ഇത് വായിച്ചിട്ട് പോവാൻ. എന്നിട്ട് അതിലുള്ള ഹെഡിങ് നോക്കുക, കല്യാണം കൺസ്യൂമേറ്റ് ചെയ്തില്ല, കല്യാണം കഴിച്ചു പക്ഷെ കൺസ്യൂമേറ്റ് ചെയ്തില്ല. പൊന്നാര ബാസിലെ മുഹമ്മദ് നബിനെ നാറ്റിക്കുന്നതാണ് കിഞ്ഞെങ്കിലും നിർത്തിക്കൂടെ? നിങ്ങൾ ആലോചിക്ക്, ഒരാൾ വന്നിട്ട് ഒരു ചങ്ങായിനോട് പറയാം എൻ്റെ മകള് നല്ല സുന്ദരിയാണ് എന്ന്. അപ്പൊ അയാൾ പറയാം 12 ഊക്കിയെ തരാമെന്ന്. എന്നിട്ട് ആ പെണ്ണിനെ ഒരു കൂടാരത്തിലേക്ക് കൊണ്ടുവരിക, അവിടെ ചെന്നിട്ട് മുഹമ്മദ് ചെല്ലുക. എന്നിട്ട് ആ സ്ത്രീ ഈ ചങ്ങാതിനെ കണ്ട് പേടിച്ച് ബേജാറാവുക. എന്നിട്ട് പടച്ചോനോട് കാവലിനെ തേടുക. സംഗതി പന്തിയല്ല എന്ന് തോന്നുമ്പോൾ 2 ജോഡി ഉടുപ്പ് സമ്മാനം ഗിഫ്റ്റ് സമ്മാനം പാരിതോഷികം കൊടുത്ത് ആ പെണ്ണിനെ പറഞ്ഞയക്കുക. മാരേജ് ചെയ്തു, കൺസ്യൂമേറ്റ് ചെയ്തില്ല. എന്തേ കാരണം? ഇതിനല്ലേ ന്യൂജൻ പിള്ളേർ തേപ്പ് എന്ന് പറയണേ? ഇതിനല്ലേ പൊന്നാര ചങ്ങായിയെ തേഞ്ഞൊട്ടുക എന്ന് പറയുന്നത്? വലിയ മോഹമൊക്കെ ആയിട്ട് പോയിട്ട് 12 രൂപയ്ക്ക് വെള്ളിയും ചെലവാക്കി നട്ടപ്പാതിരാക്ക് കൂട്ടുകാരെയും കൂട്ടി കൂടാരത്തിൽ ചെന്ന് കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കാതെ കയ്യിൽ നിന്ന് 2 ജോഡി ഉടുപ്പും പോയി ആകെ ഹെലാക്കായി, യോഗെല്ലാം മണിയായി പായാണ് മടക്കിയാളാന്ന് പറഞ്ഞ അവസ്ഥയിലല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അബ്ദുള്ള ബാസിലെ മുഹമ്മദിന്റെ ചരിത്രം. നിങ്ങൾക്കറിയില്ല അത് കഥ? ഇത് മുഹമ്മദിനെ തേക്കലല്ലേ അബ്ദുള്ള ബാസിലെ? മുഹമ്മദ് സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് പണം കൊടുത്ത് കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന സ്ത്രീകളെ സമീപിക്കുമ്പോൾ അവർ പടച്ചോനോട് കാവലിനെ ചേടി രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ അവിടെ 2 ജോഡി ഉടുപ്പിന്റെ പൈസ പിന്നെയും പോയിട്ട് തേപ്പും കിട്ടി തേഞ്ഞൊട്ടി പിന്നാലെ നടക്കുന്ന മുഹമ്മദിനെ കുറിച്ച് കല്യാണം കഴിഞ്ഞു, കൺസ്യൂമേറ്റ് ചെയ്തില്ല. എന്ത് പോരിശീല പറയണേ? ബാസിൽ പറയണേട്ടോ തോന്നും ഇതെന്തോ പുണ്യം കിട്ടുന്ന പരിപാടിയായിരുന്നു. ഏതോ വാപ്പ വരും മകളെ കെട്ടിച്ചേരാറി, അപ്പൊ 12 രൂപയ്ക്ക് വെള്ളി കൊടുക്കും, എന്നിട്ട് പെണ്ണിനെ കൂടാരത്തിൽ കൊണ്ടുവരും, മുഹമ്മദ് അവിടെ ചെല്ലും, അപ്പം അവര് ദൈവത്തിൽ അഭയം ചോദിക്കും, അപ്പോൾ 2 ജോഡി ഉടുപ്പും കൊടുക്കും, അതിനെ പറഞ്ഞേക്കും. ഇതെന്തോ അടിമമോചനുള്ള പോലത്തെ ഒരു ഇബാദത്താന്ന് അവരെ വിചാരം. അങ്ങനെയാണല്ലോ ഇപ്പൊ അബ്ദുള്ള ബാസിന്റെ പറച്ചില്. സ്വന്തത്തെക്കാളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകനെ ഈ കോലത്തിൽ പൊതുജന മധ്യത്തിൽ തുണിയുരിഞ്ഞു നിർത്തുന്നത് അബ്ദുള്ള ബാസിനെ പോലെയുള്ള ദഅവ പ്രവർത്തകരല്ലേ? എന്നിട്ട് സീറയിലേക്ക് വിളിച്ചോണ്ടാ നമ്മളെ, നമുക്ക് ഒരുമിച്ച് പോകാം, അതിനല്ലേ വിളിക്കണേ സ്റ്റേജിലേക്ക്. ചരിത്രം പറഞ്ഞാൽ മുഹമ്മദിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓതുന്ന ആളുകൾ നാളെ ഛർദിക്കുന്ന കാലം വരും. അബ്ദുള്ള ബാസിൽ മനസ്സിലാക്കിക്കോ. ഈ ചരിത്രമൊന്നും ഇവിടെ ഈ കാലത്ത് വിളമ്പേണ്ടതല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് പറയാത്തത്. ഈ ചരിത്രം കാണാത്തതുകൊണ്ടും മുഹമ്മദിന്റെ കഥകൾ അറിയാത്തത് കൊണ്ടല്ല. അത് ഇന്നത്തെ കാലത്തെ മനുഷ്യരുടെ സാമൂഹിക ജീവിതവുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ബന്ധപ്പെടുത്തുകയും അതിന്റെ ദുരിതം പേറുകയും ചെയ്യുന്ന സംഭവങ്ങളിൽ നമ്മൾ ഇപ്പോഴും വിമർശനം നടത്തും. അത് ആ സാമൂഹിക വിഷയങ്ങളെ മുൻനിർത്തി മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ അബ്ദുള്ള ബാസിലിന്റെ പരിഹാസം. അബ്ദുള്ള ബാസിൽ 10,000 അല്ല, 25,000 അല്ല, 50,000 അല്ല, 1,00,000 കൊടുത്താലും അബ്ദുള്ള ബാസിൽ വേദിയിൽ വരൂല ഈ വിഷയം ചർച്ച ചെയ്യാൻ. എന്തുകൊണ്ടാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയുണ്ട്. ഇത് കഴിഞ്ഞോ? ഇതാണോ ഏറ്റവും മോശം? ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തോന്നും അയ്യേന്ന്. ഇതാണോ മുഹമ്മദിനെ സംബന്ധിക്കുന്ന ഏറ്റവും മോശം ഹദീസുകള്? ഹദീസിലുള്ളത്, സീറയിലേക്ക് പോണ്ട, ഹദീസിലുള്ളത്, ഹദീസിലുള്ളതൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ വെച്ചപ്പോ ചിരിക്കുക. ഹദീസിലുള്ളത് ബാസിൽ സ്വീകരിക്കുമോ? ഒരു 5-6 ഞാനവിടെ അയച്ചുതരാം, ഒന്ന് വായിച്ചു കൊടുക്കോ. ഇതൊക്കെ സഹീഹാണ്, ഹദീസിലുള്ളതാണ്, ഹദീസിൽ വന്ന തെളിവാണ്, നമ്മൾ സമ്മതിക്കണം. അബ്ദുള്ള ബാസിൽ പറയൂ, എന്തിനാ വെറുതെ? നമുക്ക് താല്പര്യമില്ല മുഹമ്മദിന്റെ ഈ തരം ചീഞ്ഞ കഥകൾ പറയാൻ. കാരണം അത് ഇന്നത്തെ നാട്ടുകാരെ മനുഷ്യരെ ബാധിക്കുന്നതല്ല.
മുഹമ്മദ് 12.5 ഊക്കി കൊടുത്ത് തോട്ടത്തിൽ പോയാലും, മുഹമ്മദ് കോട്ടയിൽ കൊണ്ടുവരപ്പെട്ട പെണ്ണിന്റെ അടുത്തേക്ക് വേറെ പോയാലും, മുഹമ്മദ് അമ്മാവന്റെ മൂത്താപ്പാന്റെ മകളുടെ പിന്നാലെ കൺസെന്റ് ചോദിച്ച് പിന്നാലെ നടന്ന് തേഞ്ഞൊട്ടിയാലും ഇന്നത്തെ കാലത്തെ മനുഷ്യൻ എന്താ പ്രശ്നം? അത് മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് എടുക്കാത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ ഇനി അബ്ദുള്ള അബ്ബാസിന്റെ മറുപടി പൊതുവേദിയിൽ മാത്രമായിരിക്കും. ഇത് തോട്ടത്തിലെ കഥയുടെ അവസാനത്തെ എപ്പിസോഡായിരിക്കും. അതങ്ങനെ നിർത്തുന്നതാണ് അബ്ദുള്ള അബ്ബാസിനും കൂട്ടർക്കും മുത്തുനബിന്റെ അന്തസ്സിനും, അന്തസ്സൊന്നുമില്ല എന്നാലും ഉള്ളതിന് നല്ലത്. ഇനി അബ്ദുള്ള അബ്ബാസിന്റെ തോട്ടത്തിലെ കഥക്ക് മറുപടി സ്റ്റേജിലാണ്. അതിനാർജവമുള്ള കാലത്ത് അബ്ദുള്ള അബ്ബാസിൽ വരട്ടെ. അതുവരെ അബ്ദുള്ള അബ്ബാസിൽ എന്ത് നുണയും കോട്ടിമാട്ടലുമായിട്ട് നടന്നു. അബ്ദുള്ള അബ്ബാസിൽ കോട്ടിമാട്ടലിന്റെ ഉസ്താദാണ്, MM അക്ബറിന്റെ അരുമ ശിഷ്യനാണ് കോട്ടിമാട്ടുന്ന കാര്യത്തിൽ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അപ്പോഴും വിഷയത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. വിഷയം അവിടെ കിടക്കുക. തോട്ടത്തിൽ എന്താ സംഭവിച്ചത് അത് നമുക്ക് പറയണ്ടേ? കുറച്ച് സമയമെടുക്കും, കേട്ടിരിക്കുക. പിന്നെ ആകെ ഒരു ആർഗ്യുമെന്റ് എന്താ ചോദിച്ചാൽ, ഇതിൽ പല പേരുകൾ, അത് ശരി തന്നെയാണ്. അപ്പൊ പിന്നെ ഈ ചരിത്രത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അസ്മ ബിൻത് ഉമാൻ, പിന്നെ അബി ജൗൻ അല്ലെങ്കിൽ ബിൻത് ജൗൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അസ്മ എന്നും അതുപോലെ തന്നെ ഉമൈമ എന്നും പേരുണ്ട്. അതാണ് ആകെ ഇതിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ കൊണ്ടുവന്നിട്ട് അതായിരിക്കും. അസ്മ എന്നും ഉമൈമ എന്നും പേരുണ്ട്, ശരിയാണ്. അസ്മ എന്നറിയപ്പെടുന്നുണ്ട്, ഉമൈമ എന്ന് പറയും. രണ്ടു പേരിലും ഈ സംഭവത്തിലുള്ള സ്ത്രീയുടെ പേര്. അപ്പൊ അതാണ് നിങ്ങളുടെ വലിയ ആർഗ്യുമെന്റ്. ഇത്രയൊക്കെ കൊണ്ടുവന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനിപ്പെത്തിയത് എന്താ? ആ സ്ത്രീക്ക് അസ്മ എന്നും അതുപോലെ തന്നെ ഉമൈമ എന്നും പേര് അറിയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വാദത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? അത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ അത് പറഞ്ഞുതരുമായിരുന്നല്ലോ എന്താണ് ആ സംഭവം എന്നുള്ളത്. ആദ്യം അസ്മയും ഉമൈമയും ജൗനിയും എല്ലാം കൂടി ഒന്നാക്കിയ സംഭവം പ്രശ്നം തീരുവോ? ഈ എല്ലാതും കൂടി ഒറ്റ ആളാണെന്ന് പറഞ്ഞ പ്രശ്നം തീരുവോ? അത് ഹദീസിലേക്ക് ഫിറ്റ് ആവുമോ? ആവൂല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകൾ കൊണ്ട് മാത്രം പ്രശ്നം തീരുവോ? അവിടെ നിൽക്കുമോ? ഒരു തോട്ടത്തിൽ നിൽക്കുമോ? ഒരു കൂടാരത്തിൽ നിൽക്കുമോ? ഒരു വീട്ടിൽ നിൽക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിലെ 1 മണിക്കൂർ ഞാൻ തബക്കാത്തുൽ കബീർ വായിച്ചു എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള അബ്ബാസിന് ആകെ ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായത് പിന്നെ പേര് മാറിപ്പോയി, 2 പേര് എക്സ്ട്രാ ഉണ്ട് എന്നുള്ളതാ. എങ്ങനെയാ മനസ്സിലാവുക? ആ ഷുക്കൂർ വരിക്കോടന്റെ കൂടെയല്ലേ പിന്നെ സഹവാസം, ആളല്ലേ ഇന്റലക്ച്വൽ ഗുരു. പിന്നെ എങ്ങനെയാണ് അബ്ദുള്ള അബ്ബാസിലെ 1 മണിക്കൂറിന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ? ഇതെങ്കിലും മനസ്സിലായല്ലോ എന്നാണ് എൻ്റെ ഒരു ആശ്വാസം. കരാർ എവിടെയെന്ന് വെച്ചപ്പോൾ മൈക്ക് എവിടെയെന്ന് വിളിച്ചു ചോദിച്ചാൽ ഷുക്കൂർ വരിക്കോടന്റെ ആളല്ലേ നിങ്ങള്? എന്നിട്ട് അത് പൊളിഞ്ഞ് പാളീസായപ്പോ നിന്റെ തലച്ചോറ് കാണിച്ചു തന്നാൽ ഞാൻ കരാറ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ മുതലല്ലേ അത്? അതുകൊണ്ട് എൻ്റെ തല വെട്ടിപ്പൊളിച്ച് എൻ്റെ തലച്ചോറ് പുറത്തിടാനുള്ള ആവേശം നിങ്ങൾക്കുണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഉടായ്പ കാണിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ? വെറുതെ വിടാൻ പറ്റുമോ? ഇപ്പൊ ഷുക്കൂറിന്റെ തലച്ചോറ് കാണിച്ചു കൊടുത്താൽ ബനൂക്കുറയിലായിട്ടുള്ള കരാറുണ്ടാവും. ആലോചിക്കണം. അനക്ക് ഇന്ന് മുതൽ വേറെ പെണ്ണെട്ടാൻ പറ്റൂല എന്ന് ഖുർആനിൽ എഴുതി വെച്ചതിന് ശേഷം അതിനോടകം 10, 11, 12, 13 എന്ന് വ്യക്തതയില്ലാത്ത കണക്ക് അതിനൊത്ത പെണ്ണുങ്ങൾ വീടിന് ചുറ്റും ഒറ്റ കൂടാരത്തിന് ചുറ്റും വീട് വെച്ച് താമസിക്കുന്ന മുഹമ്മദ് നബി ഒറ്റ ദിവസം ഒരു രാത്രി 9 കൂടാരങ്ങൾ സന്ദർശിച്ച് എല്ലാത്തിനും കൂടി പിന്നെ ഒറ്റക്കുളിയിൽ ഒതുക്കിയിരുന്ന മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയുടെ ആ കോമ്പൗണ്ടിന് പുറത്തുള്ള കഥകളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അകത്തുള്ളത് വേറെ, അടിമ സ്ത്രീകൾ വേറെ, ഭാര്യമാർ വേറെ. വിമർശകർക്ക് പോലും, വിമർശനം കേൾക്കാൻ വന്നിരിക്കുന്നവർക്ക് പോലും, മതം വിട്ടവർക്ക് പോലും, ഇതര മതസ്ഥർക്ക് പോലും അവരെന്നോട് പറയണം മതി ലിയാക്കത്തെ നിർത്തുന്നാണ്. എന്നിട്ടും അബ്ദുള്ള അബ്ബാസിൽ നേരം വെളുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താ അറിയാം? മുഹമ്മദ് നബി നാറിയാലും കുഴപ്പമില്ല, സൂറത്ത് തൗബയിൽ നിന്ന് അബ്ദുള്ള അബ്ബാസിന് രക്ഷപ്പെടൂല. അബ്ദുള്ള അബ്ബാസിലെ സൂറത്തു തൗബയിലേക്ക് അബ്ദുള്ള അബ്ബാസിനെ കൊണ്ടുവരും. നമുക്ക് ബാക്കി കേൾക്കാം. ഒന്ന്, വിധവയായ ഒരു സ്ത്രീയെ അവളുടെ സമ്മതം പോലും ആരായാതെ അവളുടെ സൗന്ദര്യം പരാമർശിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒന്നും നോക്കാതെ 12.5 ഊക്കിയ വെള്ളിക്ക് കച്ചവടം ഉറപ്പിച്ചു മുഹമ്മദ് നബി. സ്ത്രീ
ശരീരത്തെ വില പറഞ്ഞു വാങ്ങി. കണ്ടില്ലേ? ഈ പറഞ്ഞ കിതാബ് വായിച്ചിട്ട് തൊട്ട് ശേഷം ഇയാൾ പറയുന്ന വാചകമാണ് എന്താ പറഞ്ഞത്? 12 പിന്നെ വെള്ളിക്ക് വില പറഞ്ഞു വാങ്ങി. എന്തിനാ പറയുന്നത്? മഹർ കൊടുത്തതിനാണ് പറയുന്നത്. മഹർ കൊടുത്ത് കല്യാണം കഴിച്ചതിനാണ് പറയുന്നത് വില പറഞ്ഞു വാങ്ങി. എന്നിട്ട് അതിന്റെ ഇടയിൽ പറഞ്ഞ നുണ കൂടി നിങ്ങൾ കേൾക്കുക. സൗന്ദര്യം മാത്രം പരാമർശിക്കും. ഒന്ന്, വിധവയായ ഒരു സ്ത്രീയെ അവളുടെ സമ്മതം പോലും ആരായാതെ അവളുടെ സൗന്ദര്യം പരാമർശിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒന്നും നോക്കാതെ 12.5 ഊക്കിയ വെള്ളിക്ക് കച്ചവടം ഉറപ്പിച്ചു മുഹമ്മദ്. സൗന്ദര്യം മാത്രം പരാമർശിക്കപ്പെട്ടപ്പോൾ സൗന്ദര്യം മാത്രമാണോ പരാമർശിക്കപ്പെട്ടത്? അവൾ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിരുന്നു, അവളുടെ ബന്ധുവായിട്ട് കല്യാണം കഴിഞ്ഞിരുന്നതാണ്. പക്ഷെ അവളിപ്പം വിധവയാണ്. എന്ന് മാത്രവുമല്ല, അവൾ മുഹമ്മദിൽ ആകൃഷ്ടയുമാണ്. എന്താ പറഞ്ഞ്? ഇതിനെയാണ് പച്ച നുണ. ഒരു 2 മിനിറ്റിന്റെ ഗ്യാപ്പിൽ എങ്ങനെ ഇത് സ്വയം വായിച്ച് വരുത്തണം. തനിക്കെതിരായ കാര്യങ്ങൾ വായിച്ച് നീട്ടിപ്പരത്തി വായിച്ചിട്ട് പറയാണ് എന്താ ആകൃഷ്ടയാണ് എന്ന് വെച്ചാൽ സ്ത്രീക്ക് താല്പര്യമുണ്ട്, മകൾക്ക് താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഗതികേട്. ഞങ്ങൾക്കെതിരായിട്ട് ഒരു പുസ്തകം വായിക്കാൻ കൊണ്ടത് ആ സീറ ഗ്രന്ഥത്തിൽ തൊട്ടു മുമ്പ് വായിച്ചതാണ് നിങ്ങൾ കേട്ടത്. എന്താണ് ഉപ്പ പറഞ്ഞത്? ഉപ്പ വന്നിട്ട് പറയാണ് എന്റെ മകൾ നല്ല സുന്ദരിയാണ്, അവൾ വിധവയാണ്, നേരത്തെ കല്യാണം കഴിച്ച് ഡൈവോഴ്സ് ആയതാണ്, അതിനോടൊപ്പം തന്നെ അവൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അതെ, നിങ്ങൾക്കെതിരായിട്ട് കൊണ്ടുവന്നതാണ്. ആ സീറയിൽ നിന്ന് ആ ഭാഗം വായിക്കുന്നത് എവിടെ വെച്ചാണ്? അബ്ദുൽ അബ്ബാസിൽ പണ്ട് പറഞ്ഞില്ലേ എന്ത്? അത് ഗോത്രത്തലവന്റെ താല്പര്യപ്രകാരം നടന്നതാണ്. ആ പെൺകുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സമീപിച്ചപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ മാന്യമായിട്ട് മുഹമ്മദ് നബി തിരിച്ചയച്ചു. അതിൽ ഞാൻ പറഞ്ഞല്ലേ പറയുന്നത്. കല്യാണം ചുരണ്ടിയെടുക്കാൻ പോകുന്ന തബക്കാത്തുൽ കബീറിലേക്ക് പോയാൽ അബ്ദുൽ അബ്ബാസിൽ വിമർശകരുടെ വർത്തമാനം എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ബാസിൽ പറഞ്ഞ ആ നുണ പൊളിക്കാൻ തബക്കാത്ത് ഉദ്ധരിച്ചതല്ലേ ഞാൻ അവിടെ. തബക്കാത്തിലെ വാദങ്ങൾക്ക് വിരുദ്ധമായ വാദമാണ് അബ്ദുൽ അബ്ബാസിൽ ആദ്യം പറഞ്ഞത് എന്ന് സമർത്ഥിക്കാനല്ലേ അത് പറഞ്ഞത്. ഇപ്പൊ അബ്ദുൽ അബ്ബാസിൽ പറയുന്നത് അത് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് തബക്കാത്തിലെ വാദമെങ്കിൽ അബ്ദുൽ അബ്ബാസിന് അതും അബദ്ധം പറ്റിയതാണോ? അതോ നേരത്തെ നുണ പറഞ്ഞതാണോ? അതോ ഇപ്പോൾ നുണ പറയുന്നതാണോ? അങ്ങനെയൊന്നും ഉരുണ്ടു പോകാൻ കഴിയില്ല അബ്ദുൽ അബ്ബാസിലെ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഇവിടെ ഉണ്ട് ചുറ്റും. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം ഭാര്യ, പക്ഷെ അവിടെ ഗോത്രത്തലവന്റെ ഇഷ്ടമായിരുന്നു റസൂലിനോട് എങ്ങനെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കണം, വൈവാഹിക ബന്ധം മകൾക്ക് ഉണ്ടാക്കണം. ഈ സ്ത്രീക്ക്, അതായത് മകൾക്ക് വിവാഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ താല്പര്യമില്ലാതെ വിവാഹം ചെയ്ത ആ വ്യക്തി, അതായത് റസൂൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. ഈ ഒരു വാദഗതിയെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തബക്കാത്ത് ഉദ്ധരിച്ചത്. അത് കണ്ടും കേട്ടും അറിഞ്ഞും അതിൽ നിന്നൊരു 15 സെക്കൻഡ് അടർത്തിയെടുത്ത് വേറെ ഒരു കഥ മെനയാൻ പോയ അബ്ദുൽ അബ്ബാസിലെ അതും ഇപ്പൊ വേറെ. അതിനുശേഷമാണ് മഹർ നിശ്ചയിച്ച് കല്യാണം നടക്കുന്നത്. ഇതിനെ കുറിച്ച് ഇയാൾ പറയുന്നത് 12 ഉറുപ്പ്യക്ക് വാങ്ങി. അത് പിതാവോ ആരോ ആകട്ടെ കാഴ്ച വെച്ചു. ഇവിടെ തെളിവ്? തൊട്ടുമുമ്പ് വായിച്ചതിൽ ഒരു തെളിവില്ല. ഇയാൾ ഇയാളുടേതായ രൂപത്തിൽ പറയുകയാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം നിക്കാഹ്, മഹർ ഉറപ്പിച്ച് നിക്കാഹ് ചെയ്തു എന്ന് എവിടെ തെളിവ്? അബ്ദുൽ അബ്ബാസിലെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതിനാണ് തെളിവ് വരേണ്ടത്. വില പറഞ്ഞുറപ്പിച്ചു എന്നതിന് തബക്കാത്തിൽ തെളിവുണ്ട്. നിക്കാഹ് ചെയ്തു എന്ന് തബക്കാത്തിലും തെളിവില്ല. എവിടുന്ന് കിട്ടിയ അബ്ദുൽ അബ്ബാസിന്റെ നിക്കാഹ്? എവിടെയാണ് തബക്കാത്തിൽ ഈ സ്ത്രീനെ ഇത്രയും മഹർ ഉറപ്പിച്ചിട്ട് നിക്കാഹ് നടന്നതായിട്ട് തബക്കാത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എങ്ങിട്ടാ ഈ തള്ളിമറിച്ച് പോണത്? പോട്ടെ, ഇനി ഒരു ഭീകരമായ ആരോപണം കൂടിയുണ്ട്. എന്താണത്? ഇനി എങ്ങാനും ഇത് കല്യാണമാണ് എന്ന് സമ്മതിച്ചാൽ അത് മുത്താ കല്യാണമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് വലിയ ആരോപണം. അതുകൂടി കേൾക്കാം. ഇത് വിവാഹമാണ് എന്ന് സമ്മതിച്ചാൽ ഇത് മുത്തആയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അതങ്ങനെ മുത്തആണെന്ന് എങ്ങനെ സമ്മതിക്കേണ്ടി വരിക? കേട്ടോളെ. കാരണം മുത്തആ കല്യാണത്തിന് ആ കാലഘട്ടത്തിൽ വാപ്പമാര് പറഞ്ഞുറപ്പിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടി വാപ്പമാര് വില പറയുന്ന കാര്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പലതരം കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു തരം കല്യാണമായിട്ട് വാപ്പ വന്ന് മകളെ ഒരാൾക്ക് തരാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അയാൾ 12.5 ഊക്കിയ വെള്ളി തരാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 12.5 ഊക്കിയ വെള്ളിക്ക് ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാ. പെൺകുട്ടി വേറെ എവിടെയോ ഇരിക്കുക. ഇതാണോ നിങ്ങൾ കല്യാണം കഴിച്ച് മാതൃക കാണിച്ചു തന്ന മുത്തുനബീന്റെ കല്യാണ മാതൃക?
ഈ കല്യാണം കഴിച്ചു എന്നാണോ നിങ്ങൾ മറ്റേ ഹദീസിൽ കൊണ്ടുപോയിട്ട് അത് ഏതോ ഒരു സ്ത്രീയല്ല കല്യാണം കഴിച്ച സ്വന്തം ഭാര്യ എന്ന് പറയുന്നത്? ആണോ? ഈ ജാതി കല്യാണങ്ങളാണോ? ഇതാണോ നിങ്ങളെ കല്യാണം? ശരി. അപ്പോ കല്യാണം മുട്ടുകയാണ്. കാരണം എന്താ? പെണ്ണിന് താല്പര്യമില്ല. വാപ്പ വന്നിട്ട് വില പറഞ്ഞുറപ്പിച്ച് കച്ചവടം ഉറപ്പിക്കുകയാണ്. കല്യാണം സമ്മതിച്ചാൽ കല്യാണം ഉണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്ന ഹദീസ് എടുത്താൽ, 52, 56 എടുത്താൽ, അത് തബക്കാത്തുമായി കണക്ട് ചെയ്താൽ, ഈ സംഭവങ്ങളെ വിശദീകരിച്ചാൽ അത് മുത്ആയാണ്. നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന്, തബക്കാത്തിലെ ഈ പറയപ്പെടുന്ന സംഭവവും 52, 56 കണക്ട് ചെയ്തുകൊണ്ട് അതൊരു കല്യാണമാണ് എന്ന് സമർത്ഥിക്കാം. അത് കല്യാണമാണ് എന്ന് സമർത്ഥിക്കുമ്പോൾ അത് മുത്ആ കല്യാണമാണ് എന്ന് എവിഡൻസ് ഉണ്ട്, ഹദീസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഖുർആനും തരാം. പ്രശ്നം തീർന്നില്ലേ? ഖുർആനായത്ത് കൂടി അങ്ങോട്ട് തരാം. ഏത് ഹദീസല്ലേ ഇപ്പൊ നിങ്ങൾക്ക് തർക്കമുള്ളൂ? ഖുർആൻ തന്നാലോ നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ? മുത്ആ കല്യാണം മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്നോ? മുത്ആ കല്യാണത്തിലെ ത്വലാഖ് ഉണ്ടായിരുന്നോ? മുത്ആ കല്യാണത്തിലെ ത്വലാഖും നിക്കാഹ് ചെയ്തുണ്ടാവുന്ന കല്യാണത്തിലെ ത്വലാഖും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇതൊക്കെ നമുക്ക് ഖുർആൻ വെച്ച് പരിശോധിക്കാം. മുഹമ്മദ് തോട്ടത്തിൽ പോയി കാണിച്ചത് എന്താണ്, 52, 55 എന്താണ് എന്നും അത് കല്യാണമല്ല എന്നതിന്റെ തെളിവ് തരാം. 52, 56 കല്യാണമുണ്ട് എന്ന് വന്നാൽ അത് 52, 55 കല്യാണമല്ല എന്ന് തെളിവ് തരാം. 52, 56 കല്യാണമാണ് എന്ന് സമ്മതിച്ചാലും അത് മുത്ആ കല്യാണമാണ് എന്ന് ഞാൻ തെളിവ് തന്ന പ്രശ്നം തീരുമല്ലോ. പിന്നെ നിങ്ങൾ ആ തെളിവിനെ കൗണ്ടർ ചെയ്തിട്ട് പറഞ്ഞാലല്ലേ അത് നമുക്ക് ഓൺലൈനായിട്ടല്ല ഓഫ്ലൈൻ ഡിബേറ്റിലേക്ക് വാ. തെളിവ് തരാം. തെളിവ് ഓരോന്നോരോന്നായിട്ട് തരാം. ഇതാണ് ഒന്നാമത്തെ തെളിവ്. ഞാൻ ആദ്യം തെളിയിക്കേണ്ടത് ഈ സംഭവം, അതായത് സഹീഹ് ബുഖാരിയിലുള്ള ഈ 3 ഹദീസുകൾ ഒരുമിച്ചെടുത്താൽ അത് 52, 55 എന്ന് പറയുന്ന ഹദീസിൽ, വിമർശകർ ഉദ്ധരിക്കാറുള്ള ഹദീസിൽ, നമ്മളെയൊക്കെ കുറിച്ച് അവർ പറയുന്ന ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ അത് വിവാഹമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുമോ ഇല്ലേ? അതാണല്ലോ ഒന്നാമത്തെ തെളിവ്. വിമർശകർ ഉന്നയിക്കുന്ന 52, 55 എന്ന് പറയുന്ന ഹദീസ് കല്യാണമായി സമർത്ഥിക്കാൻ കഴിയുമോ ഇല്ലയോ? ഇതാണ് ഒന്നാമത്തെ തെളിവ്. നമുക്ക് അതിലേക്ക് പോവാം. ഇതിൽ ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കുന്നത് ഇവർ പറയുന്ന 52, 54, 52, 55, 52, 56. സ്ക്രീനിന്റെ ഒരു വശത്ത് നിങ്ങൾക്ക് 52, 54, 52, 56 കാണാം. വിമർശകർ ഉന്നയിക്കാറുള്ള നമ്മളൊക്കെ ഉദ്ധരിച്ച ഹദീസ് എന്ന് അവരാരോപിക്കുന്ന ഹദീസ് നിങ്ങൾക്ക് സ്ക്രീനിന്റെ മറുവശത്തും കാണാം, 52, 55. ഈ 2 വിഷയങ്ങൾ നിങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുക. ഇത് നമ്മളിപ്പോൾ ഒന്ന് വായിച്ചു പോകാം. എന്നിട്ട് ഈ സംഭവത്തെ മറികടക്കാൻ വേണ്ടി, മറുപടിയിലൊന്നും ഉൾപ്പെടുത്തിയില്ല, ഒരു ആള് പരസ്യമായിട്ട് ആളുകൾ പറയുന്നത് നോക്കുക. 52, 55 പറയുന്നത് മുഹമ്മദ് നബി കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട്, അബൂ ഉസൈദയാണ് പറയുന്നത്. അബൂ ഉസൈദ ഓർത്ത് വെക്കുക. അബൂ ഉസൈദയുമായി ബന്ധപ്പെടുത്തി അബൂ ഉസൈദ മുഹമ്മദ് സംഘവും ഒക്കെ ആയിട്ട് അവര് ഒരു തോട്ടത്തിലേക്ക് പോയി, ഷൗത്ത് എന്ന് പറയുന്ന ഒരു തോട്ടത്തിലേക്ക് പോയി. എന്നിട്ട് അവരവിടെ എത്തി. അവിടെ 2 ചുമരുകൾക്കിടയിൽ അവര് ഇരുത്തി. എന്നിട്ടോ മുഹമ്മദ് തോട്ടത്തിനകത്തേട്ട് കയറിപ്പോയി. അവിടെ ഞാൻ പച്ചയും ചുവപ്പും മഞ്ഞയും വരച്ചു വെക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. പച്ചയും ചുവപ്പും വരച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ടാണ്. അവിടെ നോക്കൂ, ജൗനിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അതായത് ബനി ജൗൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീ അവിടെ കൊണ്ടുവരപ്പെട്ടു. എവിടേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ആരാണ് ഹദീസ് നരേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഉസൈദ് പറയാണ്, ഷൗത്ത് എന്ന് പറയുന്ന ഒരു തോട്ടത്തിലേക്ക് അവർ പോയി. അതിൻ്റെ പുറത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. മുഹമ്മദ് അകത്തോട്ട് പോയി. അവിടെ ദ ജൗനിയ എന്ന് പറഞ്ഞാൽ പേര് അവ്യക്തമാണ്, പേരവിടെ പരാമർശിക്കുന്നില്ല. ആകെ അറിയാവുന്നത് ജൗൻ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന് മാത്രമാണ്. എന്നിട്ട് അവരെവിടേക്കാണ് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ നോക്കൂ. അവർ കൊണ്ടുവന്നിരുന്ന് താമസിപ്പിച്ചിരുന്നത്, അവരെ കൊണ്ടുവന്നു. അതായത് ദ ജൗനിയ had been brought and lodged in a house in a date palm garden. ഇനി ആരുടെ വീടാന്ന് പറയുന്നുണ്ട് നോക്കോ. ഇൻ ദി ഹോം ഓഫ്
ഉമൈമ ബിൻത് അൻ-നുഅ്മാൻ ബിൻ ശറാഹിൽ. ഉമൈമ ബിൻത് നുഅ്മാൻ ബിൻ ശറാഹിലിന്റെ വീട്ടിൽ ബനു ജൗൻ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കൊണ്ടുവരപ്പെട്ടു. വീട് ആരുടെ വീടാണ്? ഇൻ ദ ഹോം ഓഫ് ഉമൈബ ബിൻത് നുഅ്മാൻ ബിൻ ശറാഹിൽ. അവിടെ ചെന്നിട്ടാണ് നിന്നെ എനിക്ക് സമർപ്പിക്കുക എന്ന് മുഹമ്മദ് പറയുന്നതും. അതായത് ഒരു സമ്മാനമായിട്ട് സമർപ്പിക്കുന്നതാണ്. ഇൻ മാരേജ് എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. ആ ബ്രാക്കറ്റ് അറബിയിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. ബ്രാക്കറ്റിൽ കൊടുത്തു. എന്നിട്ടോ അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഒരു രാജകുമാരി ഒരു അങ്ങാടി പയ്യന്, ഇവിടെ ഓർഡിനറി മാൻ എന്നൊക്കെ എഴുതിക്കണം, അസൂക്കത്ത് എന്നാണ് അറബിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു അങ്ങാടി പയ്യൻ ഒരു അങ്ങാടിക്ക്, ഒരു ചന്തയ്ക്ക് എൻ്റെ ശരീരം സമർപ്പിക്കുകയോ എന്ന് ചോദിച്ചു. അവിടെ ഈ മാരേജ് എന്നുള്ള പദം കയ്യിൽ നിട്ടതാണ്, ഹദീസിലില്ല. ഇനി ഹദീസിലുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പെൺകുട്ടിയുടെ പേര് അവ്യക്തമാണ്. കൊണ്ടുവരുന്നത് ഉമൈബ ബിൻത് ശറാഹിലിന്റെ വീട്ടിലാണ്. ഇനി നിങ്ങൾ 52-54 പോയി നോക്കൂ. അവിടെ പറയുന്നത് ഇതേ ജൗനിന്റെ പുത്രി എന്നാണ്. ഇവിടെ ആരുടെ വീട്ടിലേക്ക്, എന്ത്, എങ്ങനെ എന്നതിനെ കുറിച്ചൊന്നും പരാമർശമില്ല. ഇവിടെ വധുവായി കൊണ്ടുവന്നു എന്ന് ബ്രാക്കറ്റിലാണുള്ളത്. ഹദീസിലും കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ഇന്നില്ല. ഇനി കല്യാണം കഴിച്ചു എന്ന് ഹദീസിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഹദീസ് ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ ഹദീസാണ് കൂട്ടരെ ഇവർ പറയുന്ന 52, 56. 52, 56 കല്യാണം കഴിഞ്ഞു എന്നുണ്ട്. കല്യാണം കഴിഞ്ഞു എന്ന് ഹദീസിലില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അത് 52, 55 കല്യാണത്തിന് തെളിവാണോ? അല്ല. എന്തുകൊണ്ടല്ല? എന്തുകൊണ്ടല്ല? സാമാന്യ ബോധം മരവിച്ചു പോയിട്ടില്ലാത്ത വിശ്വാസികൾ കണ്ണു തുറന്നും കാതു കൂർപ്പിച്ചും കേട്ടോ എന്തുകൊണ്ടല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിശ്വാസികൾ കേട്ടോ. ഹദീസ് ജംഈദല്ലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ജംഈദ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ജംഈദ് നോക്കാം. 52, 56 പറയുന്നു, പ്രോഫറ്റ് മാരീഡ് ഉമൈബ ബിൻത് ശറാഹിൽ. മുഹമ്മദ് നബി ആരെയാണ് കല്യാണം കഴിച്ചത്? ഉമൈബ ബിൻത് ശറാഹിലിനെയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ടോ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു. എന്ത്? തൊടാനാഞ്ഞു. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. തൊടാനാഞ്ഞു. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. മുഹമ്മദ് നബി അവൾക്ക് സമ്മാനങ്ങളും സാധനങ്ങളൊക്കെ കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ അവൾ അവിടുന്ന് പറഞ്ഞയച്ചു എന്നില്ല. ഈ ഹദീസിലില്ല. കല്യാണം കഴിച്ചത് ആരെയാണ്? ഉമൈബ ബിൻത് ശറാഹിലിനെ. ഇനി നിങ്ങൾ 62, 52, 55 പോയിക്കേ. അവിടെ കല്യാണം കഴിച്ചത് ആരെയാണ്? ജൗനിയ എന്ന് പറയുന്ന പേര് പൂർണ്ണമായിട്ട് കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരാളെ. ആ ജൗനി തന്നെയാണ് ഈ ഉമൈബ എന്ന് സമ്മതിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അങ്ങനെ കൊണ്ടുവരപ്പെട്ട ജൗനിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ബനു ജൗനിൽ നിന്നുള്ള ഒരു സ്ത്രീ കൊണ്ടുവരപ്പെട്ടു. എവിടേക്ക് കൊണ്ടുവരപ്പെട്ടു? ഉമൈബ ബിൻത് ശറാഹിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അപ്പൊ ഇത് ഉമൈബ തന്നെയാണോ? ആണോ? ഇതെങ്ങനെ ഉമൈബയാകും? ഉമൈബയല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്ന ഹദീസ് കൊണ്ട് 52, 55 ഇത് രണ്ടും രണ്ട് സംഭവമാണ്. ഉമൈബയും ജൗൻ എന്ന് പറഞ്ഞ ഗോത്രത്തിലുള്ള തന്നെയാണ്. പ്രശ്നമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. നുഅ്മാന്റെ പുത്രിയാണ്. നുഅ്മാൻ ജൗൻ ഗോത്രത്തിലുള്ളതാണെന്നും ഹിന്ദ് എന്ന് പറയുന്ന ഗോത്രമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഹദീസ് 52, 55 ഉമൈമയെ കല്യാണം കഴിച്ച കഥയുമായി ബന്ധപ്പെട്ടതല്ല. ഇവിടെ വധു ഉമൈബയല്ല. ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട കൊണ്ടുവരപ്പെട്ട പെൺകുട്ടി ഉമൈബയല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇനി എന്ത് ഗവേഷണം നടത്താനാണ് പോകുന്ന കൂട്ടരെ? ഇത് ഉമൈബാന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വേറൊരു പെൺകുട്ടിയാണ്. ഉമൈബാന്റെ ഗോത്രത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട വേറെ പെൺകുട്ടിയാണ്. കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന രണ്ടും രണ്ടാണ്. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണം കഴിഞ്ഞു എന്നൊരു ഹദീസിലില്ലേ? ഉണ്ട്. കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് കല്യാണം കഴിഞ്ഞു എന്ന് 52, 55 ഹദീസ് തോട്ടത്തിൽ നടന്ന
ലീലാവിലാസങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നതിന് ഈ സംഭവം തെളിവാകുമോ? ഇല്ല. ക്ലിയർ ആയോ? എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഹദീസിലില്ലേ? ഉണ്ട്. കല്യാണം കഴിഞ്ഞ ഹദീസിലില്ലേ? ഉണ്ട്. ഹദീസിലുണ്ടെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അത് 52, 55 തോട്ടത്തിലെ കലാപരിപാടി കല്യാണമായിരുന്നു എന്നതിന് തെളിവാണോ? അല്ല. കല്യാണം കഴിഞ്ഞു നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? സമ്മതിച്ച് തരില്ല. കാരണം എന്താ? അത് കല്യാണമല്ല, കല്യാണത്തിന് തെളിവില്ല. അപ്പൊ രണ്ടും രണ്ടാണെന്ന് മനസ്സിലായല്ലോ. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും രണ്ട് വ്യക്തികളാണെന്ന് മനസ്സിലാക്കണം. പിന്നെയോ, ഇനി ഉമൈമയുമായിട്ട് കല്യാണം നടന്നു എന്ന് മാത്രം ഇനിയിപ്പോൾ പറയാൻ പറ്റുക. ഉമൈമയായിട്ട് കല്യാണം നടന്നിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ 52, 55 അവിടെ സേഫാണ്. അവിടെ കല്യാണമില്ല, കളവാണമില്ല, അവിടെ കാതുകുത്തുമില്ല, ഒന്നുമില്ല. അവിടെ നേരെ തോട്ടത്തിലേക്ക് ചൊല്ലുന്നു. ശരീരം വിട്ടുതരുമോ എന്ന് ചോദിക്കുന്നു. വിട്ടുതരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമാകുന്നു. സിംപിളി പഞ്ചാബി ഹൗസില് ബോട്ട് ചോദിച്ച് ചെന്ന സീനാണ്. വേറെ ഒന്നുമില്ല അവിടെ. അവിടെ സമ്മാനം കൊടുക്കുന്നു. അവിടെ കട്ടെ. ഇനി കല്യാണം കഴിഞ്ഞു നിങ്ങൾക്ക് ഏതാ ഉള്ളത്? ഉമൈമാന്റെ കല്യാണം കഴിഞ്ഞു എന്നുണ്ട്. ഉമൈമ ബിൻത്ത് നുഅ്മാൻ ബിൻ ഷറാഹിലിനെ കല്യാണം കഴിച്ചു എന്ന് ഹദീസിലില്ലേ? ഉണ്ട്. കല്യാണം കഴിഞ്ഞു എന്ന് സമ്മതിച്ചാൽ അത് എന്ത് തരം കല്യാണമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് മുത്തലാ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞു. തെളിവുണ്ടോ? തെളിവുണ്ട്. എവിടെയുണ്ട്? ഹദീസിലുണ്ട്. പോരെങ്കിൽ ഞാൻ ഖുർആനിൽ നിന്ന് തരും. ഇത്രയ്ക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 52, 55 മാറ്റി വെച്ചു. അവിടെ കല്യാണമല്ല, കളവാണമല്ല, ഒരു കുന്തമില്ല. ഓക്കെ. ഇനി 52, 55 കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഹദീസിലേക്ക് വന്നാൽ, കല്യാണം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസ്, ആ ഹദീസ് എടുത്താൽ പോലും അത് കല്യാണമാണ് എന്ന് സമ്മതിക്കാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഈ ഹദീസാണ്. അതായത് മുഹമ്മദ് നബി തോട്ടത്തിൽ കുത്തിയിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ജൗനിന്റെ അല്ലെങ്കിൽ ഒരു ഷറാഹില്, നുഅ്മാൻ ബിൻ ഷറാഹിൽ ചെന്നിട്ട് മകളെ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞു എന്ന് അവ്യക്തമാണ്. മകള് എന്നും പിതാവ് എന്നുള്ളതൊക്കെ അവ്യക്തമാണ്. കാരണം അങ്ങനെ പരാമർശിക്കപ്പെടുന്നു. പരാമർശിക്കപ്പെടുന്ന സമയത്ത് മുഹമ്മദ് നബി 12 രൂപയ്ക്ക് വെള്ളി കൊടുക്കാമെന്ന് പറയുന്നു. അവിടെ ബാർഗെയിനിങ് നടക്കുന്നു. ആ ബാർഗെയിനിങ്ങിൽ അവസാനം മുഹമ്മദ് നബി പറഞ്ഞ വിലക്ക് ഉറപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കല്യാണം കൊണ്ട് മുഹമ്മദിന്റെ അടുത്ത് ഈ പെൺകുട്ടീനെ പരിചയപ്പെടുത്താൻ പോയ ആള് പറഞ്ഞത് എന്താണെന്നറിയോ? അതും ഞാൻ കാണിച്ച തബക്കാത്തിലുണ്ട്. അബ്ദുള്ള അബ്ബാസിന് മനസ്സിലാവുന്നില്ല. വെറുതെ ചോപ്പ് മഞ്ഞ് വരച്ചു വെച്ചല്ല അബ്ദുള്ള അബ്ബാസിലെ. അവര് പറയുന്നത് എന്താണെന്നറിയോ? ആ വ്യക്തി പറയുന്നത്, കച്ചവടം ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ പോയിട്ട് അവളുടെ കുടുംബത്തിൽ വിവരമറിയിക്കാം എന്നാണ്. സ്വന്തം മകളെ കല്യാണം ആലോചിച്ച് ചെന്നിട്ടാണെങ്കിൽ ഞാൻ എന്നാ ഓളെ കുടിയിൽ വിവരം അറിയിക്കുക എന്നാണ് പറയാ. ആണോ? അപ്പൊ അത് മൂന്നാമതൊരാളായിരുന്നു എന്ന് നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ കിട്ടും. നമ്മൾ അതിമ കൂടുതലായിട്ട് ചകേണ്ട. അല്ലാതെ തന്നെ നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം. ആ സംഭവം വിശദീകരിക്കുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഏകോപിച്ചു വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട സംഭവം, വാപ്പ തോട്ടത്തേക്ക് ചെന്നു, മഹർ പറഞ്ഞു, ഉറപ്പിച്ചു, കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന സംഭവം ഉമൈബയുടെ കല്യാണവുമായിട്ടേ ചേരൂ. കാരണം അവിടെ ചെല്ലുന്നു എന്ന് പറയപ്പെടുന്ന അവ്യക്തമായ ഒരു വാപ്പ, ഒരു നിഴലുള്ള വാപ്പ, ഒരു വാപ്പാന്റെ നിഴലുള്ളത് നുഅ്മാൻ ബിൻ ഷറാഹിലിൻ്റെതാണ്. നുഅ്മാൻ ബിൻ ഷറാഹിൽ ചെന്നിട്ട് മകളെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് അത് 52, 55 കല്യാണമാകുന്നില്ല. ഇത് ജംഅ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. വെറുതെ പറഞ്ഞു പോകാം. സാമാന്യ ബോധം മായ്ച്ചു കളഞ്ഞിട്ട് കിതാബിൽ എന്തുണ്ടോ അത് ശരി എന്ന് വിചാരിച്ചാൽ നടക്കും. സാമാന്യ ബോധം ഓൺ ചെയ്ത് വെച്ചാൽ പരിപാടി നടക്കൂല. അത് വേറെ ആളാണ്, ഇത് വേറെ കഥയാണ്. അപ്പൊ അങ്ങനെ ഈ സംഭവം മുത്തഫഖുൻ അലൈഹിയായി വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എന്ന് മാത്രവുമല്ല 52, 55 ഇതും രണ്ടാണ് എന്നതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. എന്താണ് തെളിവ്? ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഉമൈബ ബിൻത്ത് ഷറാഹിലിന്റെ വീട്ടിലേക്കാണ് ജൗനിന്റെ പുത്രിയെ കൊണ്ടുവരുന്നതാണ് 52, 55
എന്നാൽ ഈ മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഹദീസിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവരപ്പെടുന്നത് എവിടത്തേക്കാണ് എന്ന് നിങ്ങൾ നോക്കൂ. ഇതിനകത്ത് ആ വീട് പറയുന്നുണ്ട്. സഹീഹ് ബുഖാരിയിലെ 56:37 she came and stayed in the castle of ബനി സായിദ. ബനി സായിദ ഗോത്രത്തിന്റെ കീഴിലുള്ള ഒരു കോട്ടയിലേക്കോ അങ്ങനെയൊക്കെ ഒരു ഫോർട്രസ്. ആൻഡ് he sent a message to her. She came and stayed in the fortress of ബനു സായിദ. ബനു സായിദ ഗോത്രത്തിലുള്ള അവരുടെ ഒരു കോട്ടയിലേക്കാണ് ആ പെൺകുട്ടി കൊണ്ടുവരപ്പെടുന്നത്. ആര് കൊണ്ടുവരപ്പെടുന്നത്? ഷറാഹിലിന്റെ പുത്രി, നുഅ്മാൻ ഇബ്നു ഷറാഹിലിന്റെ പുത്രി ഉമൈബ കൊണ്ടുവരപ്പെടുന്നത്. ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വന്ന ഹദീസല്ലേ? ഇതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? എന്ന് മാത്രമല്ല, അപ്പൊ ഇവർ പറയുന്ന വേറൊരു ന്യായമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അതായത് ഇത് രണ്ടും ഒരു വീട് തന്നെ ആയിരിക്കും എന്നൊക്കെ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇതൊക്കെ ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായി കാണിച്ച് വിശദീകരിച്ചതാണ്. അതൊന്നും കാണാത്തതുപോലെ ഉരുണ്ട് മറിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് അടർത്തിയെടുത്ത 2 സെക്കൻഡ് 10 സെക്കൻഡ് വീഡിയോ കൊണ്ട് അവിടെ കിടന്ന് മെഴുകിയപ്പോൾ അവിടെ കാഴ്ചക്കാരിൽ നിന്നൊരാള് അവരുടെ സൂം മീറ്റിങ്ങിലേക്ക് കയറിയിട്ട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. ഈ 3 വിഷയങ്ങൾ പേരുകൾ തമ്മിൽ മാച്ച് ആവുന്നില്ല, കൊണ്ടുവരപ്പെട്ട സ്ഥലം മാച്ച് ആവുന്നില്ല, അതേപോലെ തന്നെ മുത്തഫഖുൻ അലൈഹി നിങ്ങൾ മറുപടിയിൽ പരാമർശിക്കുന്നില്ല. ഈ 3 കാര്യങ്ങൾ അവരുടെ ചർച്ചയിൽ അവരുടെ മുന്നിൽ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനോട് അവരെങ്ങനെയാ പ്രതികരിക്കുന്നത്? അതുകൂടി നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ രണ്ടുപേരുടെയും വീഡിയോ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തില് ലിയാഖത്തിന്റെ വീഡിയോ അവസാനത്തോട് ലിയാഖത്ത് ചെയ്ത് ആദ്യം ബുഖാരിയിൽ നിന്ന് ഒരു 3 ഹദീസ് എടുത്ത് കാണിക്കുന്നു. അതിനുശേഷം നേരെ സീറയിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ലാസ്റ്റ് 2 ഹദീസ് കാണിക്കുന്നുണ്ട്. ഒന്ന് ബുഖാരിയിൽ നിന്ന് ഒരു ഹദീസ്, പിന്നെ ഒന്ന് മുസ്ലിം ഒരു ഹദീസ്. അപ്പോ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു ചോദ്യം, അബ്ദുൽ അബ്ബാസിൽ വീഡിയോ ചെയ്ത സമയത്ത് ആ സ്ത്രീയുടെ മുഴുവൻ പേര് ഇതാണ് ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനൊരു റെഫറൻസ് പോലെ ഒന്നും കണ്ടില്ല. എനിക്ക് മിസ്സായതാണോ അറിയില്ല. അപ്പോൾ അതിന് വല്ല റെഫറൻസ് അല്ലെങ്കിൽ ഇന്ന ഒരു ഹദീസിൽ ഇങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വല്ല റെഫറൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഈ ഒരു സീറ ലിയാഖത്ത് റെഫർ ചെയ്തത് അത് ആധികാരികമാണോ, അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ എന്നുള്ളത് വേറൊരു കാര്യം. മൂന്നാമത്തത്, അബ്ദുൽ അബ്ബാസിൽ ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ റിപ്ലൈ വീഡിയോ ചെയ്തപ്പോൾ ലാസ്റ്റ് ലിയാഖത്ത് പറഞ്ഞ 2 ഹദീസിനെ പറ്റിയിട്ട് പരാമർശിച്ച് കണ്ടില്ല. കാരണം ആ ഹദീസ് പ്രകാരം അത് ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ലാസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി നിങ്ങളെ വിവാഹം ആലോചിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് ഇതാക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് അബ്ദുൽ അബ്ബാസിലൊന്നും പറഞ്ഞു കണ്ടില്ല. അപ്പൊ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, ഇതിപ്പോ എന്താണ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 3 പോയിന്റ് ഒന്ന് ടച്ച് ബേസ് ചെയ്തിട്ട് ഒരു ഉത്തരം തന്നിരുന്നെങ്കിൽ ഉപകാരം. അപ്പൊ ഇതാണ് ചോദിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞത് മുത്തഫഖുൻ അലൈഹി നമ്മൾ കാണിച്ചത് അതിനകത്ത് പറയുന്നത് കല്യാണമല്ല, കല്യാണാലോചനയാണ് എന്നാണ്. അപ്പൊ കല്യാണം ഇബ്നു സഅദിൽ നിന്ന് ഉരുട്ടിയെടുത്തിട്ട് 52-56 കൊണ്ടുവന്ന് തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിൽക്കുകയാണ് ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ പറയുന്ന ചരിത്ര സംഭവത്തെ ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഏകോപിച്ച് വന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ്. ആരോ ചോദിക്കുന്നു മുത്തഫഖുൻ അലൈഹി എന്നത്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരേ സംഭവം ഒരേപോലെ ഉദ്ധരിക്കപ്പെടുക. അങ്ങനെ വരുമ്പോൾ ഹദീസുകളുടെ കൂട്ടത്തിൽ അതിന് പ്രഥമ പരിഗണനയുണ്ട്, അത് ഏറ്റവും സ്വീകാര്യമായ ഹദീസാണ്. അങ്ങനെ വരുമ്പോൾ ഈ 52-56 ഇബ്നു സഅദിൽ നിന്ന് തോണ്ടിയെടുത്ത് 52-56 തേച്ച് പിടിപ്പിച്ചാൽ അത് വിശ്വസിക്കണമെങ്കിൽ, അത് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ കല്യാണ ആലോചന ആയിരുന്നു എന്ന ഭാഗം മുത്തഫഖുൻ അലൈഹി ആയി വന്ന ഹദീസിൽ നിന്നുള്ളത് തള്ളിക്കളയേണ്ടി വരും. അതാണ് കല്യാണമായിരുന്നില്ല എന്ന് ഉമൈബയുമായി ബന്ധപ്പെട്ട ചരിത്രം തന്നെ കല്യാണമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ തെളിവ്. അപ്പൊ ഇതൊക്കെയാണ്. പേര് അവ്യക്തമാണ്. അതേപോലെ തന്നെ ഇവരുടെ എന്താ പറയുക, ഈ ഹദീസ് പരാമർശിക്കപ്പെട്ടില്ല. ഞാൻ ഉദ്ധരിച്ച സീറ സ്വീകാര്യമാണോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എനിക്കെതിരെ തെളിവുണ്ടാക്കാൻ വേണ്ടി, കല്യാണം ഉരുട്ടിയെടുക്കാൻ വേണ്ടി അബ്ദുൽ അബ്ബാസിൽ അവലംബിച്ച സീറ എന്ന് പറയുന്ന ഇബ്നു സഅദിന്റെ തബക്കാത്തുൽ കബീർ എന്ന് പറയുന്ന പുസ്തകം,
അത് ആധികാരികമല്ല എന്ന് സമർത്ഥിക്കുകയാണ് അബ്ദുള്ള ബാസിലിനി. കാരണം ഞാൻ ഉദ്ധരിച്ചു എന്നതുകൊണ്ട് ഇബ്നു സഅദിനെ തള്ളണം. കല്യാണം ഉരുട്ടിയെടുക്കാൻ അബ്ദുള്ള അബ്ബാസിന് അതേ ഇബ്നു സഅദിന്റെ തബക്കാത്തുൽ കബീർ വേണം. ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും മേലെ എന്താണ്? നിങ്ങൾ കാട്ട്. പേരുകൾ വ്യത്യസ്തമാണ്, ആളുകൾ ഒരേ പേരാണ് എന്ന് സമർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെ ഈ മുത്തഫഖുൻ അലൈഹി ഇതിന് വിരുദ്ധമാണ്. അതുപോലെ സീറ, ലിയാഖത്ത് ഉദ്ധരിച്ച സീറ അത് സ്വീകാര്യയോഗ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുള്ള ബാസിലിന്റെ ഉരുളൽ ബബ്ബബ്ബ നിങ്ങൾ കേട്ടോ. ഓക്കെ, അതിൽ ഞാൻ എന്റെ ഭാഗം പറയാം. ഈ സെക്കൻഡ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തത് പിന്നെ ഈ തബക്കാത്തിൽ പറഞ്ഞിട്ടുള്ള പിന്നെ റിപ്പോർട്ടുകൾ. ഇപ്പൊ നമുക്കറിയാം സീറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യം ബേസിക്കലി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സീറ എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ള ഒരു പ്രമാണമല്ല. സീറയെ നമുക്ക് അവലംബിക്കാം. പല കാര്യങ്ങളുടെയും ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞതുപോലെ ഏതൊരു സംഭവത്തെ കുറിച്ചുള്ള പരമാവധി റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറയിൽ കാണാൻ സാധിക്കും. അതിലിപ്പോ തബക്കാത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തബക്കാത്തിൽ പിന്നെ ആദ്യം ഉദ്ധരിച്ചിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിൽ അതിൽ മുഹമ്മദ് ബിൻ ഉമർ വാഖിദി എന്ന് പറയുന്നത് സനദിൽ ദുർബലനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പിന്നെ 844 അതിൽ 3 ദുർബലരാണുള്ളത്. ഒന്ന് സനദ് പിന്നെ മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മുർസലാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഉമർ വാഖിദ് അതിലുണ്ട്, അത് ദുർബലാണ്. അതുപോലെ തന്നെ അംറു ബിൻ സ്വാലിഹ് എന്ന് പറയുന്ന റാവി മജ്ഹൂലാണെന്ന് വെച്ചാൽ അജ്ഞാതനാണ് എന്നുള്ളതും നമുക്ക് പിന്നെ തബക്കാത്തിലെ 844 ഉള്ള പിന്നെ റിപ്പോർട്ടിൽ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 845 ഹിഷാം ഇബ്നു മുഹമ്മദ് ഇബ്നു സാഹിബ് എന്ന് പറയുന്നത് ദുർബലനാണ് എന്ന് ഏകദേശം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളിൽ ഇപ്പൊ ഈ സീറകളിലുള്ള പൊതുവെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, സീറകളിലുള്ള റിപ്പോർട്ടുകളിൽ എന്തുണ്ടാവാം, ദുർബലതകൾ ഉണ്ടാകാം. അതുകൊണ്ട് സീറ എന്ന് പറയുന്നത് പൂർണ്ണമായി ഒരു പ്രമാണമല്ല. നമ്മൾ പ്രമാണം കൃത്യമായി സ്വഹീഹായ ഹദീസുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബുഖാരിയിലെയും അതുപോലെ തന്നെ മുസ്ലിമിലെയും എല്ലാ ഹദീസുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതാണ് പൂർണ്ണമായി റെഫറൻസ്. എന്നാൽ അതേ സമയത്ത് ഒരു കാര്യത്തെ ജമ്മ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളോ എടുക്കാൻ വേണ്ടി നമുക്ക് സീറകളെ അവലംബിക്കാം. അത് തന്നെ അതിന്റെ സനത് നോക്കിക്കൊണ്ട് വേണം എന്നുള്ളതാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവരെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. കാരണം ഇവർ ഒരു സ്വഹീഹായ ഹദീസിന് എടുക്കുന്ന അതേ ഒരു രൂപത്തിലാണ് സീറ എടുക്കുന്നത്. ആ സീറയിൽ അതിൽ സനത് ഉണ്ടാകുമെന്നും ആ സനത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതും ആ സനദിൽ ഒരു പക്ഷേ ദുർബലതകൾ ഉണ്ടാകാമെന്നുള്ളതും ഇപ്പൊ ഇബ്നു ഇസാഖോ അല്ലെങ്കിൽ പിന്നെ തബക്കാത്തോ എന്നും പൂർണ്ണമായി സ്വഹീഹാണ് എന്ന് ഒരിക്കലും ഒരാളും പറയില്ല. ഒരു ഇസ്ലാമിനെ കുറിച്ച് ബേസിക്കലി അറിയുന്ന ഒരാൾ പറയും. കാരണം അതിൽ സനദുകളുണ്ട്, ആ സനദുകൾ നമ്മൾ പരിശോധിക്കണം, അതനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പൊ സ്വഹീഹായ ഹദീസുകളാണ് പിന്നെ കണ്ണിമുറിയാത്ത ഹദീസുകളാണ് ഇസ്ലാമിൽ പ്രമാണം എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പിന്നെ എന്തുണ്ട്, ഹദീസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മിഞ്ഞാന്ന് നടത്തിയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ കൃത്യമായി പിന്നെ ഈ പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഹദീസ് അടക്കം കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ 4 ഹദീസുകൾ ബുഖാരിയിൽ വന്നത്. ഈ ലിയാഖത്തിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നെന്ന് ചോദിച്ചാൽ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഉണ്ട്, പക്ഷെ ഒരു അടിസ്ഥാനമില്ലാത്ത വേറെ ഹദീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഹദീസാണ് എടുക്കുക. ഏതാ അടിസ്ഥാനം ഇല്ലാത്ത ഹദീസ് എന്ന് പറയുന്നത്? 5-2-5-6 അതായത് 5256 ഹദീസ്. ഏതാത്? സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് നമ്മൾ പൂർണ്ണമായും സനദോടുകൂടി സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസിനെയാണ് പറയുന്നത്, ഏതോ ഹദീസ് അല്ല. വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇത് പിന്നെ സ്വഹീഹായ ഹദീസാണ് എന്നുള്ളത് കൃത്യമാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ 4 ഹദീസുകളും മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഹദീസ് എന്ന് പറയുന്നത് 5637 ഹദീസ്. ഈ 4 ഹദീസുകളും അതാണ് ഞാൻ പറഞ്ഞത് ഉസൂൽ ഹദീസിന്റെ ബേസിക്സ് ആണ്. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സംഭവത്തെക്കുറിച്ച് ഒന്നിലേറെ ഹദീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ജമ്മ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് ഇപ്പോൾ ഈ പേര് എവിടുന്ന് കിട്ടി. ഇപ്പോൾ നിങ്ങൾ ആ പിന്നെ ഈ ഹദീസുകൾ മാത്രം വായിച്ചാൽ തന്നെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഉമൈമ ബിൻത് ഷറാഹിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബിൻത് ജൂൻ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും എല്ലാം അതുപോലെ തന്നെ സീറകളിൽ നിന്നും സ്വഹീഹായി വന്നുള്ള സീറകളിൽ നിന്നും എല്ലാം നമുക്ക് അതിന്റെ ഗോത്രം പറയാൻ പറ്റും. ബിൻതുൽ ഉമാൻ, ഉമാന്റെ മകൾ എന്നുള്ളത് കാണാൻ സാധിക്കും. ഉമാൻ എന്ന് പറയുന്ന ഷറാഹിലിന്റെ മകനാണെന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഉമൈമ ബിൻതു ഉമാൻ ഇബ്നു ഷറാഹിൽ അൽ ജൂനിയ എന്ന് പറയുന്ന പേര് കിട്ടുന്നത്. അതിനെ തന്നെ ഹിലാബി എന്ന് പിന്നെ പരാമർശിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സീറയിൽ നിന്നും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ആകെയുള്ള ഒരു പിടിവല്യ എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഒരു സംഭവത്തിന് ശേഷം അവര് ആ സ്ത്രീയോട് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട്, അതെന്താണ്, പിന്നെ നിങ്ങൾ ആരെയാണ്, ഹൂ ഈസ് ദിസ് എന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മറുപടി പറയാണ്, ഇറ്റ്സ് അല്ലാഹ്സ് മെസഞ്ചർ, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഹു ഹാസ് ആണ് നമ്മൾ പറയുന്നത്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർച്ചയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ തുടർച്ച അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ അതേ സമയത്ത് ഇവിടെ കല്യാണം കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് പൂർണ്ണമായും അത് ജമ്മ് ചെയ്താൽ മനസ്സിലാവും. ഈ ഒറ്റ പദം അത് തന്നെ പിന്നെ വിവാഹവുമായി വന്നത് അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായി വന്നത് എന്ന രൂപത്തിൽ നമുക്ക് പറയാം. അതിന്റെ തുടർച്ച നമ്മൾ ചെയ്യേണ്ടത് ഇത് ജമ്മ് ചെയ്തുകൊണ്ട് അതിന് കൃത്യമായിക്കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീസിൽ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാരീഡ് ഉമൈമ ബിൻത് ഷറാഹിൽ, ഉമൈമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാരി ചെയ്തു. അപ്പൊ ഈ ഒരേ സംഭവമാണ് ഇത്. ഞാൻ പറയുന്നത് വെച്ചാൽ
ഒരു സ്ത്രീയെ തന്നെ അല്ലെങ്കിൽ ഒരേ സ്ത്രീയെ തന്നെ വിവാഹാലോചന നടത്തിയിട്ട് ഇതേ കാര്യം നടത്തുകയും അതേപോലെ തന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഇങ്ങനെ പിന്നെ നടക്കുകയും ചെയ്യോ? ഇല്ല. ഒരു സംഭവമാണിത്, ഒരു തവണ സംഭവിച്ച സംഭവമാണിത്. ആ സംഭവത്തെ പറ്റിയുള്ള സ്വഹീഹായ റിപ്പോർട്ടുകൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. ആ സ്വഹീഹായ റിപ്പോർട്ടുകൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇത് വളരെ പിന്നെ എന്താണ് സംഭവം, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉദ്ധരിക്കുന്ന എന്ന് വെച്ചാൽ വിമർശകർ ഉദ്ധരിക്കുന്ന 5255 ഹദീസിൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്ത്രീയെ തോട്ടത്തിൽ വെച്ചിട്ടുള്ള ഒരു വീട്ടിൽ വെച്ച് ഒരു സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയുടെ അടുത്ത് പോകുന്നു. അപ്പൊ സ്ത്രീ ഔദു ബിക എന്ന് പറയുന്നു. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മാന്യമായി അവരെ തിരിച്ചയക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സംഭവത്തിലുള്ളത്. ആ ഒന്നാമത്തെ സംഭവത്തിലുള്ള സ്ത്രീ ആരാണ്? അതേ വിഷയത്തെ കുറിച്ചാണ് അടുത്ത ഹദീസിൽ പറയുന്നത്. ആ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിരുന്നു. പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാരീഡ് ഉമ്മ ബിൻത് ഷറാഹിൽ. എന്നിട്ട് അതേ സ്ത്രീയെ കുറിച്ചാണ് 5254 ഹദീസിൽ പറയുന്നത്. വിച്ച് ഓഫ് ദ വൈഫ്സ് ഓഫ് ദ പ്രോഫറ്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഭാര്യമാരാണ് സോട്ട് റെഫ്യൂജ് വിത്ത് അല്ലാഹ് ഫ്രം ഹിം എന്ന് വെച്ചാൽ അല്ലാഹുവിൽ നിന്ന് റസൂലിനെ തൊട്ട് റെഫ്യൂജ് തേടിയത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ ഈ വിഷയം വളരെ ക്ലിയർ. മാരീഡ് എന്നുള്ളത് വളരെ മറ്റേ ഒറ്റ പദത്തിന്റെ ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. കാരണം വളരെ കൃത്യമായിക്കൊണ്ട് ഒരു അർത്ഥസംഖ്യത്തോടെ ഇല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാരീഡ്, പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാരീഡ് ഉമൈമ ബിൻത് ഷറാഹിൽ. അതുപോലെ തന്നെ ഇത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഈ ഹദീസുകൾ ഉദ്ധരിക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് ഹദീസുകൾ ഉദ്ധരിക്കുന്നത് ബാബു മൻ ത്വല്ലഖ എന്ന് വെച്ചാൽ ഷുഡ് എ മാൻ ടെൽ ഹിസ് വിത്ത് ഫേസ് ടു ഫേസ് വെൻ ഷീ ഈസ് ഡൈവോഴ്സ്ഡ്. ഈ ത്വലാഖ് ചൊല്ലുമ്പോൾ നേരിട്ട് പറയേണ്ട വാചകം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹദീസ് ഉദ്ധരിച്ചത്. അപ്പൊ ത്വലാഖാണ്, വിവാഹമോചനമാണ്. അപ്പൊ വളരെ ക്ലിയർ ആണ്. അപ്പൊ ആ ഒരു ഒറ്റ പദം, ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യത്തിൽ എന്തില്ല യാതൊരു തരത്തിലുള്ള അത് ജമ്മ് ചെയ്ത വളരെ ക്ലിയർ ആണ്. അതിൽ ഇയാൾ പറയുന്നത് മുത്തഫഖുൻ അലൈഹി ഹദീസ് ഉണ്ട്, പിന്നെ വേറെ ഏതോ ഹദീസ് അല്ല, കൃത്യമായ സനദോടുകൂടി അത്രയും കൃത്യമായ ഹദീസുകളാണ് എന്നുള്ളതാണ് ഇതിൽ പറയാൻ. ഫോൺ ചെയ്താൽ മാത്രമല്ല ബബ്ബബ പറയാൻ പറ്റുക എന്നതിന് ഇതിലും വലിയ തെളിവില്ല. എം അക്ബറിനോട് ചോദ്യം ചോദിച്ചാൽ എം അക്ബർ എന്താണോ ചെയ്യുന്നത്, ചോദ്യകർത്താവിനെയും കേൾവിക്കാരുടെയും ഒക്കെ ആ കോൺഷ്യസ്നെസ്സിനെ കശക്കി എറിയുന്ന തരത്തിൽ കുഴച്ച് മറിച്ച് അസിമെട്രി പ്രയോഗം. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചങ്ങാതിനോട് എന്തോ ഒരു കാര്യം ഐ തൂറി വരകീന്ന്. പക്ഷെ അബ്ദുൽ അബ്ബാസിൽ അങ്ങനെയല്ല. അബ്ദുൽ അബ്ബാസിൽ കുറച്ച് സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് അബ്ദുൽ അബ്ബാസിൽ തൂറുകയും വരകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടിയില്ല. അവിടെ ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിനും മറുപടിയില്ല. എന്താ ചോദ്യം? എന്താണ് ചോദ്യം? ഈ 3 ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയുടെ പേരിൽ വ്യക്തതയില്ല. ഇത് ഒരാളാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നതിന് നിങ്ങൾ എന്ത് തെളിവാണ് അവലംബിച്ചത് എന്നതാണ്. ഒരു തെളിവില്ല. ഇതൊക്കെ ജമ്മ് ചെയ്ത ആളിന്നാണ്. ജമ്മ് ചെയ്താലും കിട്ടൂല എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 52-56 ഉമൈബ ബിൻത് ഷറാഹിലിനുമായിട്ട് നടന്ന കല്യാണത്തെക്കുറിച്ച് പറയുന്ന കാര്യം 52-55 ഉമൈബ ബിൻത് ഷറാഹിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ട പെൺകുട്ടിയിലേക്ക് ജമ്മ് ചെയ്യാൻ കഴിയില്ല. തെളിവില്ല. തെളിവ് വെക്കാൻ പറഞ്ഞപ്പോൾ തെളിവില്ല. ഒക്കെ ജമ്മ് ചെയ്താൽ മതി എന്നാ പറഞ്ഞു. രണ്ടാമത്തത് ലിയാഖത്ത് ഉദ്ധരിച്ച തബക്കാത്തുൽ കബീർ സീറ അത് സ്വീകാര്യയോഗ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ കുറേ സനത് മുറിഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ട് സീറ എന്ന് നമുക്ക് അങ്ങനെ പ്രാഥമികമായിട്ടുള്ള ഒരു തെളിവായിട്ട് സ്രോതസ്സായിട്ട് അവലംബിക്കാൻ പറ്റൂല. ലിയാഖത്തിനൊക്കെ വിവരമില്ലാത്തതുകൊണ്ട് ഓല അത് സഹീഹ് ഹദീസ് പോലെ എടുക്കുന്നു എന്ന ശുദ്ധമായ നുണ. നമ്മൾ സീറയെ എടുത്ത് എന്തിനാ? നിങ്ങൾ സീറയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സഹീഹ് ഹദീസ് തന്നെ ധാരാളം. സഹീഹ് ഹദീസിൽ നിന്ന് കല്യാണം ഉരുട്ടാൻ പറ്റൂലാത്തത് കൊണ്ടാണ് നിങ്ങൾ സീറയെ അവലംബിച്ചത്. അപ്പോഴാണ് നമ്മൾ സീറയിലേക്ക് പോയത്. ആരെ പറ്റിക്കാനാണ് അബ്ദുൽ അബ്ബാസിലെ നുണ പറയുന്നത്? എന്നിട്ട് കുറേ സമയം ഇങ്ങനെ കലങ്ങി തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊപ്പിക്കുക. അതിൽ ഏറ്റവും രസകരമായ മറുപടി എന്താണെന്നറിയോ? മുത്തഫഖുൻ അലൈഹി ആയി വന്ന ഹദീസിൽ കല്യാണം ആലോചിക്കാനാണ് പോയത് എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് വിവാഹിക ജീവിതത്തിന്റെ ഒരു തുടർച്ചയല്ലേ എന്ന്. എന്തിൻ്റെ? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് നൈറ്റിൽ മണിയറയിൽ കയറ്റി ഇരുത്തിയിട്ട് മുഹമ്മദ് നബി ചെന്നിട്ട് ചോദിക്കുകയാണ് ശരീരം തരുമോ? അപ്പോൾ അവര് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മുഹമ്മദ് സ്വന്തം മണിയറയിൽ നിന്ന് ഭാര്യനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് അവിടുന്ന് ഇറങ്ങിപ്പോവാ. എന്നിട്ട് ഈ പുതിയണ്ണിനോട് ചോദിക്കുക ആരാപ്പ വന്നതെന്ന് എനിക്കറിയോ എന്ന്. അപ്പൊ ഇല്ല, മനസ്സിലായില്ല എന്ന് വന്നാൽ കൂടെ ചെന്ന പോങ്ങന്മാരെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അത് എന്നെ കല്യാണം കഴിച്ച പുതിയ പിള്ളയാണെന്നല്ലേ, അല്ല കല്യാണം ആലോചിക്കാൻ വന്നതാണെന്നാണോ പറയാ? എന്നിട്ട് അബ്ദുൽ അബ്ബാസിൽ പറയാ മണിയറയിൽ കുത്തിയിരിക്കുന്ന സ്ത്രീനോട് ചെന്നിട്ട് ശരീരദാനം ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് അത് വിവാഹത്തിന് ശേഷം വൈവാഹിക ജീവിതത്തിന്റെ തുടർച്ചയിൽ അങ്ങനെ പറയുന്നതാണ് എന്ന്. ഇതിനെയല്ലേ അസിമെട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അബ്ദുൽ അബ്ബാസിലെ? ഇതിനെയല്ലേ അസിമെട്രി എന്ന് പറയാ?
അല്ലേ? 52, 56, 52, 55 കൂട്ടിക്കെട്ടാൻ പറ്റൂല എന്നതിന് തെളിവ് തന്നു, നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു. എന്ത്? ഇത് രണ്ടും എല്ലാം ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം അവിടെ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച് ചോദിക്കുകയും അതിന് ഇവർ രണ്ടുപേരും അറിയുന്ന മറുപടി അബ്ദുള്ള ബാസിലിന് പറ്റാത്തതുകൊണ്ട് എന്താണ്, എന്ത് ഈസയാണ്? സയ്യിദ് ബിൻ ജോർജോ, ഈസയോ മുഹമ്മദ് ഈസയോ, ഒരാൾ കൂടി ചേർന്നിട്ട് അവർ മറുപടി പറയുന്നത് കേട്ടോളി. ബബ്ബ ഫോൺ ചെയ്യുമ്പോൾ മാത്രമല്ല, ഇവർ ലൈവ് ചാറ്റിൽ ഇരുന്നാലും ഇത് തന്നെ പരിപാടി. കേട്ടോളി. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ബുഖാരിയിലത്തെ 52, 55 ഹദീസ് സ്ക്രീൻ ഒന്നുകൂടെ കാണിക്കാവോ? 52, 55 ഹദീസില് അപ്പോ ഇപ്പോ ബനി ജൗൻ ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇൻ ദ ഹോം ഓഫ് ഉമൈമ ബിൻത് അന്നോമാൻ എന്നാണ്. സോ അപ്പൊ അത് വായിക്കുന്ന സമയത്ത് ഇപ്പോ ഞാനിങ്ങനെ അറബി അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു ഇതില്ലാത്ത ആളാണ്, പക്ഷെ ഞാൻ ഇത് ഒറ്റ നമ്മൾ വായിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ വേറൊരു പെൺകുട്ടി ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ആ ഒരാളുടെ പേരല്ലേ പിന്നെ അടുത്ത ഹദീസിൽ പറഞ്ഞ 52, 56 അതായത് ആരുടെ വീട്ടിലേക്കാണോ കൊണ്ടുവന്നത് അവരുടെ വീടിന്റെ അവരുടെ പേരല്ലേ അടുത്തതിൽ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവില്ലേ? അത് ശരിക്കും ഐ മീൻ ഈ രണ്ടാമത്തെ ഹദീസ് 52, 55 തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ വേറെ ആൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അപ്പൊ രണ്ടാൾക്കാരുണ്ടെന്നല്ലേ അവിടുത്തെ ഒരു അർത്ഥം വരിക. അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടല്ലേ? അതാണ് പറഞ്ഞത്. ഒന്നാമത് ഈ കൺഫ്യൂഷന് ഒരു കാര്യമില്ല. കാരണം ആ സംഭവം അതേ സംഭവമാണ് ആരാണ് ആ സ്ത്രീ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഉമൈമ ബിൻത് ഷറാഹിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കൺഫ്യൂഷൻ ആവുന്ന കാരണം ഈ ഒറ്റ ഹദീസ് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ളത്. ഈ ഒറ്റ ഹദീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ ശരിയാണ്. ചിലപ്പോൾ അത് എന്താണ് സംഭവം, ഇതില് മറ്റൊരാളുടെ വീട് എന്നില്ല, കൊണ്ടുവന്നു ഇത് ഉമൈമ ബിൻത് ഷറാഹിലിന്റെ വീടാണെന്നാണ്, സ്വന്തം വീടാണെന്നുള്ളതാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അതല്ല, ഇനി അതിന്റെ ഒരു വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ പൂർണ്ണമായി തീർക്കാനാണ് 52, 54, 52, 56 ഉള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താണ് ഇപ്പോൾ ഇവിടെ കാണിച്ച തരികിട? അത് വേറൊരാളുടെ വീടാണെന്നില്ല, ഇത് രണ്ടും ഒരു വീടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾ 52, 54 52, 56 പോയിക്കോന്നാണ്. 52, 55 കാര്യം ചോദിക്കുമ്പോൾ 52, 56 പോവാ. അപ്പൊ 52, 56 സ്വാധീകരിക്കുന്ന ഹദീസാണ് മുത്തഫഖുൻ അലൈഹിയായി വന്ന ഹദീസ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നമുക്കിത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. നിങ്ങളൊന്ന് നോക്കണം മനുഷ്യന്മാരെ, ഇങ്ങനെയൊക്കെ നുണ പറയാൻ എങ്ങനെയാണ് ഇവർക്ക് പറ്റുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇവർ നുണ പറഞ്ഞതെന്ന് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് സയ്യിദ് ബിൻ ജോർജ് ആണോ ഇനി മുഹമ്മദ് ഈസയാണോ എന്നറിയില്ല, അയാളുടെ ഒരു ഉരുളലും കൂടി കാണാം. ഈസക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ വിഷയം? ഇവരെ ചോദ്യം എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ലിയാഖത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ല. ഇവരുടെ ചോദ്യം എന്താ ആ വിഷയത്തില്? ഈ 52, 55 52, 55 പിന്നെ ബിൻത് ജൗനെ കൊണ്ടുവന്നു ഉമൈമ ബിൻത് ഷറാഹിലിന്റെ വീട്ടിൽ. അത് ഒരാളുടെ വീട്ടിൽ വേറെ ആളെന്ന് വെച്ചാൽ ഉമൈമ ബിൻത് ഷറാഹിലിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഭാര്യയുടെ വീട്ടിലേക്ക് വേറെ ആരെയോ കൊണ്ടുവന്നിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ ആ സംഭവം തന്നെ ഉമൈമ ബിൻത് ഷറാഹിലിനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ള മറ്റു ഹദീസുകൾ. മൗനം, ആലോചന. അവരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ലേഡി ഉണ്ടായിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. Jawniya had been brought and lodged the house of in the home of Umayma bint Sharahil and her witness was with her. അവരുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു, അവരെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അതെ അല്ലേ? അതെ അങ്ങനത്തെ വെറ്റ്നസ് ആരുടെ കൂടെയാണ് വന്നത് നടക്കുന്ന ആ ഹദീസിലുണ്ട്. അതൊന്നും കൂടി വായിച്ചാൽ മനസ്സിലാവും. ഉമൈമ ബിൻത് ഷറാഹിലിന്റെ വെറ്റ്നസ് ഉണ്ടായിരുന്നു. അവരോട് പ്രവാചകനെ അപ്രോച്ച് ചെയ്ത കാര്യമാണ് പിന്നെ പറയുന്നത്. അല്ലാതെ വേറെ ഏതോ പുള്ളിനെ കൊണ്ടുവന്നിട്ട് ഉമൈമ ബിൻത് ഷറാഹിലിന്റെ വീട്ടിൽ വെച്ച് എന്നിട്ട് ആ ഹദീസ് മാത്രം വായിച്ചാൽ മതി. സൈക്കിൾ പറയാം. കരിന്നൊണ പറയാ, കൂട്ടം കൂടിയിരുന്ന് നുണ പറയുക, ഹദീസ് തൊണ്ടയിൽ കുരുങ്ങുമ്പോ ഊരിപ്പോകാൻ പെടയ്ക്കുക എന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്താണ് ചോദ്യം? ഈ രണ്ട് ഹദീസിൽ പറയപ്പെടുന്നത് രണ്ട് സംഭവമാണ് എന്നതിലേക്ക് ഈ ഹദീസുകൾ വെളിച്ചം വീശുന്നുണ്ടല്ലോ. ഒരാളെ കൊണ്ടുവരുന്നത് ഉമൈബ ബിൻത് ഷറാഹിലിന്റെ വീട്ടിലേക്കാണ്. ഉമൈബ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ഉമൈബ ബിൻത് ഷറാഹിലിനെയാണ്. ആ ഹദീസ് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം.
എന്താണ് 52, 55 പറയുന്നത്? 52, 55 പറയുന്നത് ജൗൻ ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയെ ഉമൈബ ബിൻത്ത് ഷറാഹിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഓർക്കുക, ഈ 52, 55 കല്യാണത്തിന് യാതൊരു തെളിവില്ല. 52, 56 കല്യാണത്തിന് തെളിവുള്ളത്. ആ കല്യാണത്തിന് തെളിവുണ്ട് എന്ന് പറയുന്നത് പ്രോഫറ്റ് മാരീഡ് ഉമൈബ ബിൻത്ത് ഷറാഹിലാണ്. ഉമൈബ ബിൻത്ത് ഷറാഹിലിനെ കല്യാണം കഴിച്ചതാണ്. ഈ കല്യാണം കഴിച്ചതിന്റെ അവലംബമാണ് തബക്കാത്തുൽ കബീറിൽ നിന്ന്, ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ നിന്ന് വാപ്പ ചെല്ലുന്നതും 12 ഊക്കിയ വെള്ളി ഉറപ്പിക്കുന്നതും അബൂ ഉസൈദയെ പറഞ്ഞയക്കുന്നതും അവര് ഉമൈബ ബിൻത്ത് ഷറാഹിലിനെ കൊണ്ടുവരുന്നതും വിശദീകരിക്കുന്നത്. ഉമൈബ ബിൻത്ത് ഷറാഹിലിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എവിടത്തേക്കാണ് എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂ ഉസൈദ പോയിട്ട് കൊണ്ടുവരുന്നത്, അബൂ ഉസൈദ് കൊണ്ടുവരുന്നത് ഇവിടെ ബനൂ സഈദ ഗോത്രത്തിന്റെ കോട്ടയിലേക്കാണ് ഉബൈബ ബിൻത്ത് ഷറാഹിലിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ബനൂ ഉസൈദ ഗോത്രം എന്ന് പറഞ്ഞ ആരാ? ഈ പറയപ്പെടുന്ന അബൂ ഉസൈദയുടെ ഗോത്രമാണ് ബനൂ സഅദ്. ഈ ബനൂ സഅദ് ഗോത്രം ഏതാണ്? ബനൂ സഅദ് ഗോത്രം അവിടെ തന്നെ മുഹമ്മദിന്റെ കൂടെ അന്ന് മദീനയിലുണ്ടായിരുന്ന ഹസ്രജ് ഗോത്രവുമായി ബന്ധപ്പെട്ട, ഹസ്രജ് എന്നാണ് എൻ്റെ ഓർമ്മ, അങ്ങനെ ഒരു മുസ്ലിം ഗോത്രവുമായി ബന്ധപ്പെട്ടാണ്. ആ ഗോത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് അബൂ ഉസൈദ്. അബൂ ഉസൈദയുടെ ഗോത്രമായ ബനൂ സഈദ ഗോത്രത്തിന്റെ കോട്ടയിലേക്കാണ് ഉമൈബ ബിൻത്ത് ഷറാഹിലിനെ മുഹമ്മദ് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ വിശദീകരണത്തിൽ മുത്തഫഖുൻ അലൈഹിയായി കൊണ്ടുവന്ന ഹദീസിൽ കൊണ്ടുവരപ്പെടുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് മുത്തഫഖുൻ അലൈഹി നിങ്ങൾക്ക് കാണിക്കാം. മുത്തഫഖുൻ അലൈഹി കൂടി കണ്ടോളി. അപ്പൊ മുത്തഫഖുൻ അലൈഹിൽ കൊണ്ടുവരുന്നത് അബൂ സഈദ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞയച്ച ആളുടെ ഗോത്രത്തിന്റെ കോട്ടയിലേക്കാണ്. എന്നിട്ട് ആ വീടിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. അപ്പൊ പറയാണ് അത് രണ്ട് വീടല്ല, അത് ഒരേ വീട് തന്നെയാണ്. അബൂ സഈദിന്റെ കോട്ടയിലേക്ക് അബൂ സഈദ കൊണ്ടുവന്ന പെൺകുട്ടി, ബനൂ സഈദ ഗോത്രത്തിന്റെ കോട്ടയിലേക്ക് കൊണ്ടുവരപ്പെട്ട പെൺകുട്ടി അപ്പൊ ഈ കോട്ടയിലെ തന്നെ ഉണ്ടായിരുന്ന കുട്ടിയാണെന്നാണോ? ബനൂ സഈദ ഗോത്രക്കാരിയാണോ ഉമൈബ? അല്ല. അതുകൊണ്ടാണ് ഉമൈബേനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അടുത്ത ആളെ കൊണ്ടുവരുന്നത് എവിടേക്കാ? ഉമൈബ ബിൻത്ത് ഷറാഹിലിന്റെ വീട്ടിലേക്ക്. എന്ത് മറുപടിയാണ് അബ്ദുള്ള ബാസിൽ അവിടെ പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ പോരാ, നമുക്കിനി മുന്നോട്ട് പോവേണ്ടതുണ്ട്. നമുക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടത് 2-3 ഖുർആൻ വചനങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മുത്താന്ന് കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമൈബ ബിൻത്ത് ഷറാഹിലുമായി ബന്ധപ്പെട്ടൊരു കല്യാണത്തിന്റെ കഥ നമുക്ക് സീറയും ഹദീസുകളും എല്ലാം കൂടി ക്രോഡീകരിച്ച് ജംഅ് ചെയ്താൽ കിട്ടും. അപ്പോഴും 52, 55 സംഭവം കല്യാണമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ എല്ലാ കാലത്തെയും വാദം. ഓക്കെ, ഇനി ഉമൈബ ബിൻത്ത് ഷറാഹിലുമായി നടന്ന കല്യാണം തന്നെയും മുത്താ കല്യാണമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. എന്താണ് തെളിവ് എന്നല്ലേ? നമുക്ക് വീണ്ടും 52, 56 പോവാം. 52, 56 കല്യാണം കഴിച്ചതിന് തെളിവുള്ളത്. അതുകൊണ്ട് 52, 56 ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. ഒരു മിനിറ്റ്. എവിടെയത്? അപ്രോച്ച് ചെയ്ത കാര്യമാണ് പിന്നെ പറയുന്നത്. അല്ലാതെ വേറെ ഏതോ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഉമൈബ ബിൻത്ത് ഷറാഹിലിന്റെ വീട്ടിലടിച്ച് എന്നിട്ട് ആ ഹദീസ് മാത്രം വായിച്ചാൽ മതി. മറ്റേത് ജമ്മു ചെയ്യണമെന്നില്ല. അതെ അതെ അതെ. എന്നിട്ട് ഇത് ഉരുട്ടാനും വിശദീകരിക്കാനും മുഹമ്മദ് ഈസനെ വിളിച്ചപ്പോ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, അത് വീട്, അതൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പിറുപിറുത്ത് വായിച്ചിട്ട് പറയാണ്, അത് അവരുടെ വീട്ടിൽ കൊണ്ടുവരപ്പെട്ടു, അവരുടെ കൂടെ ഒരു എന്താ പറയാ വെറ്റ്നേഴ്സ് ഉണ്ടായിരുന്നു എന്നല്ലേ ഉള്ളൂ എന്ന്. ഇവരിത് സ്ഥിരം നമ്പറാണ്. ഹദീസ് കൈയോടെ പിടിക്കുമ്പോൾ, ഉത്തരം മുട്ടുമ്പോൾ എന്തൊക്കെ തിരിമറി കാണിക്കുമെന്ന് നമ്മൾ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയും. അതാണ് നാളത്തെ പരിപാടി. തോട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പോവുകയാണ്, ഇനി തോട്ടത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരരുത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ,
ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന 52, 56 കല്യാണം കഴിഞ്ഞു എന്ന് സമ്മതിച്ചാൽ തന്നെയും അത് മുത്തലാ കല്യാണാണെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു, തെളിവല്ലേ? തെളിവ് ഇതാ പിടിച്ചോളി. എന്താണ് ഇവിടെ പറയുന്നത്? 52, 56 കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് ഈ 3 ഹദീസുകളിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെ മുഹമ്മദിൽ നിന്ന് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയും ശരീരം ദാനം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ മീൻസ് മുഹമ്മദിൽ നിന്ന് ദൈവത്തോട് അഭയം തേടുന്നു. അപ്പൊ മുഹമ്മദ് അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുത്തിട്ട് 52, 55 നിങ്ങൾ തിരിച്ചു വരൂ. 52, 56 പോയി നോക്കൂ. 52, 54 പോയി നോക്കൂ. ഇവരൊക്കെ ഇവിടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് വൈവാഹിക ഇത് തൊലാഖാണെന്നുള്ള അവരുടെ വാദം. തൊലാഖ് പിരിയുമ്പോൾ ഭർത്താവ് ഭാര്യക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എവിടേക്ക് പോകാം? ഇത് മുത്തആയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് തെളിവ് തരാം. എന്താണ് ഖുർആനിൽ? ഒന്നാമത്തത് ഖുർആനിൽ മുത്തആ കല്യാണം ഉണ്ടോ എന്നുള്ളതാണ്. ഖുർആനിൽ മുത്തആ കല്യാണം ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഖുർആനിൽ മുത്തആ കല്യാണം ഉണ്ടോ? ഖുർആനിൽ മുത്തആ കല്യാണം ഉണ്ട്. ഖുർആനിലെ 4:24 നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ബ്രാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കോ. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ ഒഴികെ. വൃത്തികേടിന്റെ അങ്ങറ്റമാണ്. അതായത് ഭർത്തൃമതികളായ മറ്റു സ്ത്രീകളെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ. അതായത് നിങ്ങൾ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഭർത്താവുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന വൃത്തികേട് എഴുതി വെച്ച ഖുർആൻ വചനത്തിൽ അതിനെ തുടർന്ന് പറയുന്ന ഭാഗം നോക്കൂ. ഈ പറയുന്ന 2 കൂട്ടർക്കും അപ്പുറത്തേക്ക് ഇത് നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ നിയമമാകുന്നു. ഇതിനപ്പുറത്തുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം, മഹറായിന്ന് ബ്രാക്കറ്റിലാണ്, മഹറിന്റെ കഥ ഇതിനകത്ത് പറയുന്നില്ല, ഖുർആൻ വചനത്തിലില്ല. ഇതിനപ്പുറത്തുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം നൽകിക്കൊണ്ട് നിങ്ങൾ തേടുന്നത് വിവാഹബന്ധം ഒന്നും ഇതിനകത്തില്ല. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം, നീചവൃത്തി ആഗ്രഹിക്കുന്നവരാകരുത് എന്നതിനകത്തും വൈവാഹിക ജീവിതം എന്നവരെ അർത്ഥമില്ല. അതൊക്കെ അങ്ങ് പറയാണ്. ഇനി നോക്കൂ, അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹ മൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പൊ പറഞ്ഞുറപ്പിച്ചാൽ മുത്തഅ കല്യാണമാണെങ്കിൽ പറഞ്ഞുറപ്പിച്ച തുക കൊടുത്ത് കാര്യം സാധിക്കണം. കാര്യം സാധിച്ചാൽ പറഞ്ഞുറപ്പിച്ച തുക കൊടുക്കണം. ഇതാണ് ഈ ഖുർആൻ വചനത്തിൽ പറയുന്നത്. ഇനി അതിൽ വല്ല വിട്ടുവീഴ്ചയും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ, ആരാണ് സ്ത്രീ എങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. അപ്പൊ 12 ഊക്കിയ വെള്ളി നിശ്ചയിച്ച് തോട്ടത്തിൽ കൊണ്ടുവരപ്പെട്ടതിന് ശേഷം നിന്നെ എനിക്ക് ദാനം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഫ്രീ ആയിട്ട് തരുമോ എന്നാണ് അർത്ഥം. അങ്ങനെ സമ്മതിച്ചാൽ, അതിൽ വിട്ടുവീഴ്ച സംഭവിച്ചാൽ അവർക്ക് അതിൽ കുഴപ്പമില്ല. അപ്പൊ ഈ പണത്തിന് വലിയ പ്രസക്തി അവിടെ ഇല്ല. ഇതാണ് മുത്തഅ വിവാഹവുമായി ബന്ധപ്പെട്ട ഖുർആനിലെ ആയത്ത്. ഇനി ഇവര് പറയുന്നത് തൊലാഖാണ് എന്നാണ്. അപ്പൊ കല്യാണം കഴിച്ചു, കൺസ്യൂമേറ്റ് ചെയ്തില്ല, തൊലാഖാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊലാഖുമായി ബന്ധപ്പെട്ട് തൊലാഖ് സംഭവിക്കുകയാണ് എങ്കിൽ, ഇത് തൊലാഖാണ് എങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ ഖുർആൻ വചനം? അതുകൂടി നമുക്കൊന്ന് കാണാം. ഇപ്പൊ നിങ്ങൾ കണ്ടത് 2:136 സോറി, ഇത് ഒരുപാട് സോറി 2:236 കൂടി ഒന്ന് കാണിക്കാം. ഇത് 4:24 4:24 മുത്തഅ വിവാഹത്തിന്റെ. ഇത്
2,237 2,237 വിവാഹം കഴിച്ചു, കൺസ്യൂമേറ്റ് ചെയ്തില്ല. വിവാഹം കഴിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിന് മുൻപായിക്കൊണ്ട് ത്വലാഖിൽ പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഖുർആനിന്റെ പരാമർശമാണ്. ഈ ഖുർആൻ വചനത്തിൽ നിങ്ങൾക്ക് നിക്കാഹ് കാണാൻ കഴിയും. ഈ വചനം പറയുന്നത് നിങ്ങൾ നോക്കൂ. ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തുകയും അവരുടെ വിവാഹമൂല്യം നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയുമാണെങ്കിൽ അവർ നിശ്ചയിച്ചതിന്റെ പകുതി നൽകേണ്ടതാണ്. അവർ, അതായത് ഭാര്യമാർ, വിട്ടുവീഴ്ച ചെയ്യുമെങ്കിലല്ലാതെ, അല്ലെങ്കിൽ വിവാഹ കരാർ കൈവശം വച്ചിരിക്കുന്നവൻ ആരാണോ, അതായത് ഭർത്താക്കന്മാർ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്, മഹർ പൂർണ്ണമായി നൽകിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുമെങ്കിലല്ലാതെ. എന്നാൽ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ധർമ്മനിഷ്ഠയ്ക്ക് കൂടുതൽ യോജിച്ചത്. അപ്പൊ ഇതൊരു നോർമൽ നിക്കാഹ് ആണെങ്കിൽ മഹറിന്റെ പകുതി അവർക്ക് അവകാശപ്പെട്ടാണ്, സ്ത്രീക്ക് പകുതി പുരുഷൻ അവകാശപ്പെട്ടാണ്. ഇനി സ്ത്രീ പുരുഷൻ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ആ മുഴുവൻ മഹറും സ്ത്രീക്ക് കൈവശം വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതെങ്ങനെയാണ് മുത്തുക നിങ്ങൾക്ക് കണക്ട് ആവുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഖുർആൻ വചനത്തിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ തഫ്സീറിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. അതേതാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഈ രണ്ട് സ്ഥലങ്ങളിലും സമ്മാനങ്ങൾ കാണുന്നത് മുത്തുക കല്യാണവുമായി ബന്ധപ്പെട്ടതാണ്. മുത്തുകയിൽ സമ്മാനങ്ങൾ കൺസ്യൂമേറ്റ് ചെയ്യാതെയുള്ള വിവാഹമോചനമാണെങ്കിൽ അവിടെ നിക്കാഹിന്റെ പൈസ അല്ലെങ്കിൽ മഹർ ആർക്കാണ് എന്നുള്ള തർക്കം പോലും ഇല്ല. കാരണം പൈസ കൊടുക്കേണ്ട കാര്യമില്ല, മഹർ കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, അതിനു മുൻപ് പിൻവാങ്ങുകയാണെങ്കിൽ ആ വന്ന സ്ത്രീക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം എന്ന പ്രത്യേക നിർദ്ദേശവും, ഇയാൾക്ക് തൃപ്തിപ്പെട്ട എന്തെങ്കിലും ഒരു സമ്മാനം, ഒരു പാരിതോഷികം കൊടുക്കുന്നത് അവിടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വിവാഹം ശരിയായ രീതിയിലുള്ള നിക്കാഹ് കഴിഞ്ഞിട്ടാണെങ്കിൽ വിവാഹശേഷം വിവാഹമോചനത്തിലേക്ക് പോവുകയാണ് കൺസ്യൂമേറ്റ് ചെയ്യുന്നതിന് മുൻപ് എങ്കിൽ പകുതി മഹർ പൂർണ്ണമായി സ്ത്രീക്ക് അവകാശപ്പെട്ടാണ്. മുത്തുകയിൽ സ്ത്രീക്ക് മഹറിൽ അവകാശം ഇല്ല ഒട്ടും. കല്യാണമാണ്, നിക്കാഹാണ് എങ്കിൽ പകുതി മഹർ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. ഭർത്താവ് തൃപ്തിപ്പെടുകയാണെങ്കിൽ മുഴുവൻ കിട്ടും. പക്ഷെ മുത്തുകയിൽ അങ്ങനെ ഒരു അവകാശം സ്ത്രീക്കില്ല. പിന്നെ അവിടെ സ്ത്രീക്ക് ആകെയുള്ളത് എന്താണ്? ഈ പുരുഷൻ എന്തെങ്കിലും ഒരു പാരിതോഷികമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ രണ്ടും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ 2,137 ഇബ്നു കസീറിന്റെ തഫ്സീറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ ഖുർആൻ വചനത്തിന്റെ വിശദീകരണം പറയുന്നിടത്ത് ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, ഈ ഖുർആൻ വചനത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഇതിന് തൊട്ടു മുൻപത്തെ ഖുർആൻ വചനത്തിൽ പരാമർശിക്കുന്ന മുത്അ വിവാഹവുമായി, മുത്അയുടെ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് 2:37 അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇതിലെ നിയമം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടു മുൻപത്തെ ആയത്തിൽ വിശദീകരിച്ച മുത്അയുടെ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 2:36 മുത്അയുടെ ആയത്ത് എന്താണ് എന്നും കൂടി നോക്കണ്ടേ? അപ്പൊ നമുക്ക് 2:36 മുത്അയുടെ ഇബ്നു കസീറിന്റെ വാദമനുസരിച്ച് മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്തേക്ക് നമ്മളൊന്ന് പോവാണ്. 2:36 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 2:36 പറയുന്നത്, നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ, ഭാര്യമാരെന്നൊക്കെ ആണ് പറയാണ്. ഇനി ഭാര്യമാരെന്നോ മഹർ എന്നോ പിന്നെ കല്യാണം എന്നൊക്കെ ഇതിനെ പറയാം മുത്തുകനെ, കാരണം ഇതും അങ്ങനെ അനുവദനീയമാണ്. നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂലം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിനു മുമ്പായി നിങ്ങൾ അവരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയാൽ മഹർ നൽകാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇവിടെയും ഭാര്യമാരാണ്, 2:137 ഭാര്യമാരാണ്. ഭാര്യമാരെ സ്പർശിക്കുന്നതിന് മുൻപായി അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ അവരുമായി ബന്ധം വേർപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കണ്ട. 2:137 പറഞ്ഞ എന്താ? വിവാഹശേഷം കൺസ്യൂമേറ്റ് ചെയ്യുന്നതിന് മുൻപായി വിവാഹബന്ധം മോചിപ്പിക്കുകയാണെങ്കിൽ മഹറിന്റെ പകുതി സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത് എന്താ? മഹർ സ്ത്രീക്ക് ഒന്നും കൊടുക്കേണ്ടതില്ല.
അപ്പൊ ഇത് മഹർ തന്നെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അങ്ങനെ മഹർ ഒരു അവകാശമായിട്ട് മുത്തുകയിൽ വരാത്ത സ്ഥിതിക്ക്, എന്നാൽ അവർക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ച് ജീവിത വിഭവമായി എന്തെങ്കിലും നൽകേണ്ടതാണ്. കഴിവുള്ളവൻ തൻ്റെ കഴിവനുസരിച്ചും ഞെരുക്കമുള്ളവൻ തൻ്റെ സ്ഥിതിക്കനുസരിച്ചും സദ്വൃത്തരായ ആളുകൾക്ക് ഇതൊരു ബാധ്യതയത്രേ. എന്താണ് നിങ്ങൾക്ക് ഈ 3 ആയത്തുകളും അതിൽ ഇബ്നു കസീറിന്റെ വിശദീകരണവും കേട്ടപ്പോൾ മനസ്സിലായത്? 2:37 പറയുന്നത് മഹറിന്റെ പകുതി സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. കൺസ്യൂമേറ്റ് ചെയ്യുന്നതിന് മുൻപാണെങ്കിലും, വിവാഹം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, മഹർ ഉറപ്പിച്ച് നിക്കാഹ് കഴിഞ്ഞു, വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെങ്കിൽ മഹറിന്റെ പകുതി സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ ഇബ്നു കസീർ പറയുന്നത് ഇത് മുത്തയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ബന്ധമില്ല. ഏതാണ് മുത്തയുടെ ആയത്ത് എന്ന് ഇബ്നു കസീർ പറയുന്നു. ഇതിന് തൊട്ടു മുൻപത്തെ ആയത്ത് 237 തൊട്ടു മുമ്പത്തെ ആയത്ത് ഏതാ? 236. 236 പറയുന്നത് എന്താ? നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ അവരുടെ ബന്ധം വേർപ്പെടുത്തിയാൽ മഹർ നൽകാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പൊ ഈ ആയത്തിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയുമായിട്ട് കൺസ്യൂമേറ്റ് ചെയ്യുന്നതിന് മുൻപായി വിവാഹമോചനത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മഹർ കൊടുക്കേണ്ട ബാധ്യതയില്ല. പകരം നിങ്ങൾ എന്തെങ്കിലും ഒരു ജീവിത വിഭവമായിട്ട് 2 ലിനന്റെ ഡ്രസ്സോ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. മറ്റോടത്താണെങ്കിലോ 12.5 ഊക്കിയ വെള്ളിയുടെ 6.25 ഊക്കിയ വെള്ളി സ്ത്രീയുടെ അവകാശമാണ്. ഇനി നിങ്ങൾ വീണ്ടും തിരിച്ച് ഹദീസിലോട്ട് പോയാൽ അവിടെ മുഹമ്മദ് നബി എന്താ കാണിച്ചത്? തൊലാഖിന്റെ വചനമുണ്ടോ? മഹറിന്റെ കണക്കുണ്ടോ? പകരം പാരിതോഷികം കൊടുത്ത് മാന്യമായി പറഞ്ഞയക്കുകയാണ്. മാന്യമായി പറഞ്ഞയക്കേണ്ട കാര്യം പറയുന്നത് എവിടെയാണ്? മുത്ത കല്യാണവുമായി ബന്ധപ്പെട്ട വിവാഹമോചനത്തിൽ. അപ്പൊ മുത്ത അനുവദിച്ചിരുന്നു, മുത്ത അനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ ഈ പറയുന്ന ഹദീസ് അനുസരിച്ച് നുഅ്മാൻ ഇബ്നു ശറാഹിലിന്റെ മകളായിട്ടുള്ള ഉമൈബയുമായി നടന്നത് കല്യാണമാണ് എന്ന് സമ്മതിച്ചാൽ പോലും അത് മുത്തഅയാണ്. തെളിവ് ഖുർആനാണ്. കാരണം മുഹമ്മദ് ആ ഹദീസിൽ വിശദീകരിക്കുന്ന സംഭവങ്ങൾ ഖുർആനിലെ 2:136 അനുസ്മരിപ്പിക്കുന്നതാണ്. ആ കൊണ്ടുവരപ്പെടുന്ന ചടങ്ങ് നടക്കുന്നത് തോട്ടത്തിൽ വെച്ച് നടക്കുന്ന കച്ചവടം ഉറപ്പിക്കലും 4:24 സമാനമായിട്ടാണ്. 2:137 ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമോ സന്ദർഭമോ സാഹചര്യമോ നമുക്ക് ആ ഖുർആൻ വചനങ്ങളിൽ നിന്നും ആ സംഭവങ്ങളിൽ നിന്നും ലഭ്യമല്ല. അപ്പൊ എന്താ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞു എന്നൊരു ഹദീസില്ലേ? ഉണ്ട്. അത് 52-55 ബന്ധപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. അതിന്റെ കാരണം എന്താണ്? തെളിവ് സഹിതം പറഞ്ഞില്ലേ? പറഞ്ഞു. എന്താ തെളിവ്? ഹദീസ് തെളിവാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന 3 ഹദീസ് തെളിവാണ്. അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന മുത്തഫഖുൻ അലൈഹി തെളിവാണ്. സീറയിലുള്ള ചരിത്രവും തെളിവാണ്. അങ്ങനെ വരുമ്പോൾ ഇത് കല്യാണം അല്ല. 52-55 കല്യാണമല്ല. വിമർശകരുടെ വിമർശനം അതുപോലെ നിൽക്കും. അതിനെ തൊടാൻ ഈ പറയുന്ന ഹദീസുകൾ കൊണ്ട് കഴിയില്ല. അതൊരു ഇൻഡിപെൻഡന്റ് സംഭവമാണ്. വ്യക്തികൾ 2 എണ്ണമാണ് എന്നതിന് തെളിവ് തന്നില്ലേ? കൊണ്ടുവരപ്പെടുന്നത് 2 വ്യത്യസ്ത വീടുകളിലേക്കാണ്. അതിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആളുടെ വീട്ടിലേക്കാണ് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവരപ്പെടുന്നത്. അപ്പൊ ഇത് 2 എല്ലാം കൂടി ഒരാളാണ് എന്ന് പറയാൻ ഹദീസുകൾ വെച്ചുകൊണ്ട് തന്നെ കഴിയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞു എന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന 52-56 കണക്ട് ചെയ്താൽ അത് ചെന്ന് നിൽക്കുന്നത് മുത്തുആ കല്യാണത്തിലാണ്. അതിന് തെളിവ് ആ വിവാഹം കൺസ്യൂമേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന തടസ്സവും അതിൽ നിന്ന് പിന്മാറുന്നതും അപ്പൊ മുഹമ്മദ് സ്വീകരിക്കുന്ന നടപടിയും സാധാരണഗതിയിൽ നിക്കാഹ് ചെയ്തതിന് ശേഷമുള്ള വിവാഹമോചനത്തിന്റെ 2:237 വചനവുമായി ബന്ധപ്പെട്ട രീതിയിലല്ല, മറിച്ച് 2:136 എന്ന മുത്അ വിവാഹത്തിൽ നിന്ന് കൺസ്യൂമേറ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് വിരമിക്കുമ്പോഴുണ്ടാവുന്ന മര്യാദയുടെ സ്വരത്തിലാണ് എന്ന് നമുക്ക് ഖുർആൻ കൊണ്ട് കിട്ടും. എന്നു മാത്രവുമല്ല, ഇത് ഉമൈബ ബിൻത് ശറാഹിലിന്റെ വിവാഹ സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് 2:136 അവതരിച്ചത് എന്നുകൂടി നിങ്ങൾ തഫ്സീറുകളിൽ കാണാൻ പറ്റും. ഉബൈബ ബിൻത് ശറാഹിലിന്റെ കല്യാണ സമയത്ത്
അതിൻ്റെ വിവാഹമോചന സമയത്താണ് ഈ സംഭവം നടന്നത് എന്ന് തഫ്സീറുകളിൽ കാണാൻ പറ്റും. അല്ലാതെ ഞാൻ വെറുതെ 236 236 എടുത്ത് ഉദ്ധരിച്ചതല്ല. അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിലെ, നിങ്ങൾക്ക് തോന്നും പോലെ തരാതരം നിങ്ങൾക്ക് തോന്നുന്നത് എടുക്കാനും തോന്നുന്നത് തള്ളാനും കൊള്ളാനുമാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അതൊന്നും ഇവിടെ വില പോവൂല. ഇനി സഹീഹായ ഹദീസ് നമ്മൾ എടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഇവരുടെ സഹീഹായ ഹദീസ് ഇവരെങ്ങനെയാണ് ഒരു ഹദീസിൽ പോയി കുടുങ്ങുന്ന സമയത്ത്, ഇപ്പൊ നമ്മളൊരു സാമ്പിൾ കണ്ടു, ആ വീട് വ്യത്യാസം ഉണ്ടല്ലോ, ആള് വേറെയാണല്ലോ, ഇത് നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞപ്പോ അബ്ദുള്ള അബ്ബാസിലും അതേപോലെ തന്നെ മുഹമ്മദ് ഈസയും റിലേ ഉരുളുന്നത് നമ്മൾ കണ്ടു. ഇനി ഒരു കൂട്ടം മനുഷ്യർ ക്ലബ് ഹൗസിൽ കഴിഞ്ഞ നമ്മൾ തുടക്കത്തിൽ കേൾപ്പിച്ച വീഡിയോയുടെ ഭാഗമായിട്ടുള്ള ആ ചർച്ചയിൽ ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ചിരുന്ന് ചോദ്യം ചോദിക്കുന്ന ഒരാളെയോ രണ്ടാളെയോ വട്ടം കറക്കുകയും അവരെ കബളിപ്പിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കുരുക്ക് മുറുകുമ്പോൾ ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ സഹീഹായ ഹദീസിൽ കൃത്യമായി ഉദ്ധരിക്കപ്പെട്ട ഒരു വസ്തുതയെ നിരാകരിക്കുകയും അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും അത് തെളിവില്ല, സനത് മുറിഞ്ഞുപോയി എന്ന് വാദിച്ചുകൊണ്ട് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന സംഭവത്തെ തള്ളിക്കളയുന്ന രംഗം നിങ്ങൾക്ക് ഞാൻ വേറെ കാണിച്ചു തരാം. ഇന്ന് അതുകൂടി ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ സമയം ഒരുപാട് നീണ്ടുപോയി എന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് നാളെ വരും. അതുകൊണ്ട് തോട്ടത്തിന്റെ കഥ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. മുഹമ്മദിന് ഒരല്പമെങ്കിലും അന്തസ് ബാക്കിയുണ്ടെങ്കിൽ മുഹമ്മദിന് നല്ലത്, അബ്ദുള്ള അബ്ബാസിലിനും കൂട്ടുകാർക്കും നല്ലത്. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്ന ഉമ്മമാരെ മനസ്സിലോർത്തിട്ടെങ്കിലും മുഹമ്മദിന്റെ ഈ ചീഞ്ഞ കഥകൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഞാൻ പറയുന്നു. ഈ തോട്ടക്കഥയല്ല, ഇത് ശരിക്ക് വള്ളിയാണ്. ഈ കഥ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ കളവ് പറഞ്ഞു എന്ന് ഇനിയും സ്ഥാപിക്കാൻ അബ്ദുള്ള അബ്ബാസിലിന് ആർജവമുണ്ടെങ്കിൽ അബ്ദുള്ള അബ്ബാസിൽ എൻ്റെ സംവാദ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഇനാം 10,000-ൽ നിന്ന് 25,000-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അബ്ദുള്ള അബ്ബാസിൽ അതിന് തയ്യാറായി വന്നാൽ മാത്രമാണ് ജൗനിന്റെ തോട്ടത്തിലെ സംഭവം ഇനി നമ്മൾ ചർച്ചയ്ക്ക് വെക്കുക. കാരണം നമുക്ക് ഈ വൃത്തികേടനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. ഈ വൃത്തികേട് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അബ്ദുള്ള അബ്ബാസിലിന്റെ ആ പോഡ്കാസ്റ്റിൽ നിന്ന് ഞാൻ എടുത്ത് വിമർശിച്ച വിഷയങ്ങൾ വേറെയുണ്ട്. തൊലാഖുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കളവ്, സൂറത്തു തൗബയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കളവ്, അത് അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കളവ്, എല്ലാം കൂടി പോയി കുരുങ്ങി മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഖുറൈശികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജാഹിലുകൾ എന്ന് പറയുന്നവരെ ബന്ധപ്പെട്ട് മുർത്തദിനെ കൊല്ലണമെന്ന ഇസ്ലാമിക നിയമവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയ വിമർശനമുണ്ട്. പൊതുവിൽ ഇസ്ലാം മാനവിക വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, ബാലവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, സഹിഷ്ണുതയില്ലാത്തതാണ് എന്നൊക്കെ ഇഷ്ടം പോലെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ എനിക്ക് കൃത്യമായ വിമർശനങ്ങളുണ്ട്. കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് അബ്ദുള്ള അബ്ബാസില് ഇറങ്ങി വരണം. തോട്ടം സംസാരിക്കണോ, സ്റ്റേജിലേക്ക് പോര്, നമുക്ക് അവിടെ സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ അവതരണം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനി ബിന്ത് ഷറാഹിലും ഉമൈബിയും ആസ്മീൻ ജൂനിയായിട്ട് വെറുതെ മുഹമ്മദിനെ നാറ്റിക്കാൻ ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് അബ്ദുള്ള അബ്ബാസിനോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനിടയിൽ നമുക്ക് എന്താ പറയുക, സജീവമായിട്ട് ചാറ്റിൽ വന്ന ആളുകളുണ്ട്. അതിലൊന്നും ഈ സമയത്തിൽ ഇതിൻ്റെ ഒഴുക്കിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനോടൊന്നും പ്രതികരിക്കാതിരുന്നത്. സിബു ഗെയിമിംഗ്, സലാഹുദ്ദീൻ, നാരായണൻ, ഭാഷ്, വിഷ്ണു, എല്ലാവർക്കും ജിബ്രീൽ കാലുവേദന, വഹി താമസിക്കും, ഇതൊക്കെ കഴിഞ്ഞു. മുഹമ്മദ് ഷാക്കിർ, താങ്ക് യു മുഹമ്മദ് ഷാക്കിർ. ഹാരിസ്, താങ്ക് യു ഹാരിസ്. ഉരുളും തോറും വളരുന്ന മതം, ഉരുളും തോറും വളരുന്ന മതം എന്ന ഹാരിസിന്റെ പദത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉരുളും തോറും നാറുന്ന മതം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ്. റിലീജിയൻ മാഷയെ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. താങ്ക് യു റിലീജിയൻ. ഹാരിസ്, മുഹമ്മദ് ഷാക്കിർ, എല്ലാവർക്കും ധൈര്യമുണ്ടെങ്കിൽ കയറാൻ ഒരു ലിങ്ക് തരൂ എന്നാണ്
ഞാൻ പറയണത് ധൈര്യമുണ്ടെങ്കിൽ കയറാൻ ഒരു വേദി തരാം എന്നാണ്. ലിങ്കല്ല, നിങ്ങൾക്ക് സ്റ്റേജ് തരാം, നിങ്ങൾ വരാൻ തയ്യാറുണ്ടോ? അബ്ദുള്ള ബാസിൽ വരണം. അബ്ദുള്ള ബാസിലിൻ്റെ കൂടെ ഷമീറും കൂടെ കയറിപ്പോരെ. ധൈര്യമുണ്ടെങ്കിൽ കയറാൻ ലിങ്ക് തരൂ എന്നാണ്. എൻ്റെ ലിങ്കിലേക്ക് നിങ്ങളും കയറണ്ട, നിങ്ങളുടെ ലിങ്കിലേക്ക് നമ്മളുമില്ല. നമുക്ക് പൊതുവായിട്ടൊരു വേദിയിലേക്ക് വരാം. അബ്ദുള്ള ബാസിനെ അവിടെ കൊണ്ടുവരൂ. തോട്ടം ചർച്ച ചെയ്യാൻ ഇനി നിങ്ങൾക്ക് ആകെ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സത്യമായിട്ടും അക്ഷരത്തെറ്റ് പറ്റിയതാണ്, മനഃപൂർവ്വം പറഞ്ഞതല്ല. അപ്പം അതുകൊണ്ട് ഷമീറെ, തീയതി കുറിക്ക്. ഒരു മനുഷ്യന് സാമാന്യമായിട്ടുണ്ടാവുന്ന അന്തസ്സുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാതെ അബ്ദുള്ള ബാസിലിന് മുന്നോട്ട് പോകുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഹമ്മദ് നബി പണ്ട് വഹി നിലച്ചു പോയ സമയത്ത്, വറക്ക മരിച്ചപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ആകെ ഉഴറി നടന്ന സമയത്ത്, മലയുടെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് താഴേക്ക് ചാടി മരിച്ചാലോ എന്നാലോചിച്ച് മുഹമ്മദ് നടന്നതുപോലെ ഒരവസ്ഥ അബ്ദുള്ള ബാസിലിന് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അബ്ദുള്ള ബാസിലെ സംവാദത്തിലേക്ക് വരും. ജൗനിയയുടെ തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മുഹമ്മദിന്റെ ലൈംഗിക മാതൃകകൾ ഈ ഉമ്മത്തിനും മനുഷ്യ സമൂഹത്തിനാകെയും ലോകാവസാനം വരെ മുഹമ്മദ് നബി കാണിച്ചു കൊടുത്ത ഈ ലൈംഗിക സദാചാര ധാർമ്മിക മാതൃകകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം, വിശകലനം ചെയ്യാം. അതിൽ വല്ല നല്ല മാതൃക ഉണ്ടെങ്കിൽ ഞാനും സ്വീകരിക്കാം. ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ മുഹമ്മദ് നബിയുടെ എന്തൊക്കെ ലൈംഗിക ജീവിത മാതൃകകളാണ് പിൻപറ്റുന്നത് എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, നമ്മളതിലേക്ക് ഇടപെടുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഷമീറെ, നല്ല ധൈര്യമുണ്ട്, ഇനാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ബാസിലിനോട് പൊറിയ അറിയിക്കുക. ഞാൻ വെല്ലുവിളിച്ച ഭാഗം വേണമെങ്കിൽ പ്രത്യേകം ക്ലിപ്പ് ചെയ്തിട്ട് അബ്ദുള്ള ബാസിലിന് അയച്ചു കൊടുക്കുക. അബ്ദുള്ള ബാസിലിന് ജൗനിൻ്റെ തോട്ടത്തിൽ സംവാദമല്ലാതെ മുന്നിൽ മറ്റു മാർഗമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ചാറ്റിലും കമൻറ്റ് ബോക്സിലൊക്കെ സജീവം സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഉള്ളു നിറഞ്ഞ സന്തോഷവും സ്നേഹവും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാളെ ഹദീസിൽ നിന്ന് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നത് എന്നും മൂലക്കിട്ട് കുരുക്കി പിടിച്ചാൽ ഇവരെന്താണ് അവസാനം പ്രയോഗിക്കുന്ന അടവ് എന്നും ഹദീസുകളിൽ വന്നാൽ അത് അങ്ങനെ സ്വീകരിക്കണം എന്ന ഇവരുടെ വാദത്തിൽ ഇവർക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നും ഇവരക്കാര്യത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്താണ് എന്നും നമ്മൾ വിശദമായിട്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടാൻ സാധ്യത കുറച്ച് ദിവസത്തേക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. സിസ്റ്റത്തിലുള്ള വാട്സപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഫോണ് ചെറിയ പണി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫോണിൽ നേരിട്ട് വിളിച്ചാൽ ഇപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുള്ളവർ നാളെ ഒരു ദിവസം കൂടി, ഞായറാഴ്ച കൂടി മെസ്സേജായിട്ട്, വാട്സപ്പ് മെസ്സേജായിട്ടോ വോയിസ് നോട്ടായിട്ടോ അറിയിക്കുക, ബന്ധപ്പെടുക. ഇതാണ് പറയാനുള്ളത്. ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. അബ്ദുള്ള ബാസിലെ, നിങ്ങളിതൊന്നും ഇങ്ങോട്ട് ബേജാറാവണ്ട. നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് നിങ്ങൾ പറയാനുള്ളത്. നുണ പറയാതിരിക്കുക. അത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ബാക്കി വരും ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം. ഗുഡ് നൈറ്റ്.